So good morning. Study level. അപ്പോൾ നമ്മുടെ ഹിസ്റ്ററിയുടെ ഫസ്റ്റ് സെഷനിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ ഓറിയന്റേഷൻ ഷീറ്റിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഇത് വോയിസ് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എനിക്ക് കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ടാണ് കേൾക്കുന്നുണ്ട്. ഓൺലൈനുള്ള ആൾക്കാർക്ക് ഓഡിയോ സിലബസ് എല്ലാവർക്കും കിട്ടിയോ? ഹിസ്റ്ററിയുടെ സിലബസ് പേപ്പർ 1 പേപ്പർ 2 അല്ലേ? കിട്ടിയിട്ടുണ്ടാവില്ലേ? ഇല്ല, കിട്ടിയിട്ടില്ല. കുഴപ്പമില്ല, ഷെയർ ചെയ്യും. കാരണം സിലബസ് നമ്മുടെ കയ്യിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ നമുക്ക് ക്ലാരിറ്റി കിട്ടും. കാരണം സിലബസിലെ പുറത്തൊരു ക്വസ്റ്റ്യൻ പോലും ഓപ്ഷൻസിന്റെ കാര്യത്തിൽ നമ്മൾ ചോദിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. സ്ട്രിക്ട്ലി വിത്തിൻ ദ സിലബസ്. ആ സിലബസ് എങ്ങനെ കഴിഞ്ഞാൽ ഓറിയന്റേഷൻ സെഷൻ ഡിസ്കസ് ചെയ്താണ് സിലബസിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് എന്ന്. അപ്പൊ അതിൽ ഇതിന്റെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഫസ്റ്റ് സെഷൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതില് എന്തുകൊണ്ട് നമ്മൾ തേർഡ് ടോപ്പിക്കിൽ നിന്നും തുടങ്ങുന്നു ചോദിക്കുകയാണെങ്കിൽ ഇനി കുറച്ചുകൂടെ ഫെമിലർ ആയിട്ടുള്ള ഏരിയയിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ചുകൂടെ അൺഫെമിലർ ആയിട്ടുള്ള ഏരിയയിലേക്ക് പോകാം എന്ന് വിചാരിച്ചു. ഇവിടെ ടെക്നോളജി അനുസരിച്ച് കൊണ്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് സോഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ദ സോഴ്സ് ഓഫ് ദ ഹിസ്റ്ററി. ഹിസ്റ്ററിയിലെ പ്രധാനപ്പെട്ട സോഴ്സുകൾ, ലിറ്റററി സോഴ്സിനെ കുറിച്ചും ആർക്കിയോളജിക്കൽ സോഴ്സിനെ കുറിച്ചും നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട്. പക്ഷേ നമുക്ക് പീരീഡ് ചർച്ച ചെയ്യാം. പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ആണ് സെക്കൻഡ് ടോപ്പിക് ആയിട്ട് വരുന്നത്. പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക്, ചാൽക്കോലിത്തിക് വരുന്ന ആ മെഗാലിത്തിക് വരെ വരുന്ന നമ്മുടെ പ്രീ ഹിസ്റ്റോറിക് പീരീഡ് ആണ്. അതാണ് നമ്മുടെ സെക്കൻഡ് ടോപ്പിക് ആയിട്ട് വരുന്നത്. പക്ഷെ എന്തുകൊണ്ട് നമ്മൾ തേർഡ് ടോപ്പിക്കിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം തന്നെയാണ് നിങ്ങൾക്ക് GS വേണ്ടിയിട്ട് നിങ്ങൾ കൂടുതൽ ഫെമിലർ ആയിട്ടുള്ള ഏരിയ ഏതാണ്? ഇൻഡസ് വാലി സിവിലൈസേഷൻ ആയിരിക്കും. കുറച്ചുകൂടെ ഈസി ആയിരിക്കും നമ്മുടെ കാരണം പുതിയൊരു ജേർണി തുടങ്ങുകയാണ്. കുറച്ചും കൂടെ ഫെമിലർ ആയിട്ടുള്ള ഭാഗത്തൂടെ പോയിട്ട് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഭാഗങ്ങളിലേക്ക് പോകാം എന്ന്. ഒന്നാമത്തെ റീസൺ അതാണ്. രണ്ടാമത്തെ റീസൺ എന്തെന്ന് വെച്ചാൽ UPSC ഈ ഒരു സെഗ്മെന്റിൽ ഈ 3 ടോപ്പിക് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ ഏതാണ്? ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് എല്ലാ വർഷവും ഒരു ക്വസ്റ്റ്യൻ. ചില കഴിഞ്ഞ 10 വർഷത്തിൽ 1-2 വർഷം എടുത്ത് ചേർത്ത് കഴിഞ്ഞാൽ എല്ലാ വർഷവും ഒരു ക്വസ്റ്റ്യൻ ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട് എന്നുള്ളത്. So this is the reason നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് പലർക്കും ഉണ്ടായിരുന്ന സംശയമായിരിക്കും പേപ്പർ 1-നെ വേണ്ടി, പ്രത്യേകിച്ച് പേപ്പർ 1-ന്റെ കാര്യത്തിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഹിസ്റ്ററിയുടെ ഓപ്ഷൻസിന്റെ മെറ്റീരിയൽസ് നമ്മൾ എന്ത് റെഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏത് ഏരിയയിലൂടെ നോക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ പലർക്കും ഉണ്ടാകും. അപ്പൊ അതില് പ്രധാനമായിട്ടും നിങ്ങൾ സ്റ്റിക്ക് ചെയ്യേണ്ടത് 3 കാര്യങ്ങളാണ്. 3 കാര്യത്തിൽ 2 കാര്യങ്ങൾ നോക്കാനാണ്. ഫസ്റ്റ് നോക്കേണ്ട കാര്യം തന്നെയാണ് UPSCയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് തന്നെയാണ് എന്നുള്ളത്. ലാസ്റ്റ് 10 ഇയേഴ്സിലെ PYQs കൃത്യമായി പോയി കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും എന്താണ് പഠിക്കേണ്ടത് അല്ലെങ്കിൽ ഏത് രൂപത്തിലാണ് നമ്മൾ പോകേണ്ടത്. ഓക്കെ, ഒന്നാമത്തെ കാര്യം ഞാൻ ഓൾറെഡി അനാലിസിസ് ചെയ്ത് വെച്ചിട്ടാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 10 വർഷത്തെ PYQs വെച്ചുകൊണ്ട് അനാലിസിസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിലൂടെ ഓടിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഐഡിയ കിട്ടും ഏത് ടോപ്പിക്കിൽ നമുക്ക് കൂടുതൽ വെയിറ്റേജ് കൊടുക്കണം, എവിടെ നമുക്ക് ലെസ് വെയിറ്റേജ് കൊടുക്കണം എന്നൊക്കെയുണ്ട്. കൃത്യമായ ക്ലാരിറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടും. രണ്ടാമത്തെ കാര്യം, ടെക്സ്റ്റ് നിങ്ങൾക്ക് ടെക്സ്റ്റ് വായിക്കണം അല്ലെങ്കിൽ ടെക്സ്റ്റ് നോക്കണം എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ ഐ വുഡ് സേ ദിസ് കുഡ് ബി ഉമേന്ദ്രസിംഗിന്റെ History of Ancient and Early Medieval India from the Stone Age to the 12th Century എന്ന് പറഞ്ഞ പുസ്തകം
ഏകദേശം എല്ലാ ലൈബ്രറികളുണ്ട്, നമ്മുടെ ലൈബ്രറിയിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റും. ലീഡിംഗ് ആയിട്ടുള്ള എല്ലാ ബുക്ക് സ്റ്റാളുകളിലും നിങ്ങൾക്ക് അത് അവൈലബിൾ ആണ്. വളരെ കുറച്ചുകൂടെ ചീപ്പായിട്ട് കിട്ടുക. ശ്രദ്ധിക്കേണ്ട കാര്യം കോപ്പി ആണ് കിട്ടുന്നത് നോക്കിയാൽ മതി. പലപ്പോഴും പല പബ്ലിക്കേഷൻസും കോപ്പി പ്രൊവൈഡ് ചെയ്യുന്ന പല പേജുകൾ മിസ്സാകുന്നത് ശ്രദ്ധിക്കാറുണ്ട്. അപ്പൊ അത് ഓൺലൈൻ വാങ്ങുന്നതിൽ റിവ്യൂ വാങ്ങിച്ച് നോക്കിയതിനു ശേഷം മാത്രം ചെയ്യുക, പർച്ചേസ് ചെയ്യുക എന്നുള്ളത്. സോ ദിസ് ഇസ് മോർ ദാൻ ഇനഫ്. നിങ്ങൾക്ക് 12th സെഞ്ചുറി വരെയുള്ള ഒരു കാലഘട്ടത്തിൽ, early Indian വരെയുള്ള കാലഘട്ടത്തിൽ മറ്റൊരു ബുക്കും നിങ്ങൾ റെഫർ ചെയ്യേണ്ട ആവശ്യം ഇല്ല എന്നുള്ളതാണ്. ദിസ് ഇസ് നോട്ട് സിംഗിൾ ബുക്ക് ഈസ് മോർ ദാൻ ഇനഫ്. അത് തന്നെ നിങ്ങൾ അത്ര ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ട ആവശ്യമില്ല. ശ്രദ്ധിക്കുക, നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടല്ല പോകുന്നത്. നിങ്ങൾ ഡിഗ്രി എക്സാമിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ PG എക്സാമിന് വേണ്ടിയിട്ടോ അല്ല നിങ്ങൾ പോകുന്നത്. അതുകൊണ്ട് തന്നെ കാരണം ഈ ബുക്ക് പ്യൂർലി അക്കാഡമിക് ബുക്കാണ്. ഡിഗ്രി PG പഠിക്കുന്ന കുട്ടികളെ ഉദ്ദേശിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള പുസ്തകമാണ്, നോട്ട് ഫോർ ദി UPSC ആസ്പിറന്റ്. പക്ഷേ ചില ചാപ്റ്റേഴ്സ് നമുക്ക് ബിസിനസ് സിംഗിന്റെ ചാപ്റ്റേഴ്സ് ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. നമുക്ക് ഡിസ്കസ് ചെയ്യാം, ഏതൊക്കെയാണ് വഴി നമുക്ക് ഡിസ്കസ് ചെയ്യാം. പക്ഷേ ആസ് എ ഹോൾ ഒരു ഹോളിസ്റ്റിക് മാനറിൽ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് ആൻഡ് വൺ ആൻഡ് ഓൺലി സോഴ്സ് ആണ് ബിസിനസ് സിംഗ്. ഇനി കുറച്ചും കൂടെ നമുക്ക് ഡൈവേഴ്സ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കോമൺ മാൻ പെർസ്പെക്റ്റീവിലുള്ള കാര്യങ്ങൾ കിട്ടണമെന്നുണ്ടെങ്കിൽ you can refer the IGNOUന്റെ സെലക്ടഡ് ചാപ്റ്റേഴ്സ് ആൻഡ് മെറ്റീരിയൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാം. അതായത് ഡിഗ്രിയിലെയും PGയിലും അഥവാ ഡിഗ്രി PGയിലെ IGNOUന്റെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് PDF പിന്നെ നെറ്റിൽ അവൈലബിൾ ആണ്. ഈ ഹാർഡ് കോപ്പി തന്നെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 രൂപത്തിൽ ചെയ്യാൻ പറ്റും. ഒന്നിന്റെ റീജിയണൽ സെന്ററിൽ പോയി കഴിഞ്ഞാൽ ഹാർഡ് കോപ്പി കിട്ടും. അതല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും കോഴ്സിൽ എൻറോൾ ചെയ്യേണ്ടി വരും. കോഴ്സിൽ എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് എന്തെങ്കിലും പുസ്തകങ്ങളുടെ തപാലിൽ അയച്ചു തരും. ഹാർഡ് കോപ്പി വേണമെന്നുള്ളവർക്കാണ്. എല്ലാവരുടെ സംബന്ധിച്ചിടത്തോളം സോഫ്റ്റ് കോപ്പി ഫ്രീ ഓഫ് കോസ്റ്റ് ആയിട്ട് നെറ്റിൽ അവൈലബിൾ ആണ്. ഓക്കെ, സെലക്ടഡ് ചാപ്റ്റേഴ്സ് മാത്രമേ നമുക്ക് അവിടെ ആവശ്യമുള്ളൂ. ഓക്കെ ആണല്ലോ. സോ ദിസ് ഇസ് ഓൾ അബൌട്ട് ദി സോഴ്സസ്. ഓക്കെ, നമുക്ക് പേപ്പർ 1ന്റെ കാര്യം ഞാൻ പറഞ്ഞു. പേപ്പർ 2 ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അതിനെ കുറിച്ച് അവിടെ ചർച്ച ചെയ്യും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഈ ഒരു ആസ്പെക്ടിൽ ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ ഇത് ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി ബിസിനസ് വാങ്ങാൻ പറ്റുമെങ്കിൽ നല്ലതാണ്. ഓക്കെ, കാരണം എന്താണെന്ന് വെച്ചാൽ എന്തായാലും ജിസ്റ്റ് ഓഫ് ബിസിനസിന്റെ ജിസ്റ്റ് എടുത്ത് PDF എടുത്ത് അല്ലെങ്കിൽ ഷെയർ ചെയ്യണം. ചാപ്റ്റേഴ്സിന്റെ സമ്മറി ആയിട്ട് ചാപ്റ്റേഴ്സിന്റെ സമ്മറി ഇട്ട് അറ്റ്ലീസ്റ്റ് അതെങ്കിലും നിർബന്ധമായിട്ട് നോക്കണം. കാരണം ഈ പുസ്തകം കുറച്ചൊരു ബൾക്കി ആയിട്ടുള്ള പുസ്തകമാണ്. ഓക്കെ, അപ്ലിക്കേഷൻസിന്റെ ഈ പുസ്തകം കുറച്ച് ബൾക്കി ആയിട്ടുള്ള ബുക്കാണ്. ഏകദേശം ഒരു 800 അടുത്ത് പേജ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇത് എല്ലാം നമുക്ക് ആവശ്യമില്ല. ഇത് റെഫറൻസ് ബുക്ക് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഏതെങ്കിലും ഏരിയയിൽ കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ അവിടെ നോക്കാൻ വേണ്ടിയിട്ട്, കൂടുതൽ ഇൻസൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നോക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെയൊക്കെ കാര്യത്തിൽ റെഫറൻസ് ബുക്ക് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷെ വായിക്കുന്നത് നല്ല നാളാണ്. കാരണം നിങ്ങളുടെ GS1 വായിക്കണം. അതുപോലെ നമ്മുടെ GS ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്താണ്. കാരണം GS1ലെ മെയിൻസിലെ പല ക്വസ്റ്റ്യൻസും ബിസിനസ് പലപ്പോഴും കോട്ട് ചെയ്യാറുണ്ട്. ഒരു അറ്റ്ലീസ്റ്റ് ജിസ്റ്റെങ്കിലും ജിസ്റ്റെങ്കിലും 200-300 പേജ് സംഭവം. അപ്പൊ അതെങ്കിലും നിങ്ങൾ വായിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതാണ് ആവശ്യത്തിൽ പറയാനുള്ളത്. പക്ഷെ നിങ്ങൾക്ക് പേഴ്സണൽ കോപ്പി വാങ്ങി വെക്കുകയാണെങ്കിൽ ഒരിക്കലും നഷ്ടം എന്ന് പറയാൻ പറ്റില്ല. അത് എന്താണ്? ഓക്കെ, ക്ലിയർ ആണല്ലോ സോഴ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. നിങ്ങളുടെ ഡീറ്റെയിൽ ഡിസ്കഷനിലേക്ക് പോകുന്നതിന് മുമ്പ് PYQs ഒന്ന് നമുക്കൊന്ന് അനാലിസിസ് ചെയ്യണം. അതിന്റെ ഒരു മെത്തഡോളജി ഞാൻ ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഏത് ടോപ്പിക് എടുക്കുന്നതിന് മുൻപ് നമ്മൾ എന്ത് ചെയ്യും, PYQsയുടെ കൃത്യമായിട്ട് നമുക്ക് കടന്നു പോകും. കാരണം ഹിസ്റ്ററി പോലുള്ള ഒരു വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റിൽ നമുക്ക് സ്വീകരിക്കാൻ പറ്റുന്ന പ്രൂവൻ ആയിട്ടുള്ള സ്ട്രാറ്റജിയാണ് PYQs കൃത്യമായി പോകുക എന്നുള്ളത്. അറ്റ്ലീസ്റ്റ് 10 years PYQs പോയാൽ തന്നെ എവിടെ നമ്മൾ ഫോക്കസ് ചെയ്യണം, എവിടെ നമ്മൾ സ്റ്റിക്ക് ഓൺ ചെയ്യണം, ഏത് ഏരിയയിൽ നമ്മൾ അത്ര വെയിറ്റേജ് കൊടുക്കേണ്ട എന്നൊക്കെ തുടങ്ങിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ധാരണ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. സോ ഞാൻ ആ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. ആ അനാലിസിസ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻഡെപ്ത് കിട്ടും. ഓക്കെ, നോക്കൂ, നിങ്ങൾ ഇവിടെ കഴിഞ്ഞ 45 വർഷത്തെ ട്രെൻഡ് ഒന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്
forget about this aspect. നമുക്ക് ആവശ്യമില്ല. ഇവിടെ നമുക്ക് ഈ ഒരു ഭാഗം നമുക്ക് അത്ര ആവശ്യമില്ല. ബട്ട് യുപിഎസ്സിയുടെ ന്യൂ പാറ്റേൺ മുതൽ 2016 മുതൽ 15 മാർക്ക് 20 മാർക്ക് 15 മാർക്ക് 20 മാർക്ക് 15 മാർക്ക് 20 മാർക്കായിട്ട് ആകെ 2017 20 ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ എല്ലാ വർഷവും ഇതായിട്ട് ക്വസ്റ്റ്യൻസ് വ്യക്തമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അത് നിങ്ങൾ സ്റ്റാറ്റിക്സ് കാണിച്ചതോ ഒന്നെങ്കിൽ 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഈ വർഷം 2024 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ 2024 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ആർട്ടുമായി കഴിഞ്ഞ വീക്കിൽ നടന്ന മെയിൻസ് എക്സാമിനേഷനിലും ഹാരപ്പൻ ആർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. സോ ദാറ്റ് മീൻസ് ഹാരപ്പൻ സിവിലൈസേഷൻ പുതിയ പാറ്റേൺ വന്നതിന് ശേഷം ഹാരപ്പൻ സിവിലൈസേഷൻ എന്നുള്ളത് ഓപ്ഷൻസിൽ നിർബന്ധമായിട്ടും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഹാരപ്പൻ ഇൻഡസ് വാലിയിൽ ഹാരപ്പൻ നോക്കി കഴിഞ്ഞാൽ നിർബന്ധമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് എന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു അനാലിസിസ് നമ്മൾ തുടങ്ങുന്നത് ചെയ്യുന്നത്. അതിന് താഴോട്ട് നോക്കൂ, നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽ നിങ്ങൾ വാങ്ങിച്ച് നോക്കിയാൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരുന്നു റിപ്പീറ്റേഷൻ കാണാൻ പറ്റും. വെരി ബിഗിനിങ് 1979 ചോദിച്ച ക്വസ്റ്റ്യൻ 2002 വീണ്ടും ചോദിച്ചിട്ടുണ്ട്. 83 തൊണ്ണൂറ്റാറിൽ ചോദിച്ചിട്ടുണ്ട്, 86 92 ചോദിച്ചിട്ടുണ്ട്, 88 90 ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചു വന്നു. നമ്മുടെ പുതിയ പാറ്റേണിലേക്ക് വരുന്ന സമയത്ത് നോക്കൂ, ഇവിടെ ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. 2013 മുതൽ ഇങ്ങോട്ട് ശ്രദ്ധിക്കാം. വാട്ടർ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു 2013 ക്വസ്റ്റ്യൻസ് വന്നിരുന്നത്. വാട്ടർ മാനേജ്മെന്റ് ഏതായിരുന്നു ക്വസ്റ്റ്യൻസ്? ഡിസ്കസ് ദി വാട്ടർ മാനേജ്മെന്റ് ആൻഡ് ഇറ്റ്സ് കൺസർവേഷൻ പ്ലാനിംഗ് ഇൻ ദി ഹാരപ്പൻ സിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. എന്താണ് ഹാരപ്പൻ വാട്ടർ മാനേജ്മെന്റും അതുപോലെ തന്നെ കൺസർവേഷൻ പ്ലാനിംഗ് എന്തായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ചോദ്യമായിരുന്നു പതിവ് ചോദിച്ചത്. 2014 സമയത്ത് അവർ ഏരിയ മാറ്റി ഇക്കോണമിയിൽ എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചു. അത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരുന്നു. ഡു യു തിങ്ക് ദാറ്റ് the Harappan civilization had diversity of substance? So substance based അഥവാ അവരുടെ മോഡ് ഓഫ് സിസ്റ്റംസിൽ എന്തെങ്കിലും ഡൈവേഴ്സിറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നതായിരുന്നു ചോദ്യം ചോദിച്ചിരുന്നത്. എനിക്ക് ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. മോഡ് ഓഫ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എക്കോണമിയെ ബന്ധപ്പെട്ടുകൊണ്ടും എല്ലാ എക്കോണമിയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങൾ നമുക്ക് അല്ലെങ്കിൽ ഡൈവേഴ്സിറ്റി കാണാൻ പറ്റുന്നുണ്ടോ. 16 വന്ന സമയത്ത് ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട് ഈ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിട്ടുള്ളത്. അതായത് എക്സ്പ്ലെയിൻ why the majority of the non-Harappan settlements are located in the semi-arid areas with saline groundwater. എന്തുകൊണ്ടാണ് ഹാരപ്പൻ സെറ്റിൽമെന്റിന്റെ മെജോറിറ്റി ആയിട്ടുള്ള സിറ്റീസും സെമി അരിഡ് അല്ലെങ്കിൽ സലൈൻ ഗ്രൗണ്ട് വാട്ടർ ഉള്ള ഏരിയകളിൽ തന്നെ ലൊക്കേറ്റ് ചെയ്യാനുള്ള കാരണം? ലൊക്കേഷനെ കുറിച്ച് നിങ്ങൾക്ക് ഐഡിയ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്തുകൊണ്ട് മോസ്റ്റ് ഓഫ് ദ സിറ്റീസും ഈ ഒരു സെമി അരിഡ് റീജിയനിൽ മാത്രം പങ്കും? ഹാരപ്പൻ ഒറിജിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹാരപ്പൻ സെറ്റിൽമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഓപ്ഷൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള കാര്യമാണ്. സോ അതുകൊണ്ട് അത്ര ഈസി ആയിട്ടുള്ള കാര്യങ്ങളെ കൃത്യമായിട്ടുള്ള അനാലിസിസ് നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്താവുള്ളൂ ഇതിന്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുള്ളൂ. 18ലേക്ക് വന്ന സമയത്ത് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ആയിട്ടുള്ള ടോപ്പിക്കിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വേണ്ടിയിട്ട്. അത് അവിടെ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് വെച്ചു. ആർക്കിയോളജിക്കൽ സ്റ്റേറ്റ്മെന്റ് തരികയാണ് ചെയ്തത്. ആർക്കിയോളജിക്കൽ എവിഡൻസ് does not give that access to the possible social and political dimension of the decline of the Harappan civilization. What it does indicate very clearly is that the Harappan culture underwent a gradual process of deurbanization. Comment. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് ആ സ്റ്റേറ്റ്മെന്റിനോട് ചോദിക്കാം. അപ്പൊ ഒരു വലിയ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ബ്രേക്ക് ചെയ്യണം. എന്താ ചോദിച്ചിട്ടുള്ളത്? ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ. അപ്പൊ ഹാരപ്പൻ സിവിലൈസേഷനെ കുറിച്ച് മനസ്സിലാക്കാൻ ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ നമുക്ക് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടുന്നില്ല. ഇതിനെ കുറിച്ച് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഡയമെൻഷൻ ഹാരപ്പൻ സിവിലൈസേഷന്റെ പൊളിറ്റി പഠിക്കുന്ന സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. എന്തായിരുന്നു ഹാരപ്പൻ പൊളിറ്റി എന്താണ് എന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്ലിയർ കട്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്? നമുക്ക് അതിനുള്ള എവിഡൻസുകൾ നമ്മുടെ മുൻപിൽ ഇല്ല. അപ്പൊ ആ സാധനം വെച്ചിട്ടാണ് സ്റ്റേറ്റ്മെന്റ് ഫ്രെയിം ചെയ്തിട്ടുള്ളത്. ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഹാരപ്പന്റെ പൊളിറ്റിക്കൽ ഡയമെൻഷനോ അതുപോലെ തന്നെ ഡിക്ലൈൻ ഹാരപ്പൻ സിവിലൈസേഷൻ എങ്ങനെയാണ് ഡിക്ലൈൻ ചെയ്തത് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പറയാൻ പറ്റുന്നില്ല. പകരം what it does indicate very clearly that Harappan culture underwent a gradual process of deurbanization. പകരം നമുക്ക് എന്താ പറയാൻ പറ്റുന്നത്? ഹാരപ്പൻ ഡിക്ലൈൻ എന്നുള്ളത് ഗ്രാജുവലി
എന്ത് സംഭവിച്ചതാണ്? ഡി അർബനൈസേഷൻ സംഭവിച്ചതാണ് എന്നാണ് സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. കണ്ടാൽ നമുക്ക് വലിയ സ്റ്റേറ്റ്മെന്റ് ആണ് എന്നുള്ളത്. പക്ഷേ ക്വസ്റ്റ്യൻസ് നമ്മൾ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചോദിക്കുന്നുള്ളൂ? രണ്ട് കാര്യമാണ് ചോദിക്കുന്നത്. ഹാരപ്പൻ പൊളിറ്റിക്കൽ സോഷ്യൽ പൊളിറ്റിയെ കുറിച്ച് കൃത്യമായിട്ട് നമുക്ക് ആർക്കിയോളജിക്കൽ എവിഡൻസുകൾ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതുപോലെ തന്നെ ഉള്ള പ്രശ്നം എന്താണ്? നമുക്ക് ഹാരപ്പൻ ഡിക്ലൈൻ എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, പറയാൻ പറ്റുന്നില്ല. പകരം പറയാൻ പറ്റുന്ന എന്താണ്? ഡി അർബനൈസേഷൻ ആണ് അവിടെ നടന്നത് എന്നത്. ഇതാണ് സ്റ്റേറ്റ്മെന്റ് അവർ പറഞ്ഞത്. എന്നിട്ട് നിങ്ങളോട് കമന്റ് ചെയ്യാണ് പറഞ്ഞത്. അതായത് ഈ സ്റ്റേറ്റ്മെന്റിന്റെ വാലിഡിറ്റി ചെക്ക് ചെയ്യും. പറഞ്ഞത് ശരിയാണോ തെറ്റാണോ എന്നുള്ള വാലിഡിറ്റി ചെക്ക് ചെയ്യാനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ? ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്നത്. ഇവിടെ ഡയറക്റ്റീവ്സ് എന്താണ്? കമന്റ് ആണ്. 19ലേക്ക് വന്ന സമയത്ത് ഇക്കോണമിയുമായി ബന്ധപ്പെട്ടാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. Did the mastery over agriculture act as a leverage for the rise of urban towns and cities? അതായത് അഗ്രികൾച്ചർ എന്നുള്ളത് ഹാരപ്പൻ ടൗൺസിന്റെയും സിറ്റീസിന്റെയും ഉയർച്ചയ്ക്കുള്ള ഒരു ലിവറേജ്, നമ്മൾ പറയാൻ അതിനുള്ള ഒരു പുഷായിട്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു ചിന്ത പറയാൻ യെസ് ഉന്നമനത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഉയർച്ചയിലേക്കുള്ള ഒരു കാരണമായി വന്നത്. ഹാരപ്പൻ ടൗണും സിറ്റീസും എറേസ് ചെയ്യുന്നത് ബിക്കോസ് ഓഫ് ദി അഗ്രികൾച്ചർ. അതാണ് സംഭവം. അവിടെ അല്ലെ ക്വസ്റ്റ്യൻ ഡിമാൻഡ് ചെയ്യുന്ന കാര്യമാണ്. അതായത് ഹാരപ്പൻ സിറ്റികളും ടൗണുകളും എറേസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അഗ്രികൾച്ചറിനുള്ള ഒരു കോൺട്രിബ്യൂഷൻ കൊണ്ടാണ്. അത് നിങ്ങൾ ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഡിസ്കസ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് അതിന് രണ്ട് വശവും പറയാൻ പറ്റും. അതായത് അഗ്രികൾച്ചർ കൊണ്ട് തന്നെയാണ്, അതല്ല മറ്റു ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നു എന്നൊക്കെ നമുക്ക് കൊണ്ടുപോകും. എന്താ സംഭവിച്ചത്? ലേക്ക് വരുന്ന സമയത്ത് ഇക്കോണമിയുമായി ബന്ധപ്പെട്ടാണ് ക്വസ്റ്റ്യൻസ് വന്നത്. അതല്ലേ ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, 21ലേക്ക് വരുന്ന സമയത്ത് 20 ക്വസ്റ്റ്യൻ ചോദിച്ചില്ല. 21ലേക്ക് വരുന്ന സമയത്ത് ഒറിജിൻ ആൻഡ് ഡിക്ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ക്വസ്റ്റ്യൻ വന്നിരുന്നത്. സോ ഡു യു എഗ്രി ദാറ്റ് ഇക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ ഫ്ലോ ആൻഡ് ദി ഡെവലപ്മെന്റ് ഓഫ് ദി ഹാരപ്പൻ സിവിലൈസേഷൻ? അതായത് ഹാരപ്പൻ സിവിലൈസേഷന്റെ ഗ്രോത്ത് ആൻഡ് ചേഞ്ചസിനെ ഇക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അത് നിങ്ങളോട് കമന്റ് ചെയ്യാനാണ് പറഞ്ഞത്. ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ ഇല്ല എന്ന് നിങ്ങൾക്ക് പറയാം. ഓക്കെ, നിങ്ങൾക്ക് ഒരു പൊസിഷൻ എടുക്കാൻ പറ്റും. കാരണം ഡു യു എഗ്രി എന്നാ ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എഗ്രി ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഓക്കെ,
ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ കണ്ടോ 2022 അഗൈൻ ഇതിന്റെ ഒരു വേറെ രൂപത്തിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. തൊട്ടടുത്ത വർഷം എന്താണ്? The urban character of the Harappan civilization was a result neither of any outside influence or sudden act, but a gradual evolution of regional socio-economic factors. Comment. അതായത് അർബൻ ക്യാരക്ടർ ഓഫ് ഹരപ്പൻ സിവിലൈസേഷൻ അഥവാ ഇത് മറ്റൊരു അർത്ഥത്തിൽ ചോദിച്ചിട്ടാണ്. അതായത് ഹരപ്പൻ സിവിലൈസേഷന്റെ ഒറിജിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇവിടെ അർബൻ ക്യാരക്ടർ എന്നവർ പറഞ്ഞത് മാത്രം. ഹരപ്പൻ സിവിലൈസേഷന്റെ ഒരു വളർച്ച അല്ലെങ്കിൽ അതിന്റെ ഒരു ഗ്രോത്ത് എന്നുള്ളത് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഔട്ട്സൈഡ് സോഴ്സിന്റെ ഇൻഫ്ലുവൻസും അല്ല, സഡൻ ആക്ട് കൊണ്ടും അല്ല, പകരം എന്താണ്? ഒരു ഗ്രാജുവൽ എവല്യൂഷൻ കൊണ്ട് സംഭവിച്ച കാര്യമാണ്. എന്നിട്ട് നിങ്ങളോട് പറഞ്ഞാണ് കമന്റ് ചെയ്യാൻ എന്ന്. എന്ത് ചെയ്യാം? ഒന്നെങ്കിൽ ഇത് ഇങ്ങനെയാണെന്ന് പറയാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊസിഷൻ എടുത്ത് പറയാം. അതായത് ഇവിടെ എത്ര ഉള്ളൂ? ഒറിജിൻ തിയറിയുമായി ബന്ധപ്പെട്ടു. കാരണം 2020 ശേഷമാണ് ഈ ഹിസ്റ്ററിയിൽ ഡിബേറ്റുകൾ നടക്കുന്നത് ഒറിജിനുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അപ്പൊ ആ ഡിബേറ്റുകൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് 21-ലും 22-ലും ഒറിജിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത് എന്നുള്ളതാണ്. ഇവിടെ GS ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. എന്ത് തിയറികൾ അഥവാ ആകെ കുറച്ച് തിയറി മാത്രമേ ഹിസ്റ്ററിയിൽ ഉള്ളൂ. അഥവാ തിയറി എന്ന് പറഞ്ഞാൽ ഡിബേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തിയറികളാണ്. ഹിസ്റ്ററിയിൽ എപ്പോഴെങ്കിലും ഡിബേറ്റ് നടക്കുന്നുണ്ടെങ്കിൽ ആ ഡിബേറ്റുകൾ എന്താണ് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. നമുക്ക് പേപ്പർ 1-ൽ ആകെ 2 ഡിബേറ്റുകളായിരുന്നു പ്രധാനമായിട്ടും, 2-3 ഡിബേറ്റുകൾ. അതിൽ ഒന്നാമത്തെ ഡിബേറ്റ് ഇൻഡസ് വാലിയിലാണ് നടക്കുന്നത്. പിന്നെ മച്ച് ലേറ്ററിലാണ് ഫ്യൂഡലിസത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്താണ് പ്രധാനമായിട്ടും ഡിബേറ്റ് നടക്കുന്നത്. അതിൻ്റെ ഇടയിലൊന്നും ഡിബേറ്റുകളില്ല, ആകെ ഡിസ്കഷൻസ് മാത്രമാണ് ഉള്ളത്. ചില വ്യൂ പോയിന്റിലും സ്റ്റുഡൻസ് തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും, ഡിബേറ്റുകൾ നടക്കുന്നില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ഇൻഡസ് വാലിയിലാണ് മെയിൻ ആയിട്ട് ഡിബേറ്റ് നടക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എവിഡൻസുകൾ ഇപ്പോഴും പൂർണ്ണമായിട്ട് കിട്ടിയിട്ടില്ല. സ്റ്റിൽ റിസർച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ ഫൈൻഡിങ്സ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആൾക്കാർ എന്ത് ചെയ്യും? പുതിയ ആഡ് ഓൺ നോട്ട്സുകൾ ഇങ്ങനെ ആഡ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളത്. അപ്പം കഴിഞ്ഞ സെപ്റ്റംബറിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, ഈ കഴിഞ്ഞ സെപ്റ്റംബറിൽ നമ്മുടെ IKS അഥവാ ഇൻഡിക് നോളജ് സിസ്റ്റം എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പുതുതായിട്ട് സെക്കൻഡ് മോഡി ഗവൺമെന്റ് വന്നതിന് ശേഷം നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇൻഡിക് നോളജ് സിസ്റ്റം, IKS എന്ന് പറയുന്നത്. ഇൻഡിജിനസ് ആയിട്ടുള്ള നോളജ് സിസ്റ്റത്തെ പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും അവർ ആനുവൽ കോൺഫറൻസ് നടക്കാറുണ്ട്. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ കോൺഫറൻസ് ഈ സെപ്റ്റംബറിലാണ് നടന്നത്. ഈ വർഷത്തെ കോൺഫറൻസ് കഴിഞ്ഞ സെപ്റ്റംബറിലാണ് നടന്നത്. അപ്പൊ അവിടെ ഒരു പേപ്പർ പ്രസന്റ് ചെയ്ത സമയത്ത് DNA വെച്ചുകൊണ്ട് അഥവാ നമ്മുടെ ഹരപ്പൻ സിവിലൈസേഷനിലെ DNA വെച്ചുകൊണ്ട് ഹരപ്പൻസിന്റെ ഒറിജിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ഡിസ്കഷൻസ് ഒക്കെ നടത്തിയിരുന്നു. ഇപ്പൊ നമുക്ക് ആകെ 2 DNA ടെസ്റ്റ് മാത്രമേ ഇതുവരെ പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. ഒരു 5000 years ആയിട്ടുള്ള ഒരു ലേഡിയുടേതും അതുപോലെ തന്നെ മറ്റൊരു സ്കെൽട്ടൺ, 2 സ്കെൽട്ടൺസ് മാത്രമേ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ ഹരപ്പൻ ബോഡി തന്നെയാണ് എന്നത്. എനിവേ, അപ്പോ റീസെന്റ് ആയിട്ട് ഇങ്ങനെയൊക്കെ ഡെവലപ്മെന്റുകൾ നടക്കുന്നുണ്ട് എന്ന് ജസ്റ്റ് പറയാൻ വേണ്ടി മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒറിജിൻ തിയറികൾ ഒരു അടുത്തൊരു 10 വർഷക്കാലത്തേക്ക് എന്തായിരിക്കും UPSC സംബന്ധിച്ചിടത്തോളം ഒരു ഹോട്ട് ടോപ്പിക് ആയിരിക്കും എന്നുള്ളതാണ്. കാരണം ഇതാണ് ഒരു അപ്ഡേറ്റ്സ് നടക്കുന്ന ഒരു മേഖല എന്നുള്ളത്. വേറെ ഒരു കറണ്ട് അഫയേഴ്സും ഇതിലേക്ക് വരാനില്ല. റീസെന്റ് അപ്ഡേറ്റ് നടക്കുന്ന ഒരു മേഖല ഇതായതുകൊണ്ടാണ്. 2023 ചോദിച്ചത് ഹരപ്പൻ ഫീച്ചേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു. 15 മാർക്കിന്റെ ക്വസ്റ്റ്യൻ. ദ ഇൻഡസ് സരസ്വതി കൾച്ചറൽ സോൺ എക്സിബിറ്റഡ് ബോത്ത് ഹോമോജിനിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. ഡിസ്കസ്. അഥവാ ഇൻഡസ് സരസ്വതി കൾച്ചറൽ സോൺ അഥവാ ഹരപ്പൻ സോൺ എക്സിബിറ്റ് ചെയ്യുന്നുണ്ട് ഹോമോജിനിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. അഥവാ ഹരപ്പൻ സിവിലൈസേഷനിൽ നിങ്ങൾക്ക് ഹോമോജിനിറ്റിയും ആസ് വെൽ ആസ് ഹെട്രോജിനിറ്റിയും അല്ലെങ്കിൽ ഹോമോജിനിറ്റിയും ഡൈവേഴ്സിറ്റിയും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതാണ് ഡിസ്കസ് ചെയ്യാൻ ചോദിച്ചത്. ഹരപ്പൻ സിവിലൈസേഷന്റെ ഫീച്ചർ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സിമിലർ ആയിട്ടുള്ള പാറ്റേൺ ചില സ്ഥലത്ത് ഫോളോ ചെയ്യുന്നതായി കാണാൻ സാധിക്കും. എന്നാൽ ആ സിമിലാരിറ്റി അല്ലാത്ത കുറെ പാറ്റേൺസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഉണ്ടോ ഇല്ലേ? യെസ്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത് എന്നുള്ളത്. ഇതാണ് കഴിഞ്ഞ ഒരു 10 വർഷത്തെ ക്വസ്റ്റ്യൻസ് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളത്. ഈ കഴിഞ്ഞ 10 വർഷത്തെ ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്തും ചില ഏരിയകൾ റിപ്പീറ്റ് ചെയ്യുന്നത് കണ്ടോ നിങ്ങൾ? ഇക്കോണമി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് കണ്ടോ? ഉണ്ടോ ഇല്ലേ? യെസ്. ഒറിജിൻ തിയറി റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. ക്വസ്റ്റ്യൻസിന്റെ രൂപം മാറുന്നുണ്ട്, പക്ഷെ ടോപ്പിക് എന്താകുകയാണ്? റിപ്പീറ്റ് ചെയ്തുകൊണ്ട് വരികയാണ് എന്നുള്ളതാണ്. സോ ദ പോയിന്റ് ഈസ് അറ്റ്ലീസ്റ്റ് ഈ 2 ടോപ്പിക് എങ്കിലും നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ വീണ്ടും ക്വസ്റ്റ്യൻസ് ഇതിൽ നിന്നും കണക്ട് ചെയ്തുകൊണ്ട് ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട് എന്നതാണ്. ഡസിൻ മീൻ ബാക്കിയുള്ള ഏരിയകൾ എന്താക്കേണ്ട ആവശ്യമില്ല, നോക്കണ്ട എന്നല്ല പറയുന്നത്.
പക്ഷെ ഇത് എന്തോ ഒരു വെയിറ്റേജ് UPSC എന്താക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട് എക്കണോമിക്കും ഒറിജിൻ തിയറിക്കും. അതുപോലെ തന്നെ ഡിക്ലൈനും കൂടെ വരാനുണ്ട്. ഒറിജിൻ തിയറി പോലെ തന്നെയാണ് ഡിക്ലൈൻ തിയറി എന്നത്. ഇതുവരെ ചോദിച്ചിട്ടില്ല, പക്ഷെ ഹൈലി പ്രോബിലിറ്റി ഉള്ള കാര്യമാണ്. ഡിക്ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടും ക്വസ്റ്റ്യൻസിന് ചോദിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ആ ഒരു ഏരിയയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കണം എന്നുള്ളതാണ് ഈ ഒരു അനാലിസിസിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ആ ഒരു അനാലിസിസ് നിങ്ങളുടെ ആദ്യം തന്നെ പരിചയപ്പെടുത്താമെന്ന് കരുതിയതാണ്. അനാലിസിസ് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ കിട്ടും നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ എന്ത് നോക്കണം, എങ്ങനെ നോക്കണം എന്നുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഡിസ്കഷനിലേക്ക് തിരിച്ചു വരാം. ഇന്ന് സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഞാനൊരു മോക്ക് ആൻസർ റൈറ്റിംഗ് കാണിച്ചു തരാം, എങ്ങനെയാണ് ഓപ്ഷൻ സെൻട്രിക് ആയിട്ട് നമുക്ക് ആൻസർ എഴുതാം. ഓപ്ഷൻ സെൻട്രിക്കിലും GS1 പ്രത്യേകിച്ച് വലിയ മാറ്റങ്ങളൊന്നുമില്ല. ചെറിയൊരു സ്ലൈറ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ചിൽ മാത്രമേ മാറ്റം വരുന്നുള്ളൂ. ബാക്കി എല്ലാം എന്താണോ നമ്മൾ GS വേണ്ടിയിട്ട് എഴുതി പരിചയിച്ചത്, ഇത് സെയിം മെത്തേഡ്, സെയിം രൂപം തന്നെയാണ് നമുക്ക് ഓപ്ഷൻസിൽ നമുക്ക് എഴുതേണ്ട രൂപം എന്ന്. സോ ഇതായിരുന്നു 2024 ഇപ്പൊ കഴിഞ്ഞ എക്സാമ്പിൾ ചോദിച്ചോളൂ. ഹരപ്പൻ ആർട്ട് contributes to our understanding of their aesthetic sensibilities in addition to spiritual and ritualistic life. കമന്റ് എന്ന രൂപത്തിലാണ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരുന്നത് എന്നുള്ളതാണ്. ഹരപ്പൻ ആർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു അനാലിസിസ് നിങ്ങൾക്ക് അറിയാമോ എന്നുള്ളതായിരുന്നു ചോദിച്ചിരുന്നത്. ഹരപ്പൻ ആർട്ട് രണ്ട് കാര്യങ്ങളാണ്, എസ്തെറ്റിക് സെൻസിബിലിറ്റിയെയും അതുപോലെ തന്നെ സ്പിരിച്വൽ ആൻഡ് റിച്വലിസ്റ്റിക് ആയിട്ടുള്ള ലൈഫിനെയും ആണോ ഹരപ്പൻ ആർട്ട് റിസംബിൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. ഹരപ്പൻ ആർട്ട് ആൻഡ് കൾച്ചർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ബോധ്യപ്പെടുകയും ചെയ്യും എന്താണ് ഹരപ്പൻ ആർട്ടിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ചില ഐഡിയകൾ നിങ്ങൾക്ക് ഉണ്ടാകും. ഹരപ്പൻ ആർട്ടിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ചില ഇമേജുകൾ ഉണ്ട് അല്ലേ? എന്തൊക്കെ ഇമേജുകളാണ് നിങ്ങൾ മനസ്സിലേക്ക് വരുന്നത്? ഡാൻസിങ് ഗേൾ എന്നുള്ളൊരു കാര്യം വരുന്നുണ്ട്. ടെറാക്കോട്ട ഫിഗേഴ്സ് വരുന്നില്ലേ? ടോയ് കാർഡ്സുകൾ വരുന്നില്ലേ? ഓർണമെന്റ്സുകൾ വരുന്നില്ലേ? ഓക്കെ, അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് വേണം നമ്മൾ അത് എസ്തെറ്റിക് സെൻസിബിലിറ്റി മാത്രമാണോ അതല്ല സ്പിരിച്വൽ ആൻഡ് റിച്വലിസ്റ്റിക് ലൈഫിലേക്ക് എന്തെങ്കിലും സീൽസ് ഒക്കെ നമുക്ക് കൊണ്ടുവരേണ്ടതാണ്, സീൽസും സിമ്പിൾസും ഒക്കെ ഇതിൽ കൊണ്ടുവരേണ്ടതാണ്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്താക്കേണ്ടത്, ഹരപ്പൻ ആർട്ട് എസ്തെറ്റിക് സെൻസിബിലിറ്റി പ്ലസ് സ്പിരിച്വൽ ആൻഡ് റിച്വലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങളിലേക്കുള്ള ചില തെളിവുകൾ നമുക്ക് കിട്ടുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പം ലാസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിലേക്ക് കൂടുതലായിട്ട് പോകുന്നു. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമായതുകൊണ്ടാണ് അതിലേക്ക് പോകുന്നത്. ഓക്കെ, സോ നമുക്കിത് ടോപ്പിക്കിലേക്ക് പോവുകയാണ്. സോ ഇൻഡസ് വാലി സിവിലൈസേഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ എന്താണോ നമ്മൾ GS1 പഠിച്ചത് സെയിം ടോപ്പിക് തന്നെയാണ് ഇവിടെ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പക്ഷെ അവിടെ നമ്മൾ വെയിറ്റേജിൽ ചെറിയ മാറ്റം വരും എന്ന് മാത്രം. We should talk about the origin of the Indus Valley civilization. Then time and phase നെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണം. ജിയോഗ്രഫിക്കൽ സ്പ്രെഡിനെ കുറിച്ച് പറയാനുണ്ട്. എന്തുകൊണ്ട് സിവിലൈസേഷൻ എന്ന് വിളിക്കുന്നു നമ്മൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫീച്ചേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇക്കോണമി ആൻഡ് സോഷ്യൽ പാറ്റേണിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. പൊളിറ്റിക്കൽ ഓർഗനൈസേഷനെ കുറിച്ച്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റിനെ കുറിച്ച്, സോഷ്യോ റിലീജിയൻ ലൈഫ്, ഡിക്ലൈൻ ആൻഡ് തിയറി. സോ ഇതാണ് സമ്മറി. പക്ഷെ ഇത് GS1 സെയിം സാധനം തന്നെയാണ് നമ്മൾ എന്താക്കിയിട്ടുള്ളത്, GS1 ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ നമ്മൾ എന്താ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ പറയപ്പെട്ട ഏരിയകളിലുള്ള ചില ഏരിയകൾ നമ്മൾ എന്ത് ചെയ്യും, വെയിറ്റേജ് കൊടുത്തുകൊണ്ട് ഡിസ്കസ് ചെയ്യും. GS1 പഠിച്ച ആ ഒരു സാധനം ഓൾറെഡി നിങ്ങളുടെ കയ്യിലുണ്ട് ഇല്ലേ? നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഉള്ളൊരു കാര്യമാണ് എന്ത്, GS1 എന്താണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ എന്നുള്ളതിനെ കുറിച്ച് ഒരു കോംപ്രഹെൻസീവ് ആയിട്ട് നിങ്ങളുടെ മുൻപിലുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് തന്നെയാണ്, ഇനി അങ്ങോട്ടുള്ള ക്ലാസ്സുകളിൽ ഏത് ടോപ്പിക് ആണോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആ ടോപ്പിക്കിന്റെ GS1 ഭാഗമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് വായിക്കണം. വായിച്ചൊന്ന് ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽ ഡിസ്കഷൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതൽ യൂസ്ഫുൾ ആകും എന്നുള്ളതാണ്. ഓൾറെഡി നിങ്ങൾ റിവിഷൻ നടക്കും. അപ്പൊ രണ്ട് കാര്യമാണ്, ഒന്ന് നിങ്ങളുടെ റിവിഷൻ കൂടെ നിങ്ങൾ അറിയാതെ നടക്കും, GS1 വേണ്ടിയുള്ള റിവിഷൻ കൂടെ അവിടെ നടക്കും. ആൻഡ് ഇറ്റ് വിൽ ബി മോർ ഹെൽപ്ഫുൾ ഇൻ ദി ഓപ്ഷണൽ ആസ് വെൽ. ഓക്കെ, ഫൈൻ. ഓൺലൈനിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇൻഡിവിജ്വലി ചോദിക്കാം, അല്ലെങ്കിൽ അവസാനം നിങ്ങൾക്ക് ചാൻസ് തരാം. ഫൈൻ. സോ ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ പോവുകയാണ്. ഒരു കാര്യം ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, എവിടെ നിന്നാണ് ഇൻഡസ് വാലി സിവിലൈസേഷന്റെ സ്റ്റാർട്ടിങ് എന്നുള്ളത്. നെയിം ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ
ഈ ഭാഗത്ത് ഞാൻ കൂടുതലായിട്ട് പോകുന്നില്ല. ബ്രോൺസ് ഏജ് സിവിലൈസേഷന്റെ ഭാഗമായിട്ട് ലോകത്ത് വന്ന 4 സിവിലൈസേഷൻസിൽ നമ്മുടെ ഇൻഡസ് വാലിയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്താണ്. അർബൻ ആയിരുന്നു, ലിറ്ററേറ്റ് ആയിട്ടുള്ള സൊസൈറ്റി ആയിരുന്നു, റിവർ വാലിയുടെ സെന്റേഴ്സ് ആയിട്ടാണ് വന്നത്, അഗ്രികൾച്ചർ ബേസ്ഡ് ആയിട്ടാണ് സിവിലൈസേഷൻ ഡെവലപ്പ് ചെയ്ത് വന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഡെൻസ് പോപ്പുലേഷൻ അതിലേക്ക് വരാനുള്ള കാരണം എന്താണ്? അഗ്രികൾച്ചർ സെന്ററിക് ആയിട്ടുള്ള സൊസൈറ്റി ആയതുകൊണ്ടായിരുന്നു എന്നുള്ളതാണ്. ഫ്രീ ഇൻഡിവിജ്വൽസ് ആയിരുന്നു അവരെല്ലാം ഡിസ്കസ് ചെയ്ത കാര്യമാണ്. There are many groups and specialists, സ്ക്രൈബേഴ്സിനെ പോലെയുള്ള, ആർട്ടിസൻസിനെ പോലെയുള്ള, അതുപോലെ തന്നെ ക്രാഫ്റ്റ് മേക്കേഴ്സ് ആയിട്ടുള്ള, അങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള സ്പെഷ്യലിസ്റ്റുകൾ ആ സൊസൈറ്റി ഉണ്ടായിരുന്നു എന്ന് കണ്ടു. ദെൻ ലാർജ് സിറ്റികളുടെ ഒരു പിന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. ഫൈൻ. അപ്പോ ഈ ഒരു കാര്യം നമ്മൾ ഓൾറെഡി GS1 ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. ഇതിൽ ചില ഫീച്ചേഴ്സ് നമുക്ക് ഇനി ഓപ്ഷൻസിൽ നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാനുണ്ട് എന്നുള്ളതാണ്. സോ ഹരപ്പൻ ഡിസ്കവറിയുമായി ബന്ധപ്പെട്ടുള്ള ബ്രീഫ് ഡിസ്കഷൻ നമ്മൾ നടത്തിയതാണ്. 1826 ആദ്യമായിട്ട് ചാൾസ് മേസൺ ഇതിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ, അത് ഹരപ്പനാണെന്ന് കണ്ടെത്താൻ പറ്റിയിട്ടില്ല, ബട്ട് സ്റ്റിൽ ഹരപ്പയെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു ഐഡിയ കിട്ടുന്നത് 1826 മാത്രമാണ്. പിന്നീട് അലക്സാണ്ടർ കണ്ണിംഗ്ഹാമിന്റെ വരവ് വരുന്നു. ദെൻ 1871 അദ്ദേഹം ASCയിൽ ബോസ് ആകുന്നു. അതിനുശേഷമാണ് കൂടുതലായിട്ടുള്ള പഠനങ്ങൾ നടക്കുന്നത്. ആൻഡ് ഫൈനലി 1921 ഹിസ്റ്ററിയിലേക്ക് പോകല്ല, ധാരാളം സാധനം എക്സ്കവേറ്റ് ചെയ്യുന്നു. ദെൻ സീരിയസ് ആയിട്ടുള്ള എക്സ്കവേഷൻസ് ഓവർ ദ ഇയേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നു. 2020 വരുന്ന സമയത്താണ് ഉണ്ടാകുന്നത് ഡിബേറ്റ് ഓൺ ദി ഒറിജിൻ. അപ്പൊ 2020 ഈ ഒറിജിനുമായി ബന്ധപ്പെട്ട ഡിബേറ്റുകൾ ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് 21 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടില്ലേ, 21 22 ഒറിജിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള കാരണം ഈ ഒരു കോൺടെക്സ്റ്റിലാണ് എന്നുള്ളതാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതൊന്നും കൂടുതൽ ഡിസ്കഷന്റെ ആവശ്യമില്ല. ഓക്കെ, ഇവിടെ അങ്ങോട്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇവിടെയാണ് നമ്മുടെ ഒരു ഈ ഒരു സെഗ്മെന്റിലെ തന്നെ ഒരു ഡിഫിക്കൽട്ട് പാർട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാരണം ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ആദ്യമായി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ്. കാരണം ഇത്രയും ബുദ്ധിമുട്ടുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാനില്ല. കാരണം ഇതിൽ ആകെ ബുദ്ധിമുട്ടുള്ള ഭാഗം എന്താണ്? തിയറിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നുള്ളത്. അതിൽ കൂടുതൽ കൺഫ്യൂഷൻ ഒന്നും അവിടെ വളരെ സിംപ്ലിഫൈ ചെയ്തുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഒറിജിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായിട്ടും 3 തിയറികളാണുള്ളത്. ഒന്ന് ഹാരപ്പൻ എന്ന് പറഞ്ഞ പ്രീ പ്രോട്ടോ ഹാരപ്പൻ കൾച്ചേഴ്സ് ഉണ്ട്. അതായത് ഹാരപ്പൻസിന് കൃത്യമായിട്ടൊരു ഭൂതകാലമുണ്ട്, ഒരു മുൻകാലമുണ്ട്. ആ മുൻകാലത്തെ കടന്നിട്ടാണ് ഹാരപ്പൻ ഫേസ് വന്നത്. പ്രീ ആൻഡ് പ്രോട്ടോ ഫേസ് കഴിഞ്ഞിട്ടാണ് ഹാരപ്പൻ ഫേസ് വന്നത് എന്നുള്ളതാണ് ഒരു തിയറി. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് GS വളരെ ബ്രീഫായിട്ട്. രണ്ടാമത്തെ തിയറിയാണ് കോംപ്രമൈസ് തിയറി എന്നുള്ളത്. മൂന്നാമത്തെ തിയറിയാണ് ഫോറിൻ ഒറിജിൻ എന്നുള്ളത്. ഓരോന്നും നമുക്ക് ഡിസ്കസ് ചെയ്യാം ഡീറ്റെയിൽ ആയിക്കോട്ടെ. അപ്പൊ ഇങ്ങനെ 3 തിയറികളാണ് നമുക്ക്. അപ്പൊ എന്താണ് ഈ തിയറി എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എവിടെ പറഞ്ഞിട്ടില്ല, നമ്മുടെ GS ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞിട്ടില്ല. അതാണ് നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത്. മൂന്നേ കാര്യമേ ഉള്ളൂ. ഇങ്ങനെയാണ് ഹാരപ്പൻസ് അവരെങ്ങനെ ഒറിജിൻ ചെയ്തു. അവിടെ 3 തിയറികൾ. ഒന്നാമത്തെ തിയറി പറയുന്നത് എന്താണ്? അവർക്ക് കൃത്യമായിട്ടൊരു പാസ്റ്റ് ഉണ്ട്. ഒരു പാസ്റ്റിന്റെ അഥവാ പ്രീ ഹിസ്റ്റോറിക് കൾച്ചറുമായിട്ട് കണക്ട് ചെയ്യാണ് അവിടെ ചെയ്യുന്നത്. പ്രീ ഹിസ്റ്റോറിക് കൾച്ചറിന്റെ കണ്ടിന്യൂസ് ആയിട്ടാണ് ആര് വന്നത്? ഹാരപ്പൻസ് വന്നത്. അതാണ് ഒരു തിയറി. രണ്ടാമത്തെ തിയറി പറയുന്നത് അങ്ങനെയൊന്നല്ല, അവർ പുതിയ ഒരു സൊസൈറ്റി ഡെവലപ്പ് ചെയ്തതാണ് ഫ്രം ദി ഫോറിൻ ഇൻഫ്ലുവൻസ്. അഥവാ മെസപ്പൊട്ടോമിയയിൽ നിന്നും അല്ലെങ്കിൽ സെൻട്രൽ ഏഷ്യയിൽ നിന്നൊക്കെയുള്ള ഇൻഫ്ലുവൻസിന്റെ ഭാഗമായിട്ട് വന്നതാണ് എന്നാണ് രണ്ടാമത്തെ തിയറി പറയുന്നത്. മൂന്നാമത്തെ തിയറിക്കാർ പറയുന്നത് ഫോറിൻ ഇൻഫ്ലുവൻസ് ഒന്നുമില്ല, അവരെന്താണ് ഇൻഡിജിനസ് ആയിട്ട് തന്നെ ഇവോൾവ് ചെയ്തു വന്ന ഒരു പുതിയ സൊസൈറ്റിയാണ് എന്നത്. ഇതാണ് തിയറിയുടെ ക്രക്സ്. ബേസിക് ഔട്ട്ലൈൻ കിട്ടിയല്ലോ. 3 തിയറികൾ. ഒന്ന് പറയുന്നു പ്രീ ആൻഡ് പ്രോട്ടോ ഫേസിലൂടെ കടന്നു വന്ന് ഹാരപ്പൻ ഫേസിലേക്ക് എത്തി എന്നുള്ള പ്രീ ഹിസ്റ്റോറിക്കിനെ കണക്ട് ചെയ്തു. രണ്ടാമത്തെ തിയറി പറയുന്നത് ഫോറിൻ ഇൻഫ്ലുവൻസ് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ട് ഒരു സൊസൈറ്റി ഇവിടെ ഡെവലപ്പ് ചെയ്തു വന്നതാണ് എന്ന്. മൂന്നാമത്തെ തിയറി പറയുന്നത് ഇൻഡിജിനസ് ആയിട്ട് തന്നെ അവർ എന്ത് ചെയ്താണ് ഇവിടെ വന്നതാണ്. അഥവാ പ്രീ ഹിസ്റ്റോറിക്കുമായിട്ട് ഒരു കണക്ഷനും ഇല്ല, ഒരു പുതിയൊരു സൊസൈറ്റി ഈ കാലഘട്ടത്തിൽ അങ്ങ് ഇവോൾവ് ചെയ്തു വന്നതാണ്. ക്ലിയർ ആണല്ലോ? ഇനിയാണ് ഇതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് നമ്മൾ പോകുന്നത്. അതെ, യെസ്. അതായത് ഫസ്റ്റ് തിയറി മൂന്നാം തിയറി വ്യത്യാസം വരുന്നത് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് തിയറിക്കാർ പറയുന്നതാണ്
പ്രീ ഹിസ്റ്റോറിക് കൾച്ചറുമായിട്ട് നമ്മൾ പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക്, ചൈനോലിത്തിക്, പ്രീ ഹാരപ്പൻ ഫേസ്, പ്രോട്ടോ ഹാരപ്പൻ ഫേസ്, ഹാരപ്പൻ ഫേസ്, ഇങ്ങനെ കൃത്യമായിട്ടൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ഹാരപ്പൻസ് വന്നത് എന്ന്. ഇൻഡിജിനസ് തിയറിക്കാർ അങ്ങനെയല്ല. നിങ്ങൾ പ്രീ ഹിസ്റ്റോറിക് കൾച്ചറും ഹാരപ്പനുമായിട്ട് അങ്ങനെ കണക്ട് ചെയ്യാൻ നോക്കണ്ട. കാരണം അങ്ങനെ കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ നമുക്കില്ല. കാരണം എൻറ്റയർലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ടീമാണ് അവിടെ വന്നത്. അതാണ് അവരുടെ ആർഗ്യുമെന്റ് തന്നിരുന്നത്. അത്രയുള്ള സംഭവം. ഇനി അതിൽ ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒറ്റ കാര്യമുള്ളൂ. ഇത് ഒന്ന് രണ്ട് ഹിസ്റ്റോറിയൻസിനെ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു കോണ്ടെക്സ്റ്റ്, കാരണം തിയറി പറയുന്ന സമയത്ത് ഒന്ന് രണ്ട് ഹിസ്റ്റോറിയൻസിനെ നമ്മൾ എന്ത് ചെയ്യണം എന്നിവിടെ മനസ്സിലാക്കണം. ഇത് ആരാണ് ഇത് മുന്നോട്ട് വെച്ച ഈ ഒരു കാര്യം എന്ന്. അപ്പൊ അതിൽ ഒന്നാമത്തെ ഒരു വ്യൂ പോയിന്റ് ആണ് ആര്യൻ തിയറി എന്നുള്ളത്. അതായത് ആര്യൻസ് ആണ് ആക്ച്വലി ആര് ഹാരപ്പൻസ് എന്നുള്ളത്. ഓക്കെ, അതാണ് ഒന്നാമത്തെ തിയറി വരുന്നത്. പ്രത്യേകിച്ച് ഹിസ്റ്റോറിയൻസ് ആയിട്ടുള്ള SR റോയും അതുപോലെ തന്നെ ടി രാമചന്ദ്രനും KV ശാസ്ത്രിയെ പോലെയുള്ള ഹിസ്റ്റോറിയൻസ് ആണ് ഈ ഒരു തിയറി മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് ഹാരപ്പൻസ് എന്ന് പറഞ്ഞാൽ ആരാണ്? IBC ഡെവലപ്ഡ് ബൈ ആര്യൻ. ഏതാര്യൻ? സെയിം ആര്യൻ ബി അസോസിയേറ്റഡ് വിത്ത് വേദിക് കൾച്ചർ. നമ്മൾ വേദിക് കൾച്ചറിന്റെ ഭാഗമായിട്ട് നമ്മൾ ചർച്ച ചെയ്ത ആര്യൻ പീപ്പിൾ ഉണ്ടല്ലോ, അവര് തന്നെയാണ് ഇൻഡസ് പീപ്പിൾ എന്നുള്ള തിയറിയാണ് ഒന്നാമത്തെ തിയറി എന്നുള്ളത്. നമുക്ക് ഡിസ്കസ് ചെയ്യാം, അത് ശരിയാണോ തെറ്റാണോ നമുക്ക് അവസാനം ഡിസ്കസ് ചെയ്യാം. ആദ്യം നമ്മൾ പറയാം, ഇങ്ങനെ ഒരു വാദം, ഒരു തിയറി ഉണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം എന്നുള്ളത്. ഓക്കെ, അപ്പൊ SR റോയെ പോലുള്ള KV ശാസ്ത്രിയെ പോലെയുള്ള ഹിസ്റ്റോറിയൻസ് പറയുകയാണെന്ത് IBC ഡെവലപ്പ് ചെയ്യുന്നത് ആരാണ്? ആര്യൻസ് ആണ് എന്നതാണ്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അപ്പൊ അതാണ് ആര്യൻ തിയറി എന്നത്. സോ എന്താണ് ഇതിന്റെ പ്രശ്നം? ഇതിന്റെ പ്രശ്നം എന്താണ്? ഞാൻ പറയാതെ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല ഇതിന്റെ പ്രശ്നം എന്താണെന്നുള്ളത്. കാരണം ആര്യൻസ് വരുന്നത് എപ്പോഴാണ്? ഹാരപ്പൻസിന് ശേഷമാണ്. അപ്പം ശേഷം വന്ന ആള് മുൻഗാമികൾ ഉണ്ടാകാൻ ചാൻസ് ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ തിയറിക്ക് വലിയ പ്രാധാന്യം ആരും കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, സോ the theory refuted because of the contrast between IBC and Vedic culture. കാരണം കാലഘട്ടം തന്നെ വ്യത്യാസമുണ്ട് അല്ലേ? വേദിക് കൾച്ചർ തുടങ്ങുന്ന എപ്പോഴാണ്? 1500 മുതൽ 500 വരെയുള്ള ഒരു കാലഘട്ടമാണ്. ആര്യൻസിന്റെ കാലഘട്ടം, സോറി ഹരപ്പൻസിന്റെ കാലഘട്ടം ബിഫോർ ദാറ്റ് 3000 മുതൽ 1000 വരെയുള്ള ഒരു കാലഘട്ടം നമ്മൾ പറഞ്ഞല്ലേ. 1500 വരെയുള്ള ഒരു കാലഘട്ടമാണ് പൊതുവെ പറയാറുണ്ട്, ആണല്ലേ? അപ്പൊ കാലഘട്ടം ഒരിക്കലും മാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഈ തിയറിക്ക് നിങ്ങൾ വല്ലാതെ ഫോക്കസ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇങ്ങനെ ഒരു തിയറി ഉണ്ട് എന്ന് മനസ്സിലാക്കുക. അതാണ് ഒന്നാമത്തെ തിയറി എന്നുള്ളത്, ആര്യൻ തിയറി. ഇത്രേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ തിയറിയാണ്. അതിൽ പല പേരുകളുണ്ട്. ഡിഫ്യൂഷനിസ്റ്റ് തിയറി, മൈഗ്രേഷൻ തിയറി, കോളനൈസേഷൻ തിയറി, ഫോറിൻ ഒറിജിൻ തിയറി, ഇങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു കാര്യമാണ് ഡിഫ്യൂഷനിസ്റ്റ്, മൈഗ്രേഷൻ, കൊളനൈസേഷൻ, ഫോറിൻ ഒറിജിൻ. ഇങ്ങനെ പല പേരിൽ അറിയപ്പെടുന്ന തിയറിയാണ്. സംഗതി ഒക്കെ ഒന്ന് തന്നെയാണ്. ഇവരെല്ലാവരും പറയാൻ പോകുന്നത് ഒരു ഫോറിൻ ഒറിജിൻ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് പറയാൻ പോകുന്നത്. പല രീതിയിലാണ് പലരും പല ടേംസ് ആണ് ഉപയോഗിച്ചത് മാത്രം. അപ്പൊ എവിടെയെങ്കിലും നിങ്ങൾ ഈ ടേംസ് കാണുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഡിഫ്യൂഷനിസ്റ്റ് എന്നൊക്കെ കാണുന്ന സമയത്ത് എന്താ സംഭവം എന്നറിയാതെ കൺഫ്യൂസ്ഡ് ആകുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഡിഫ്യൂഷനിസ്റ്റ്, മൈഗ്രേഷൻ, കൊളനൈസേഷൻ, ഫോറിൻ ഒറിജിൻ, ഇതെല്ലാം സെയിം സാധനമാണ്. ഓക്കെ, അപ്പൊ ആരാണ് ഈ തിയറി കൊണ്ടുവന്നത്? പ്രധാനമായിട്ടും നമ്മുടെ വെസ്റ്റേൺ സ്കോളേഴ്സ് ആണ് ഈ ഒരു തിയറി മുന്നോട്ട് കൊണ്ടുവന്നത്. വെസ്റ്റേൺ സ്കോളേഴ്സ്, ഫോർ എക്സാമ്പിൾ മോർട്ടിമർ വീലറിനെ പോലെയുള്ള, DH ജോർഡനെ പോലെയുള്ള, മക്കയെ പോലെയുള്ള വെസ്റ്റേൺ സ്കോളേഴ്സ് ആണ് ഈ ഒരു തിയറി മുന്നോട്ട് വെച്ചത്. അപ്പൊ എന്താണ് അവർ പറയുന്നത്? അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ ഏതെങ്കിലും ഒരാളെങ്കിലും ഓർത്ത് വെച്ചാൽ നിങ്ങൾ എല്ലാവരും ഓർത്ത് കണ്ടാൽ അറ്റ്ലീസ്റ്റ് വൺ നെയിം, നിങ്ങൾക്ക് ഏത് പേരാണോ, വീലർ നമുക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും, അറ്റ്ലീസ്റ്റ് വീലർ എങ്കിലും നിങ്ങൾ ഓർത്ത് കൊടുക്കുക. ഓക്കെ, അപ്പൊ എന്താണ് ഇവർ പറയുന്നത്? ഇവർ പറയുന്നത് the process of diffusion as the result of migration of people. ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള കോണ്ടാക്റ്റുകളുടെ ഭാഗമായിട്ട് ചില ആൾക്കാർ ഇങ്ങോട്ട് എന്ത് ചെയ്തു? മൈഗ്രേറ്റ് ചെയ്തു വന്നു എന്നുള്ളത്. അത് പല രൂപത്തിലാകാം. ചില ആൾക്കാർ പറഞ്ഞു ട്രേഡിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വന്നതായിരിക്കാം, അതല്ലെങ്കിൽ ഇൻവേഷൻസിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വന്നതായിരിക്കാം, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ട് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് വന്ന ആൾക്കാരായിരിക്കാം ആര്? ഹരപ്പൻ പീപ്പിൾ എന്നുള്ളത്. അതാണ് തിയറി പറഞ്ഞു വെക്കുന്നത്. ട്രേഡ് കൊണ്ടോ, ഇൻവേഷൻ കൊണ്ടോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കൾച്ചറൽ കാരണം കൊണ്ട്, വാട്ട് എവർ ദ റീസൺ, സം പീപ്പിൾ ഹു കെയിം ഫ്രം ദി
ഔട്ട്സൈഡ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് ആൻഡ് ദേ സെറ്റിൽഡ് ഇൻ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ്. അതാണ് എന്ത് പറയുന്നത്, ഡിഫ്യൂഷനിസ്റ്റ് തിയറിക്കാണ് പറയുന്നത് എന്നാണ്. അപ്പോ വാട്ട് ആർ ദ റീസൺ സം പീപ്പിൾ കെയിം ടു. അപ്പൊ അതിലെല്ലാവരും അവർ പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ് പീപ്പിൾ കെയിം ഫ്രം ഔട്ട്സൈഡ്. അതിൽ ചില ആൾക്കാർ പറയുന്നത് പഴയ മെസപ്പൊട്ടോമിയൻ സിവിലൈസേഷനിലെ ആൾക്കാർ തന്നെയാണ് ഇങ്ങോട്ട് വന്നത് എന്നാണ് ഇവരൊക്കെ ആർഗ്യുമെന്റ് പോകുന്നത്. അപ്പം ചോദിക്കല്ലോ, എവിടെ നിന്നാണ് ഇവർ വന്നിട്ടുണ്ടാവുക എന്നുള്ളത്. നിങ്ങൾ പറയുന്നു പുറത്തുനിന്ന് വന്നു എന്ന്. പുറത്തുനിന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഫ്രം വേർ യു ആർ കമ്മിങ്, എവിടെ നിന്നാണ് നിങ്ങൾ വരുന്നത്? അപ്പൊ അതിനുള്ള ഒരു ആൻസർ പറയുന്നതാണ്, പഴയ ആൻഷ്യന്റ് മെസപ്പൊട്ടോമിയ അല്ലെങ്കിൽ സുമേറിയയിൽ നിന്നുള്ള ആൾക്കാരാണ് എങ്ങോട്ട് വന്നത്, ഇൻഡസ് വാലിയിലേക്ക് വന്നത്. അവിടെ വാട്ടർ ചിലപ്പോൾ ഒരു ട്രേഡിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വന്നതായിരിക്കാം, അല്ലെങ്കിൽ അവിടെ ഒരു ഇൻവേഷൻസിന്റെ ഭാഗമായിട്ട് ഇങ്ങോട്ട് വന്നതായിരിക്കാം, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണം കൊണ്ട് മെസപ്പൊട്ടോമിയ സുമേറിയൻ റീജിയനിലുള്ള ആൾക്കാർ എങ്ങോട്ട് വന്നു, ഇൻഡസ് വാലിയിലേക്ക് വന്നു, അവരവിടെ താമസിച്ചു. അങ്ങനെയാണ് അവർ പറയുന്നത്. അപ്പൊ അവരാണ് ഈ ഇൻഡസ് വാലിയെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് എന്നുള്ളത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പൊ അതിന് പറയുന്ന ഒരു കാരണം എന്ന് വെച്ചാൽ ഈ സിറ്റി ഡെവലപ്പർ എന്നുള്ള കോൺസെപ്റ്റ് ഇന്ത്യയിൽ എവിടെ ഇല്ല. അതിന് മുൻപ് അവർ പറയുന്ന ആർഗ്യുമെന്റ് ഇതാണ്, സിറ്റി ഡെവലിംഗ് എന്നുള്ള കോൺസെപ്റ്റ് ഇന്ത്യയിൽ ഉണ്ടോ മുമ്പ്? പ്രീ ഹിസ്റ്റോറിക് പീരീഡിൽ ചാലക്കോലിത്തിക്കൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല. ഒരു സിറ്റി ഉണ്ടാക്കുക അല്ലെങ്കിൽ സിറ്റിയിൽ താമസിക്കുക എന്നുള്ള കോൺസെപ്റ്റ് ഒന്നുമില്ല, ഇന്ത്യക്ക് അതുവരെ പരിചയം ഉണ്ടായിരുന്നില്ല. അതെവിടെയാ ഉള്ളത്? മെസപ്പൊട്ടോമിയയിലാണ് കാണുന്നത്. അപ്പൊ സിറ്റിയെ കുറിച്ച് പരിചയമില്ലാത്ത ഒരു ജനത എങ്ങനെ ഇവിടെ ഉണ്ടാകും? അപ്പൊ സിറ്റിയെ കുറിച്ച് പരിചയമുള്ള ആൾക്കാർ ആരാണ്? മെസപ്പൊട്ടോമിയയിലെ ആൾക്കാരാണ്. അപ്പൊ അവരാണ് എന്താക്കിയത്, ഇങ്ങോട്ട് വന്നത് എന്ന്. ഇതാണ് ഇവരുടെ കോർ ആർഗ്യുമെന്റ്. ആർഗ്യുമെന്റ് മനസ്സിലാവുന്നുണ്ടോ? ആ, മെസപ്പൊട്ടോമിയയിൽ ഉള്ള കാരണം, മെസപ്പൊട്ടോമിയയിൽ സിറ്റി മേക്ക്, ഇപ്പൊ നമ്മൾ സിറ്റിയുടെ ഒരു ഒറിജിൻ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് സിറ്റി മേക്കിംഗ് കാണുന്നത് മെസപ്പൊട്ടോമിയയിലാണ്. കൂർ എന്നുള്ള പേരിൽ സിറ്റിയിൽ അതുപോലെ തന്നെ ലഗാഷ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളിലാണ് ആൻഷ്യന്റ് വേൾഡിൽ തന്നെ ഫസ്റ്റ് സിറ്റികൾ കാണുന്നത്. ഈജിപ്തിലല്ല, ഈ മെസപ്പൊട്ടോമിയയാണ് ഫസ്റ്റ് സിറ്റികൾ കാണുന്നത്. അപ്പൊ സിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ആദ്യമായിട്ട് ലോകത്തിൽ കൊണ്ടുവരുന്നത് മെസപ്പൊട്ടോമിയൻ പീപ്പിൾ ആണ്. അത് വെച്ചിട്ടാണ് ഒരു ആർഗ്യുമെന്റ് പറയുന്നത്, സിറ്റി എന്നുള്ള കോൺസെപ്റ്റ് തന്നെ കൊണ്ടുവരുന്നത് ആരാണ്? മെസപ്പൊട്ടോമിയൻ ആൾക്കാരാണ്. മറ്റൊരു കാര്യം കൂടെ പറയാം, ഈജിപ്തിലേക്ക് ഒരുപാട് മെസപ്പൊട്ടോമിയൻ പീപ്പിൾ പോവുകയും ചെയ്തു. നിങ്ങൾ വേൾഡ് മാപ്പ് ഒന്നുകൂടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. ഈജിപ്തിലേക്ക്, പഴയ ഈജിപ്ഷ്യൻ സിവിലൈസേഷനിലേക്ക് മെസപ്പൊട്ടോമിയൻ ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എന്ത് ചെയ്തിട്ടുണ്ടാവാം, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലേക്ക് ആൾക്കാർ വന്നിട്ടുണ്ടാകാം. കാരണം സിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ഇന്ത്യയിൽ മുമ്പ് ഉണ്ടായിരുന്നില്ല. അപ്പൊ ഇല്ലാത്തൊരു കോൺസെപ്റ്റ് ഇവിടെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ ഇങ്ങോട്ട് വന്നാൽ മാത്രമാണല്ലോ സിറ്റി ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് അവരുടെ ആർഗ്യുമെന്റ്. ആർഗ്യുമെന്റ് ക്ലിയർ ആണോ? അപ്പൊ പ്രധാനമായിട്ട് ഇവർ പറയുന്ന ഒരു ആർഗ്യുമെന്റ് ഇതാണ്. ഓൺലൈനിലുള്ള ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇടപെടാൻ കേട്ടോ, ഇൻ ബിറ്റ്വീൻ. അതിൽ തന്നെ വീലറിന്റെ ചെറിയൊരു അഭിപ്രായ വ്യത്യാസമുണ്ട്. വീലർ ഇത്ര ഡീറ്റെയിലേക്ക് പോകേണ്ട ആവശ്യമില്ല, പക്ഷെ വീലർ എന്താണ് അഭിപ്രായം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പറയുന്നത്, മൈഗ്രേഷൻ ഓഫ് ദ ഐഡിയാസ് നോട്ട് ദ പീപ്പിൾ. ഐഡിയകൾ എന്തായിരിക്കാം, ഇങ്ങോട്ട് വന്നതായിരിക്കാം. വീലർ പറയുന്നത് മറ്റൊരു അർത്ഥത്തിലാണ്, ജനങ്ങൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവില്ല. മെസപ്പൊട്ടോമിയയിൽ നിന്നുള്ള ആൾക്കാരുടെ ഐഡിയാസ് ഉണ്ടല്ലോ, ഇങ്ങനെ സിറ്റി ഉണ്ടാക്കണം, ഇങ്ങനെ ആയിരിക്കണം അതിന്റെ രൂപം എന്നൊക്കെയുള്ള ഐഡിയാസ്. ഇപ്പൊ ഇതുപോലെ ചോദിക്കുകയാണെങ്കിൽ, നിങ്ങളൊരു വീട് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, തൊട്ടടുത്തുള്ള വീടുകളൊക്കെ പോകും, നിങ്ങൾക്ക് പരിചയമുള്ള വീടുകൾ നോക്കിയിട്ട് ബാൽക്കണി ഇങ്ങനെ ആകാം, അല്ലെങ്കിൽ സിറ്റ് ഔട്ട് ഇങ്ങനെ ആകാം, ഡൈനിങ് ഹാൾ ഇങ്ങനെ ആകാം എന്നുള്ള ഐഡിയ നമ്മൾ ഉണ്ടാക്കല്ലോ. ആ ഐഡിയ ആയിരിക്കാം ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടാവുക എന്നുള്ളതാണ് വീലറിന്റെ ഒരു അഭിപ്രായം എന്നുള്ളതാണ്. ഓക്കെ, എന്തായിരുന്നാലും മനസ്സിലാക്കുന്ന കാര്യത്തിലേ ഉള്ളൂ, ഇവരെല്ലാവരും പറഞ്ഞു വെക്കുന്ന ഒറ്റ കാര്യമാണ്, ഒരു ഔട്ട്സൈഡ് ഇൻഫ്ലുവൻസ് ആണ് ഇൻഡസ് വാലിയുടെ അല്ലെങ്കിൽ ഹരപ്പൻ പീപ്പിളിന്റെ ഒറിജിന് കാരണം എന്നുള്ളത്. അതവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ സിറ്റി മേക്കിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അവരുടെ ആ ഒരു പ്രോസസ്സ് നോക്കിയിട്ടാണ്. കാരണം സിറ്റി മേക്കിംഗ് മെസപ്പൊട്ടോമിയയിലാണ് ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ അതിന്റെ ഒരു റിഫ്ലക്ഷൻ ആണ് ഇവിടെ പിൽക്കാലത്ത് വന്നത്. അപ്പൊ അതുകൊണ്ട് അവിടെ നിന്നുള്ള ആൾക്കാർ ഇങ്ങോട്ട് വന്നതാണെന്ന് അധികം ആൾക്കാരും പറയുന്നത്. പക്ഷെ വീലറിന് ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. അദ്ദേഹം പറയുന്നത് ആൾക്കാർ ഒരു പക്ഷെ വന്നിട്ടുണ്ടാവില്ല, ഉറപ്പായിട്ടും ആ ഐഡിയ ഇങ്ങോട്ട് വന്നിട്ടുണ്ടാകും എന്ന്. ക്ലിയർ ആണല്ലോ? ഇതാണ് ഡിഫ്യൂഷനിസ്റ്റ് അല്ലെങ്കിൽ മൈഗ്രേഷൻ അല്ലെങ്കിൽ കൊളോണൈസേഷൻ അല്ലെങ്കിൽ ഫോറിൻ ഒറിജിൻ തിയറി പറഞ്ഞു നോക്കുന്നത്. ക്ലിയർ ആണോ? പറഞ്ഞ തിയറി എന്താണെന്ന് മനസ്സിലായോ എല്ലാവർക്കും? ആർക്കെങ്കിലും ഈ റിപ്പീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം, അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ തിയറിക്ക്? ഇതാണ് തിയറി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ?
ഹരപ്പൻ സിവിലൈസേഷൻ പഠിച്ച ആൾക്കാരാണല്ലോ എല്ലാവരും. എന്തെങ്കിലും പ്രശ്നം നിങ്ങൾക്ക് ഈ തിയറിക്ക് തോന്നുന്നുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നം ഈ തിയറിക്ക്? ഡിഫറൻസുകൾ GS1 നമ്മൾ PYQs ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഒരു ചോദ്യം ഉണ്ടായിരുന്നു. മെസപ്പൊട്ടോമിയയും ഈജിപ്തും കണക്ട് ചെയ്തോണ്ടൊരു ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും എഴുതി ഓർമ്മല്ലേ? ആ ഐഡിയ മനസ്സിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. അല്ലെങ്കിൽ നോക്കൂ, നിങ്ങൾ സിമിലാരിറ്റിയേക്കാൾ കൂടുതൽ ഉള്ളത് എന്താണ്? ഡിഫറൻസുകളാണ് നമുക്ക് ഹരപ്പൻ സിവിലൈസേഷനിൽ കാണാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് ഇതിന്റെ കൗണ്ടർ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ കൗണ്ടർ ആർഗ്യുമെന്റ്? എന്താണ് ഇതിന്റെ കൗണ്ടർ ആർഗ്യുമെന്റ്? ഡിഫറൻസ് എന്താണ്? മെസപ്പൊട്ടോമിയ നിങ്ങൾ അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ മെസപ്പൊട്ടോമിയയും ഹാരപ്പനും തമ്മിൽ സിമിലാരിറ്റീസ് ആണോ നിങ്ങളുടെ ഒരു കോർ ആർഗ്യുമെന്റ് എങ്കിൽ, സിമിലാരിറ്റിയേക്കാൾ കൂടുതൽ എന്താണുള്ളത്? മെസപ്പൊട്ടോമിയയും ഹാരപ്പനും തമ്മിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഡിസിമിലാരിറ്റി ആണ്, അല്ലെങ്കിൽ ഡിഫറൻസുകളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളത്. ആ ഡിഫറൻസുകൾ നമുക്ക് എവിടെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്? ഇപ്പം ഉദാഹരണമായിട്ട് പറയാം, ടെക്നോളജിയുടെ വിഷയത്തില്, റൈറ്റിംഗിന്റെ വിഷയത്തില്, അഗ്രികൾച്ചർ നോഹൌവിന്റെ വിഷയത്തിലൊക്കെ നമുക്ക് എന്താ പറയാ സിമിലാരിറ്റി ഉണ്ടെങ്കിൽ പോലും ഡിഫറൻസുകൾ എവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്? സ്ക്രിപ്റ്റിൽ. ഒന്നാമത്തെ കാര്യം എന്താണ്? സ്ക്രിപ്റ്റിൽ നമുക്ക് വ്യത്യാസം കാണാൻ സാധിക്കുന്നുണ്ട്. അവർ പറഞ്ഞു വെക്കുന്നതാണ് ഒരുപാട് സിമിലാരിറ്റി ഉണ്ട്. സിമിലാരിറ്റി എവിടെയൊക്കെയാണ്? അർബൻ പാറ്റേണിൽ സിമിലാരിറ്റി ഉണ്ട്, അവിടെ തന്നെ വ്യത്യാസമുണ്ട്, അതിലേക്ക് വരാം. ദെൻ ടെക്നോളജിയുടെ കാര്യത്തിൽ ചില സിമിലാരിറ്റീസ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദെൻ റൈറ്റിംഗിന്റെ, അവിടെയും റൈറ്റിംഗ് ഉണ്ട്, ഇവിടെയും റൈറ്റിംഗ് ഉണ്ട്. അവിടെ അഗ്രികൾച്ചർ ഉണ്ട്, ഇവിടെയും അഗ്രികൾച്ചർ ഉണ്ട്. അവിടെയും സിറ്റി ഉണ്ടാക്കുന്നുണ്ട്, ഇവിടെയും സിറ്റി ഉണ്ടാക്കുന്നുണ്ട്. ഇതൊക്കെ വെച്ചിട്ടാണല്ലോ നിങ്ങൾ പറയുന്നത് അവിടെ എന്താണ്, അവിടെയുള്ള ആൾക്കാർ തന്നെയായിരിക്കും ഇങ്ങോട്ട് വന്നിട്ടുണ്ടാവുക എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ ഈ ഡിഫറൻസുകൾ നിങ്ങൾ എങ്ങനെ അഡ്രസ് ചെയ്യും എന്നാണ് കൗണ്ടർ ആർഗ്യുമെന്റ് ചോദിക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്താണ്? സ്ക്രിപ്റ്റിലുള്ള വ്യത്യാസമാണ് എന്നുള്ളതാണ്. അവിടെയുള്ള ആൾക്കാർ, ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ലോകത്തിന്റെ ഏത് കോണിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ സംസാരിക്കുക ഏത് ഭാഷ ആയിരിക്കും? മലയാളം തന്നെ ആയിരിക്കും, എഴുതുന്നതും മലയാളം തന്നെ ആയിരിക്കും. ആണോ അല്ലേ? യെസ് ഓർ നോ? ഇൻഡസ് പീപ്പിളുടെ കാര്യത്തിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ, മെസപ്പൊട്ടോമിയൻ പീപ്പിൾ ആണ് ഇങ്ങോട്ട് വന്നതെങ്കിൽ മെസപ്പൊട്ടോമിയൻ സ്ക്രിപ്റ്റും എവിടെ വേണം? ഇൻഡസിൽ വേണ്ടേ? അത് നമുക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ടിൽ നൗ കിട്ടിയിട്ടില്ല. ഇനി ഭാവിയിൽ കിട്ടിയാൽ നമുക്ക് മാറ്റുകയും ചെയ്യാം. വാട്ട് എവർ ഇറ്റ് ഈസ്, സ്ക്രിപ്റ്റിലുള്ള വ്യത്യാസം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഇപ്പോൾ ആസ് ഓഫ് നൗ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യമാണ് ഇൻഡസ് സ്ക്രിപ്റ്റും മെസപ്പൊട്ടോമിയൻ സ്ക്രിപ്റ്റും എന്താണ്? എൻറ്റയർലി ഡിഫറെന്റ് ആണ് എന്ന്. ഒന്നാമത്തെ വിഷയം വരുന്നത്. സെക്കൻഡ് വിഷയം ടൗൺ പ്ലാനിങ്ങിന്റെ വിഷയം. IVC നമുക്ക് കൃത്യമായിട്ട് ഒരു പാറ്റേൺ ഉണ്ടായിരുന്നു, ഓർമ്മയില്ലേ? നമ്മൾ ലേഔട്ട് ഡിസ്കസ് ചെയ്ത സമയത്ത് ഗ്രിഡ് പാറ്റേൺ, ചെസ് ബോർഡ് പാറ്റേൺ എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ആ പാറ്റേൺ ഇവിടെ കാണുന്നില്ല, മെസപ്പൊട്ടോമിയയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. മാത്രമല്ല ലോകത്തന്നെ വൺ ഓഫ് ദ ഫസ്റ്റ് പ്ലാൻഡ് സിറ്റി ആയിരുന്നു ഇവിടെ നടന്നത്, ഇൻഡസിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ഹരപ്പൻസിൽ ഉണ്ടായിരുന്നത്. മെസപ്പൊട്ടോമിയയിൽ പ്ലാൻഡ് പോയിട്ട് അങ്ങനത്തെ ഒരു കോൺസെപ്റ്റേ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ടൗൺ പ്ലാനിങ് എന്നുള്ളത് അവിടെ ആബ്സെൻസ് ആണ്, ഇവിടെ നമുക്ക് വിസിബിൾ ആണ് എന്നുള്ളതാണ്. അപ്പൊ അവിടെ നിന്നുള്ള ആൾക്കാരായിരുന്നുവെങ്കിൽ സ്വാഭാവികമായിട്ട് ഇവിടെ പ്ലാനിങ് ഇല്ലാത്തൊരു സിറ്റി അല്ലേ വേണ്ടത്. പക്ഷെ ഇവിടെ കൃത്യമായിട്ട് ഒരു പ്ലാൻഡ് ആയിട്ടുള്ള സിറ്റിയാണ് ഇവിടെ വന്നത് എന്നാണ്. മൂന്നാമത്തെ കാര്യമാണ് കനാൽ സിസ്റ്റം എന്നുള്ളത്. നമ്മൾ വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റത്തെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പ്രസൻസ് ഓഫ് കനാൽസിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തിരുന്നു, അല്ലേ? ഉണ്ടോ അല്ലേ? കനാൽ സിസ്റ്റം നോക്കൂ, കനാൽ സിസ്റ്റം എവിടെ മാത്രമേ നമുക്കുള്ളൂ? ഇൻഡസ്. ഈ ഒരു പോയിന്റാണ് നോക്കേണ്ടത്. ലാർജ് സ്കെയിൽ ആയിട്ടുള്ള കനാൽ സിസ്റ്റം, ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. ലാർജ് സ്കെയിൽ കനാൽ സിസ്റ്റം ഉള്ളത് എവിടെയാണ്? മെസപ്പൊട്ടോമിയയിലാണ് ഉള്ളത്. അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല. IVC എന്നുള്ളത് ലാർജ് സ്കെയിൽ കനാൽ സിസ്റ്റം കാണാൻ സാധിക്കുന്നില്ല. കനാൽ സിസ്റ്റം എവിടെ ഉണ്ട്? ഇവിടെ ഉണ്ട്, ഇല്ല? വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റം പറഞ്ഞതാണ്. പക്ഷെ ലാർജ് സ്കെയിൽ ആയിട്ടുള്ള ഒരു കനാൽ സിസ്റ്റം എവിടെ നമുക്കില്ല. ആകെ നമുക്ക് 1-2 എക്സാമ്പിൾസ് അല്ലേ കിട്ടിയിട്ടുള്ളൂ കനാൽ സിസ്റ്റം ഉള്ളതിനെ കുറിച്ച്. പക്ഷെ മെസപ്പൊട്ടോമിയയിൽ അങ്ങനെയല്ല. മെസപ്പൊട്ടോമിയൻ സിസ്റ്റം നോക്കുകയാണെങ്കിൽ വാട്ടർ മാനേജ്മെന്റ് ഭാഗം യൂഫ്രട്ടീസും ടൈഗ്രീസും ആയതുകൊണ്ട് തന്നെ 2 റിവേഴ്സിൽ നിന്നും കനാൽസ് വെച്ചുകൊണ്ട് പല സ്ഥലങ്ങളിലേക്കും ചാനലുകൾ ഇട്ടുകൊണ്ട് അവർ കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരു കനാൽ സിസ്റ്റം ഇവിടെ നമുക്കില്ല, ഇൻഡസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആയിരിക്കണം. വി ഡോണ്ട് നോ റീസൺ, നമുക്ക് അറിയില്ല. പക്ഷെ പോയിന്റ് ഇവിടെ നമ്മൾ എന്താ പറയാൻ ശ്രമിക്കുന്നത്, ഒരു ആർഗ്യുമെന്റ് ഇവിടെ കൊണ്ടുവരാണല്ലോ. കാരണം അവിടെയും റിവേഴ്സ് ഉണ്ട്, ഇവിടെയും റിവേഴ്സ് ഉണ്ട്. അവിടെ അവർ കനാൽ സിസ്റ്റം എല്ലാ സ്ഥലത്തും ഒരു കനാൽ സിസ്റ്റം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ അങ്ങനത്തെ ഒരാളാണ് ഇങ്ങോട്ട് വന്നതെങ്കിൽ ഇവിടെയും അവർ അങ്ങനെയുള്ള ഒരു ഹ്യൂജ് ആയിട്ടുള്ള കനാൽ സിസ്റ്റം ഉണ്ടാക്കണമല്ലോ. നമുക്ക് ഇൻഡസിന്റെ കേസിൽ വളരെ റയർ ആയിട്ടാണ് വലിയ വലിയ കനാൽ സിസ്റ്റങ്ങൾ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് അടുത്തൊരു ആർഗ്യുമെന്റ് എന്നുള്ളത്.
then there was much greater use of bronze in Mesopotamia. മെറ്റൽസിന്റെ യൂസേജ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഹരപ്പൻസിന് ബ്രോൺസിനെ കുറിച്ച് അറിയാം, പക്ഷേ കമ്പയർ വിത്ത് മെസപ്പൊട്ടോമിയയിൽ ബ്രോൺസിന്റെ ഒരു അബാൻഡൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇഷ്ടം പോലെ ഒബ്ജക്റ്റുകൾ നമുക്ക് ബ്രോൺസ് ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് ബ്രോൺസിന്റെ ഉപയോഗം വളരെ ലിമിറ്റഡ് ആയിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കൊരു ബ്രോൺസ് ഡാൻസിംഗുകൾ കിട്ടിയിട്ടുണ്ട്, ഇങ്ങനെ 1-2 ഒബ്ജക്റ്റുകൾ കിട്ടി ഒന്ന് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം എന്താണ്, ടെറാക്കോട്ട ഫിഗേഴ്സ് ആണ് കൂടുതലായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത്. മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒബ്ജക്റ്റുകളാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എന്നാൽ മെസപ്പൊട്ടോമിയയിൽ അങ്ങനെയല്ല, അവർ കൂടുതലായിട്ട് ഉണ്ടാക്കിയ ഒബ്ജക്റ്റുകളൊക്കെ എന്താണ്, മെറ്റൽ ഉപയോഗിച്ചുകൊണ്ടാണ്. ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, ഒരു പക്ഷെ ഇവിടെ മെറ്റൽസ് കുറവായതുകൊണ്ടായിരിക്കാമല്ലോ എന്നുള്ളത്. പക്ഷെ രാജസ്ഥാൻ എന്നുള്ളൊരു സ്ഥലം അവിടെ ഉണ്ട്, ആ ഒരു സ്ഥലത്ത് അവർ എന്താക്കിയിട്ടില്ല, അവിടെ പോലും നമുക്ക് വളരെ കുറഞ്ഞ മെറ്റൽസ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, വി ഡോണ്ട് നോ ദ റീസൺ വൈ ദേ ഡിഡ് നോട്ട് യൂസ്. അപ്പോൾ അത് നമുക്ക് പറയാൻ പറ്റിയ ഒരു കാര്യമാണ്. ഒരു പക്ഷെ ഇവിടെയുള്ള ആൾക്കാർ മെറ്റൽസിനെ കുറിച്ച് അധികം ബോധേഡാവാത്ത ആൾക്കാരായിരിക്കാം. മെറ്റൽസിനെ കുറിച്ച് വലിയ ഐഡിയ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ സ്വാഭാവികമായിട്ടും ചെയ്യും, മെറ്റൽ ടാപ്പ് ചെയ്യും. അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ആ പോയിന്റ് ക്ലിയർ ആണല്ലോ. Then there were difference in shape and size of the seals as well. See, Harappan seals നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, എന്തായിരിക്കും, either rectangular അല്ലെങ്കിൽ സ്ക്വയർ ആയിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? റെക്ടാങ്കുലറോ അല്ലെങ്കിൽ സ്ക്വയറോ ആയിട്ടുള്ള സീലുകളാണ് ഹാരപ്പൻസിൽ ഉണ്ടായിരുന്നത്. എന്നാൽ മെസപ്പൊട്ടോമിയൻ സീൽസുകൾ മുഴുവനും ഓൾമോസ്റ്റ് സിലിണ്ട്രിക്കൽ സീലുകളായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ സീൽസിന്റെ സൈസിലും ഷേപ്പിലും വ്യത്യാസമുണ്ട്. നമുക്ക് ഹരപ്പനിൽ നിന്നും ഒരു സീൽ പോലും എന്തായിട്ടില്ല, സിലിണ്ടറിക്കൽ ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടില്ല. കാരണം സീൽ എന്നുള്ളത് ആ ഒരു കൾച്ചറൽ ഐഡന്റിറ്റി ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്താണല്ലോ, ആണോ അല്ലേ? അപ്പൊ അത്തരത്തിലൊരു ഐഡന്റിറ്റി ആയിട്ടുള്ള സാധനം മെസപ്പൊട്ടോമിയ, നിങ്ങളുടെ മറ്റൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ നിങ്ങളുടെ ഐഡന്റിറ്റി എന്തായാലും നിങ്ങൾ ഷോക്കേസ് ചെയ്യും, അറ്റ്ലീസ്റ്റ് എപ്പോഴെങ്കിലും നിങ്ങൾ അത് ഷോക്കേസ് ചെയ്യുമെന്നുള്ള. അപ്പൊ അങ്ങനെ ഒരു ഷോക്കേസ് എവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, ഇൻഡസിന്റെ കേസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളത്. അപ്പോ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഈവൻ നിങ്ങൾ നോക്കൂ, റിലീജിയസ് സ്ട്രക്ചറിലേക്ക് വരികയാണെങ്കിൽ മെസപ്പൊട്ടോമിയയിൽ നമുക്ക് ടെമ്പിൾ ലൈക്ക് സ്ട്രക്ചേഴ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ടെമ്പിൾസും ഐഡൽസും നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു സംഗതി നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയിട്ടില്ല, ഇൻഡസിൽ നമുക്ക് കിട്ടിയിട്ടില്ല. നമുക്ക് ബിലീഫ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പരമാവധി കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നത്, ഒരു പക്ഷെ ഇങ്ങനെ ആയിരിക്കാം, ഇങ്ങനെ ആയിരിക്കും, ഹൈപ്പോത്തിസ് ആണ്. പക്ഷെ മെസപ്പൊട്ടോമിയയിൽ ക്ലിയർ കട്ട് ആയിട്ട് ടെമ്പിൾസ് ഉണ്ടായിരുന്നു, ഐഡൽസ് ഉണ്ടായിരുന്നു, അതിന്റെ ക്ലിയർ കട്ട് എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സാധനം നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല, IVC നിന്ന് കിട്ടിയിട്ടില്ല. ഇതൊക്കെ വെച്ചിട്ടാണ് നമ്മൾ കൗണ്ടർ ചെയ്യുന്നത് ഇതിന്റെ ക്രിറ്റിസിസമായിട്ട്. ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെസപ്പൊട്ടോമിയ എന്നുള്ള ആൾക്കാർ ഇങ്ങോട്ട് വന്നുകൊണ്ട് ഇവിടെ സെറ്റിൽ ചെയ്തു എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പറയാൻ പറ്റില്ല എന്ന് പറയാനുള്ള കാരണം. ഓക്കെ, അപ്പൊ തിയറിയെ കുറിച്ച് ചോദിക്കുന്നത് ഇങ്ങനെയാണ് തിയറി മനസ്സിലാക്കുക, അതിനുള്ള ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഏതെങ്കിലും പോയിന്റ് ആരെങ്കിലും മനസ്സിലാവാത്തുണ്ടെങ്കിൽ കൂടുതലായി ഡിസ്കഷൻ ആവശ്യമുണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. മൂവ് ചെയ്യാം. എന്താണ് മൂന്നാമത്തെ തിയറി? അതാണ് ഇൻഡിജിനസ് ഒറിജിൻ തിയറി അല്ലെങ്കിൽ കൾച്ചറൽ എവല്യൂഷൻ തിയറി എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ തിയറി ഇൻഡിജിനസ് ഒറിജിൻ തിയറി അല്ലെങ്കിൽ കൾച്ചറൽ എവല്യൂഷൻ തിയറി എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ പറഞ്ഞു, ആര്യൻസിന്റെ തിയറി പറഞ്ഞു, അത്ര കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ടാമത്തെ തിയറിയാണ് നമുക്ക് വെരി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്, ഡിഫ്യൂഷനിസ്റ്റ് അല്ലെങ്കിൽ മൈഗ്രേഷൻ അല്ലെങ്കിൽ ഫോറിൻ ഒറിജിൻ തിയറി എന്നുള്ളത്. അതിന്റെ കാരണം എന്താ, നമ്മൾ മീൻസ് അതിന്റെ പ്രധാനമായിട്ടും വീലറും ജോർഡനും ഒക്കെയാണ് മുന്നോട്ട് വെച്ചത്. അവരുടെ ആർഗ്യുമെന്റ് എന്ന് നമ്മൾ പറഞ്ഞു, അതിന്റെ കൗണ്ടർ ആർഗ്യുമെന്റ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് എന്നാണ് ഡിസ്കസ് ചെയ്തത്. ഇൻഡിജിനസ് ഒറിജിൻ അഥവാ ഹാരപ്പൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ ഇവോൾവ് ചെയ്ത ഒരു പുതിയൊരു സൊസൈറ്റിയാണ് എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. അത് പ്രധാനമായിട്ടും വന്നത് ഘോഷും മുഗളിനെ പോലെയുള്ള ഹിസ്റ്റോറിയൻസ് ആണ്. ഇദ്ദേഹങ്ങളുടെ ഫുൾ പേര് MR മുഗൾ ഓർമ്മണ്ടോ? ഓക്കെ, എനിവേ ഘോഷും മുഗളും ജസ്റ്റ് നിങ്ങൾ ഓർത്താൽ മതി, രണ്ട് പേരും ഓർത്താൻ സുഖമുള്ള പേരാണ്, ഘോഷ് ആൻഡ് മുഗൾ. ഇവരാണ് സർവീസിന് ഓർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്താണ് ഇവർ പറയുന്നത്? ഇവര് പറയുന്നത് ഇവർ അംഗീകരിക്കുന്നുണ്ട് IVC had a residence. There were settled farming culture which actually evolved and finally resulted in rise of civilization. അതായത് ഇവരും അംഗീകരിക്കുന്നുണ്ട് ഇവർക്കൊരു എന്തുണ്ട്, ഹരപ്പൻ പീപ്പിൾസിന് ഒരു പ്രിഡസേഴ്സ് ഉണ്ട്, ഒരു മുൻഗാമികൾ ഉണ്ട്. പക്ഷെ ആ മുൻഗാമികൾ ആര് എന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ക്ലിയർ കട്ടായിട്ട് പറയാൻ പറ്റില്ല. അതൊരു പക്ഷേ
മെഗാലിത്തിക് കൾച്ചർ ചാൽക്കോലിത്തിക് പീപ്പിൾ ആയിരിക്കാം, അതല്ലെങ്കിൽ അല്ലാതിരിക്കാം. നമുക്ക് കൺക്ലൂസീവായി പറയാൻ പറ്റില്ല ചാൽക്കോലിത്തിക് പീപ്പിൾ ഡെവലപ്പ് ചെയ്തിട്ടാണ് ഹരപ്പൻസ് വന്നത് എന്ന് പറയാൻ പറ്റില്ല എന്നാണ്. പകരം അവർ പറയുന്നത് എന്താണ്, മുമ്പൊരു ഫാമിംഗ് കൾച്ചർ അഥവാ അഗ്രികൾച്ചർ സെൻട്രിക് ആയിട്ടുള്ള ഒരു പീപ്പിൾ ഇവിടെ ഉണ്ടായിരുന്നു. ആ പീപ്പിൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം അവർ എന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തിട്ടാണ് എന്ത് വന്നിട്ടുള്ളത്, ഈ ഒരു ഇൻഡസ് വാലി സിവിലൈസേഷൻ ആയിട്ട് വന്നിട്ടുള്ളത് എന്നാണ് ഇവർ പറയുന്നത്. എന്താണ് ഇവിടെ ആർഗ്യുമെന്റ് മനസ്സിലാക്കുക? ആർഗ്യുമെന്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിൽ പ്രധാനം. തിയറിയിൽ ഓരോരുത്തരുടെ ആർഗ്യുമെന്റ് എന്താണ് ക്ലിയർ ആണോ? ഇവർ പറയുന്ന ആർഗ്യുമെന്റ് എന്താ മനസ്സിലായോ? ഒരു മുൻഗാമി ഉണ്ട്, മുൻകാലം ഉണ്ടായിരുന്നു, അത് ആരെയും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. പകരം നമുക്ക് പറയാൻ പറ്റുന്നത് ഇവിടെ ഒരു ഫാമിംഗ് കൾച്ചർ ഉണ്ടായിരുന്നു, ഒരു അഗ്രികൾച്ചർ സെൻട്രിക് ആയിട്ടുള്ള ഒരു പീപ്പിൾ ഇവിടെ സെറ്റിൽ ചെയ്തിരുന്നു. അവര് ഓവർ എ പീരീഡ് ഓഫ് ടൈമില് അവരെന്ത് ചെയ്തു, ഡെവലപ്പ് ചെയ്തു വന്നു. അവരാരായി മാറി, ഇൻഡസ് പീപ്പിൾ ആയി. അതാണ് ഇവർ പറയുന്ന തിയറി. അപ്പൊ അതിനെ അവര് പറയാനുള്ള ഒരു ആർഗ്യുമെന്റ് കൊണ്ടുവരുന്നത് വെച്ചാല്, ഹാരപ്പൻസിൽ നിങ്ങൾക്ക് ചില ഫേസുകൾ ഉണ്ടല്ലോ, പ്രീ ഹാരപ്പൻ എന്നും എർലി ഹാരപ്പൻ ഫേസ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോ ആ ഒരു ഫേസ് ആക്ച്വലി എന്താണ്, ഈ ഒരു മുൻഗാമികളായിരിക്കാം എന്നാണ് ആര് പറയുന്നത്, ഈ ഒരു തിയറിക്കാർ പറയുന്നത്. ഓർമ്മയില്ലേ നമ്മൾ ഹാരപ്പനെ കുറിച്ച് പറഞ്ഞു, പ്രീ ഹാരപ്പൻ ഫേസ്, മെച്ചുർ ഹാരപ്പൻ ഫേസ്, ലേറ്റ് ഹാരപ്പൻ ഫേസ്, 3 ഡിഫറെന്റ് ആയിട്ടുള്ള കാറ്റഗറി ആക്കി നമ്മൾ തിരിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെ ഫേസുകൾ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടൊരു മുൻഗാമികൾ ഉണ്ടാവണം. അപ്പൊ ആ മുൻഗാമികളാണ് പിന്നീട് ആരായി മാറിയത്, ഹരപ്പൻസ് ആയിട്ട് മാറിയത് എന്നാണ് അവർ പറയുന്നത്. ക്ലിയർ ആണല്ലോ? മാറിപ്പോയത് ഫസ്റ്റ് തിയറി ഈ തിയറി തമ്മിൽ ചെറിയൊരു മാറ്റം മാത്രമേ ഉള്ളൂ. അതാണ് ഇൻഡിജിനസ് ഒറിജിൻ തിയറിക്കാരെ പറഞ്ഞു വെക്കുന്നൊരു കാര്യം എന്ന്. അപ്പൊ അതില് നമ്മുടെ ഘോഷാണ് ആദ്യമായിട്ട് ഈ ഒരു തിയറി പറഞ്ഞത്. പ്രീ ഹാരപ്പൻ കൾച്ചറും മെച്ചുർ ഹാരപ്പൻ കൾച്ചറും കൂടെ പഠിച്ചിട്ട് അദ്ദേഹമാണ് ഈ ഒരു തിയറി മുന്നോട്ട് ആദ്യമായിട്ട് വെച്ചത്. ഘോഷ് ഘോഷ് അല്ലെങ്കിൽ ഘോഷ് എന്ന് മനസ്സിലാക്കിയാൽ മതി. ഇയാളാണ് ആദ്യമായിട്ട് ഈ ഒരു തിയറി മനസ്സിലാക്കിയത്. കാരണം പ്രീ ഹാരപ്പൻ ഫേസും മെച്ചുർ ഹാരപ്പൻ ഫേസും തമ്മിൽ എന്തോ ഒരു സിമിലാരിറ്റി ഉണ്ട്. കാരണം ഒരു കണ്ടിന്യൂറ്റി അദ്ദേഹത്തിന് ഫീൽ ചെയ്യും. ആ കണ്ടിന്യൂറ്റി വെച്ചിട്ടാണ് അദ്ദേഹം പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഇൻഡസ് പീപ്പിൾ ആരാണ്, ഇൻഡിജിനസ് ആയിട്ടുള്ള ഒറിജിൻ. കാരണം എന്ന് വെച്ചാൽ വെസ്റ്റേൺ സ്കോളേഴ്സ് ആണ് ആദ്യമായിട്ട് തിയറി കൊണ്ടുവരുന്നത്. അവരെന്താണ്, ഫോറിനിൽ നിന്ന് വന്ന ആൾക്കാരാണ് എന്നുള്ളത്. അപ്പൊ അതിന് പകരമായിട്ടാണ് ഇന്ത്യൻ സ്കോളേഴ്സ് ഇങ്ങനെ ഒരു തിയറി മുന്നോട്ട് വെച്ചത് എന്നുള്ളത്. തിയറി എന്താണെന്ന് മനസ്സിലായല്ലോ, ഇത്ര ആവശ്യമുള്ളൂ. തിയറി എന്താണെന്ന് മനസ്സിലാകുക, എന്താണ് അവരുടെ ആർഗ്യുമെന്റ് എന്ന് മനസ്സിലാവുക എന്നുള്ളത്. അപ്പൊ അതിന് അദ്ദേഹം പ്രധാനമായിട്ട് ഒരു കേസ് സ്റ്റഡിയാണ് കൊണ്ടുവന്നത്. നമ്മുടെ സോത്തി കൾച്ചർ, രാജസ്ഥാനിൽ ഉണ്ടായിരുന്ന സോത്തി കൾച്ചറിനെ അദ്ദേഹം ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുത്തു. അപ്പൊ സോത്തി കൾച്ചർ കൃത്യമായിട്ട് ഈ എന്താ പറയാ, പ്രത്യേകിച്ച് അവരുടെ പോട്രി അദ്ദേഹം പരിശോധിച്ചു. ഈ പോട്രിയും ഹാരപ്പൻ പോട്രിയും തമ്മിൽ സിമിലർ ആയിട്ടുള്ള ഒരു പാറ്റേൺ കാണാൻ പറ്റിയെന്നുള്ളത്. ഒരു ആർഗ്യുമെന്റ് കൊണ്ടുവരുമ്പോൾ കൃത്യമായിട്ട് തെളിവ് വെക്കുക. കാരണം ഹിസ്റ്ററിയിൽ നിങ്ങൾക്ക് ആർഗ്യുമെന്റ് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ തെളിവ് കൊണ്ടുവരണം. അപ്പൊ ഇങ്ങനെ ആർഗ്യുമെന്റ് അദ്ദേഹം കൊണ്ടുവരുന്നു. പ്രീ ഹാരപ്പനും മെച്ചുർ ഹാരപ്പനും തമ്മിൽ കണക്ഷൻ ഉണ്ട്. അത് എങ്ങനെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നത്? യെസ്, രാജസ്ഥാനിലെ സോത്തി എടുക്കും നിങ്ങൾ. സോത്തി എന്നുള്ള കൾച്ചറൽ ആ സോണിൽ ഉള്ള സെയിം പോർട്സ് തന്നെയാണ് പിൽക്കാലത്ത് ഹാരപ്പൻ പീപ്പിൾ വന്ന സമയത്ത് അവരും യൂസ് ചെയ്യുന്നത് കാണുന്നത്. വിച്ച് മീൻസ് ഒരു കണ്ടിന്യൂറ്റി അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ അത് വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് പ്രീ ഹാരപ്പനിൽ നിന്നും ഹാരപ്പനിലേക്കുള്ള ഒരു കൃത്യമായിട്ടുള്ള കണ്ടിന്യൂറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഇൻഡിജിനസ് ആയിട്ടുള്ള, വെസ്റ്റേൺ സ്കോളേഴ്സ് പറഞ്ഞതുപോലെ ഇതെന്തല്ല ഫോറിൻ ആയിട്ടുള്ള ഒറിജിൻ ഒന്നും അല്ല, ഇത് കൃത്യമായിട്ട് ഇൻഡിജിനസ് ആയിട്ടുള്ള ഒറിജിൻ ആണ് എന്ന് അദ്ദേഹം പറഞ്ഞു. ക്ലിയർ ആണോ? ഓക്കെ. ഘോഷിനെ പോലെ മുകളെപ്പോലുള്ള ആൾക്കാരാണ് ഇൻഡിജിനസ് തിയറി പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ചത്. ഒരു ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞാൽ മുൻപ് പ്രീ ഹാരപ്പൻ ഫേസിൽ നിന്നും മെച്ചുർ ഹാരപ്പൻ ഫേസിലേക്ക് കൃത്യമായിട്ട് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു കണക്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഘോഷാണ് ആദ്യമായിട്ട് ഈ ഒരു തിയറി കൊണ്ടുവന്നത്. അതിന് അദ്ദേഹം പറയുന്നത് സോത്തി കൾച്ചറിനെ നോക്കിയിട്ടാണ്. 3 പോയിന്റ് മനസ്സിലായാൽ മതി. നിങ്ങളുടെ ലാംഗ്വേജിലേക്ക് നിങ്ങൾക്ക് എഴുതാം. കൺസെപ്റ്റ് മനസ്സിലാക്കുക, ലാംഗ്വേജ് എപ്പോഴും നിങ്ങളുടെ തന്നെ യൂസ് ചെയ്യുക എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? എങ്ങനെ? ഇതൊക്കെ 2020 ശേഷമാണ് ഈ ഒരു ഡിബേറ്റ് ഒറിജിൻ തിയറി ഇത്രയും വരുന്നത്. ഈ തിയറിക്ക് മുൻപുണ്ട്, പക്ഷെ ഈ ഒരു ഒറിജിനുമായി വന്ന ഡിബേറ്റുകൾ ആരംഭിക്കുന്നത് 20കൾക്ക് ശേഷമാണ് എന്നുള്ളതാണ്. ഈ തിയറിക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താണ് ആ ലിമിറ്റേഷൻസ്? ലിമിറ്റേഷൻ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ അദ്ദേഹം പ്രധാനമായിട്ടും പോട്രി മാത്രം വെച്ചിട്ടാണ് എന്താക്കിയത്, ഈ കമ്പാരിസൺ ഒക്കെ നടത്തിയത്. പക്ഷേ വാട്ട് അബൌട്ട് അതർ മെറ്റീരിയൽസ്?
ഒരു പോട്ടറി മാത്രം വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുമോ അവിടെയുള്ള ആൾക്കാർ തന്നെയാണ് ഇവിടേക്ക് വന്നത് എന്നുള്ള, സോറി, പ്രീ ഹാരപ്പനിലുള്ള ആൾക്കാരാണ് പിന്നീട് ഒരു മെച്ചുവർ കാലഘട്ടത്തിലേക്ക് വന്നത് എന്നുള്ളത് ഒരു പക്ഷേ സോത്തി എന്നുള്ള ഈ രാജസ്ഥാന്റെ കേസിൽ അത് ഓക്കെ ആയിരിക്കാം. വാട്ട് അബൌട്ട് മോഹൻജോദാരോ, വാട്ട് അബൌട്ട് ഹരപ്പ, വാട്ട് അബൌട്ട് ലോത്തൽ, വാട്ട് അബൌട്ട് അതർ സിറ്റീസ്? അതാണല്ലോ അതിന്റെ പ്രശ്നം. അപ്പോ അതാണ് ഒരു ലിമിറ്റേഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്നുള്ളത്. മാത്രമല്ല നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, മെച്ചുവർ ഹാരപ്പൻ സൈറ്റുകൾക്ക് ഒരു ഏർലി ഹാരപ്പൻ ലെവലില്ലാത്ത ഒരുപാട് സിറ്റികളുണ്ട്. ഇപ്പം ഉദാഹരണമായിട്ട് ലോത്തലിന്റെ കേസ് എടുത്തു നോക്കൂ, ചാൻഹുദാരുടെ കേസ് എടുത്തു നോക്കൂ, റോപ്പറിന്റെ കേസ് എടുത്തു നോക്കൂ. ഇവർക്കൊന്നും ഇങ്ങനെ പ്രീ ഹാരപ്പൻ, മെച്ചുവർ ഹാരപ്പൻ, ലേറ്റർ ഹാരപ്പൻ എന്ന് പറഞ്ഞ 3 സ്റ്റേജൊന്നും ഇല്ല. അത് ഒരൊറ്റ സ്റ്റേജ് മാത്രമേ ഉള്ളൂ. ഒരു കേസ് വെച്ചിട്ടാണ് ജനറലൈസേഷൻ നടത്തുന്നത്. വ്യത്യാസം മനസ്സിലാവണ്ടോ നിങ്ങൾക്ക്? എന്താണ് ഇതിന്റെ ലിമിറ്റേഷൻ മനസ്സിലാവുന്നുണ്ടോ? അപ്പോ നിങ്ങൾ ഈ സോത്തി മാത്രം വെച്ചുകൊണ്ട് എല്ലാ സൈറ്റുകളും ഇങ്ങനെയാണ് വന്നെന്ന് പറയുമ്പോൾ അത് എങ്ങനെ ശരിയാകും? അതാണ് പ്രശ്നം. സംഗതി മനസ്സിലായി, ആർഗ്യുമെന്റ് മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പോൾ ഇങ്ങനെ ലോക്കൽ പോലെയുള്ള, ചാൻകുദാര പോലെയുള്ള, റോപ്പർ പോലുള്ള സിറ്റികൾക്ക് ഇങ്ങനെ ഏർലി ഫേസ്, മെച്ചുവർ ഫേസ്, ലേറ്റ് ഫേസ്, ഇങ്ങനെ 3 ഫേസുകളൊന്നും ഇല്ല, അല്ലെങ്കിൽ 2 ഫേസ് ഒന്നും ഇല്ല. അപ്പൊ ഇങ്ങനെ 2 ഫേസുകൾ ഇല്ലാത്തൊരു സ്ഥലത്ത് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും ഇതിന് ഡിഫറെന്റ് ആയിട്ടുള്ള ഫേസുകൾ ഉണ്ട്? അതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലിമിറ്റേഷൻ എന്നുള്ളത്. ഇനി കോട്ടുവർ പ്ലേറ്റിലേക്ക് വരികയാണെങ്കിൽ മെച്ചുവർ ഹാരപ്പൻ ലെവൽസ് ഇല്ലാത്തതുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ എന്തായാലും സൈറ്റുകളുടെ പേര് ഓർക്കുന്നില്ല. കോട്ടുവർ പ്ലേറ്റിലും സൈറ്റുകളെല്ലാം ഇനി കോട്ടുവർ പ്ലേറ്റിലും ഇതുപോലെ തന്നെ നമുക്ക് മെച്ചുവർ ഹാരപ്പൻ ലെവൽസ്, അതായത് ഏർലി ഫേസ് ഉണ്ട്, മെച്ചുവർ ഇല്ല, ലേറ്റ് ഇല്ല, അങ്ങനെ സിറ്റികളുണ്ട്. അതുപോലെ ലേറ്റ് ഫേസ് മാത്രമുള്ള സിറ്റികളുണ്ട്. അപ്പൊ ഇതാണ് പ്രശ്നം. ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ടുള്ള ഫേസുകൾ ഉള്ള സിറ്റികളുണ്ട്, ഇല്ലാത്ത സിറ്റികളുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെ നമുക്ക് പറയാൻ പറ്റും ഇതിനൊരു കണ്ടിന്യൂറ്റി അവിടെ ഉണ്ട് എന്ന്? അതാണ് ഈ ഒരു തിയറിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ലിമിറ്റേഷൻ എന്ന്. ക്ലിയർ ആണല്ലോ? ഈ തിയറിയുടെ പ്രശ്നം എന്താ മനസ്സിലായോ? അതിന് സപ്പോർട്ടീവ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആണ് നമ്മൾ പറഞ്ഞത്. ലോത്തിലെ പോലെയുള്ള, റോപ്പറിനെ പോലെയുള്ള സൈറ്റുകൾ എക്സാമ്പിൾ കൊണ്ടുവരണം. എപ്പോഴും ഒരു ആർഗ്യുമെന്റ് കൊണ്ടുവരുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞാൽ പോരാ, ഒരു എക്സാമ്പിൾ കൂടെ കൊണ്ടുവരണം. എക്സാമ്പിൾ ആയിട്ടാണ് 1-2 സൈറ്റുകൾ നമ്മൾ കോട്ട് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഇനി ഇതിൽ ഏറ്റവും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയ തിയറി ഏതാണ് എന്നുള്ളതാണ്. ഇപ്പൊ 3 തിയറികളാണ് ഉള്ളത്. ഇപ്പൊ നമുക്കൊരു കൺക്ലൂഷൻ എത്തണല്ലോ. അപ്പൊ 3 തിയറികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, നമുക്കൊരു കൺക്ലൂഷനിലേക്ക് എത്തണ്ട. ഇപ്പൊ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാലൊക്കെ ഒരു കൺക്ലൂഷൻ നമുക്ക് എങ്ങനെ കൊടുക്കാം? അപ്പൊ ഇങ്ങനെ 3 തിയറികൾ ഉണ്ട്. തിയറികൾ എങ്ങനെയൊക്കെയാണ് പറഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ചുകൂടെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? ഗ്രാജുവൽ ട്രാൻസിഷൻ. ഒരു ട്രാൻസിഷൻ ആണ് എവിടെ നടന്നത്? ഹരപ്പൻസിന്റെ കേസിൽ നടന്നത് എന്നുള്ളത്. എങ്ങനെ? വെറൈറ്റി ഓഫ് റീജിയണൽ ട്രഡീഷൻസ്, വ്യത്യസ്തമായിട്ടുള്ള റീജിയണൽ ട്രഡീഷൻസ് ഒരു കൾച്ചറൽ യൂണിഫോമിറ്റിയിലേക്ക് വന്നതാണ്. അതായത് കൾച്ചറൽ കൺവേർജൻസ്, ഈ ടേംസ് ആണ് നിങ്ങൾ ഈ ടേംസ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കൾച്ചറൽ കൺവേർജൻസ് എന്ന്. കാരണം ഇത്ര ടേംസ് ഒക്കെ നമ്മുടെ ആൻസറിൽ ഉണ്ടെങ്കിൽ ഒരു ആൻസർ നോക്കുന്ന ആൾക്ക് ഇംപ്രഷൻ ഉണ്ടാകും നിങ്ങളെ കുറിച്ച്. കാരണം ഈ ടേംസ് ഒക്കെ കൾച്ചറൽ കൺവേർജൻസ്, കൾച്ചറുകളുടെ ഒരു കൂടിച്ചേരൽ, സംഗമമാണ് എവിടെ നടന്നത്? ഹരപ്പൻസിന്റെ കേസിൽ നടന്നത്. പല കൾച്ചറിലുള്ള തീർച്ചയായിട്ടും പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഒരുമിച്ച് ചേർന്ന് ഒരു കൾച്ചറൽ കൺവേർജൻസ്, അല്ലെങ്കിൽ നമുക്കൊരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി എന്നൊക്കെ മോഡേൺ സെൻസിൽ നമ്മൾ പറയാറുണ്ടല്ലോ. നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയെ കുറിച്ച് പറയാറുള്ള എന്താണ്? ഒരു പ്ലൂറലിസ്റ്റിക് സൊസൈറ്റി, പല കൾച്ചറിലുള്ള ആൾക്കാർ ഒരുമിച്ച് ഒരൊറ്റ ഫ്രെയിംവർക്കിലേക്ക് വരുന്നു എന്നുള്ളത്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഹരപ്പൻസിന്റെ കേസിലും സംഭവിച്ചത് അതായിരിക്കാം എന്നാണ് കുറച്ചും കൂടെ എന്താക്കാൻ പറ്റുന്നത്, നമ്മുടെ പറഞ്ഞു വെക്കാൻ പറ്റുന്ന കാര്യം എന്ന്. അല്ലാതെ ഒരൊറ്റ കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഒരൊറ്റ ഒരു വൺ ലൈനർ ആയിട്ടുള്ള അപ്രോച്ച് ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഹരപ്പൻസിന്റെ ഒറിജിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല എന്ന്. ക്ലിയർ ആണോ? അവരുടെ കേസിൽ നടന്നെന്താണ് ഒറിജിനുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റുന്ന ഒരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നത് ഗ്രാജുവൽ ട്രാൻസിഷൻ ആണ്. വെറൈറ്റി ഓഫ് റീജിയണൽ ട്രഡീഷൻസ്, വ്യത്യസ്തമായിട്ടുള്ള, ചിലപ്പോൾ ചാൽക്കോലിക് പീപ്പിൾ ഇവിടേക്ക് വന്നിട്ടുണ്ടാകാം, പ്രീഹിസ്റ്റോറിക് പീപ്പിൾ വന്നിട്ടുണ്ടാകാം. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഒരു പക്ഷേ മെസപ്പൊട്ടോമിയിൽ നിന്നും ചില ആൾക്കാർ ഇങ്ങോട്ട് വന്നിരിക്കാം. നമുക്കതൊന്നും പിന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, തീർത്തും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു പക്ഷേ വന്നിരിക്കാം, പക്ഷെ ലാർജ് സ്കെയിലൊന്നും ഇങ്ങോട്ട് വന്നതായിട്ട് നമുക്കൊന്നും കാണാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ അവരെല്ലാവരും കൂടി ചേർന്നിട്ട് ഇവിടെ എന്തായാലും ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ കൺവേർജൻസ് ഇവിടെ നടന്നു എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം. ക്ലിയർ ആണോ?
ഒറിജിനുമായി ബന്ധപ്പെട്ട് ഇനി എന്ത് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് കിട്ടുന്നുണ്ടോ? ഉണ്ടോ ഇല്ലേ? അതാണ് ഇപ്പൊ നമ്മൾ ഇത്രയും ഡിസ്കസ് ചെയ്തതിന്റെ ആകെ തുക. ഒറിജിനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്വസ്റ്റ്യൻസ് പല രൂപത്തിൽ തിരിച്ചും മറിച്ചും ചോദിച്ചേക്കാം. ആൻസറിലേക്ക് കൊണ്ടുവരേണ്ട മെയിൻ പോയിന്റുകൾ എന്താണ്? ഈ കാര്യമാണ് എന്നുള്ളതാണ്. ഓക്കെ, തിയറികൾ ഇങ്ങനെ കണ്ടത് മനസ്സിലാക്കുക. പറഞ്ഞ ഒന്നോ രണ്ടോ ഹിസ്റ്റോറിയൻസിനെ ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഒരാൾ ഓർമ്മിച്ചാൽ തന്നെ മോർത്താൻ ഇല്ല, രണ്ടാൾ പറ്റെങ്കിലും ഓക്കെ, നോ ഇഷ്യൂസ്. തിയറിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഏതെങ്കിലും ഹിസ്റ്റോറിയൻസിനെ ഒന്ന് നോക്കി വെക്കും, നല്ലതാണ്. എന്നിട്ട് അവസാനം കൺക്ലൂഷനിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് എന്താ ചെയ്യുക? നമ്മുടേതായിട്ടുള്ള ഒരു അനാലിസിസ് കൂടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ബെറ്റർ. ക്ലിയർ ആണോ? ഈ ഒരു സെഗ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യം ക്ലിയർ ആണോ? ഫൈൻ. ഇനി ഓൺലൈനിലുള്ള ആൾക്കാർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് എന്തെങ്കിലും ചോദിക്കാം. നമ്മുടെ ഒറിജിനുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. If you have any doubts regarding the objects, please ask. ചെറിയ ബ്രേക്കിലേക്ക് നമുക്ക് പോകാം. ബ്രേക്കിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? പിന്നെ മറ്റൊരു ഇതുപോലെ ഉള്ള ഒരു തിയറിയാണ് നമുക്ക് ഡിക്ലൈനുമായി ബന്ധപ്പെട്ടും ഡിസ്കസ് ചെയ്യാനുണ്ട്. ഒറിജിൻ പോലെ തന്നെ ഡിക്ലൈനുമായി ബന്ധപ്പെട്ടുകൊണ്ടും എന്തുണ്ട്? ഇത്തരത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഈ ഒറിജിനും ഡിക്ലൈനും കഴിഞ്ഞാൽ പിന്നെ ഇവിടെ തിയറിയെ കുറിച്ച് ഇവിടെ ആവശ്യമില്ല, നമുക്ക് ഹരപ്പൻസിൽ ഡിസ്കസ് ചെയ്യാനില്ല. അപ്പൊ ഇന്ന് ഞാൻ ആ ഒരു മോസ്റ്റ് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഭാഗമാണ് ചർച്ച ചെയ്യാൻ വിചാരിച്ചത്. ഈ ഒറിജിനുമായി ബന്ധപ്പെട്ട തിയറിയും ഡിക്ലൈനുമായി ബന്ധപ്പെട്ട തിയറിയും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്തൊന്നും ഒരു തിയറിയെ കുറിച്ച് എന്ത് ചെയ്യാൻ ആവശ്യമില്ല, ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. ഓക്കെ, ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഡിക്ലൈനുമായി ബന്ധപ്പെട്ട് എങ്ങനെ? ചോദ്യം കേട്ടില്ല. മൈഗ്രേഷൻ ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് നടന്നതോ? ഒറിജിനുമായി ബന്ധപ്പെട്ടാണോ ചോദിക്കുന്നത്? ഡിക്ലൈന്റെ വിഷയത്തിലുണ്ട്. ഒറിജിൻ ഇപ്പൊ ഇവിടെ എങ്ങനെ ഉണ്ടായി എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ പിന്നെ ഇവിടെയുള്ള സാധനം അങ്ങോട്ട് പോലെയുള്ളൂ, അവിടെ ഇങ്ങോട്ടല്ലേ വരുള്ളൂ. ഡിക്ലൈൻ നമുക്ക് ഇതുണ്ട്, ഡിക്ലൈൻ ആ തിയറി ഉണ്ട്. മൈഗ്രേഷൻ എന്നുള്ളൊരു തിയറി ഭാഗമുണ്ട് ഡിക്ലൈന്റെ ഭാഗമായിട്ട്. ഇവിടെയുള്ള ആൾക്കാർ വേറെ എങ്ങോട്ടോ പോയതായിരിക്കാം. കാരണം ഒറിജിൻ പോലെ തന്നെ അതിനേക്കാൾ മിസ്റ്ററിയാണ്. കാരണം നമ്മൾ ഡിസ്കസ് ചെയ്ത കേസുകളിൽ തന്നെ ഹരപ്പൻസ് എങ്ങനെ ഡിസപ്പിയർ ആയി എന്നുള്ള സ്റ്റിൽ ഒരു അൺആൻസേർഡ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യൻ ഹിസ്റ്ററിയിൽ. ഇപ്പോഴും സോൾവ് ചെയ്യപ്പെട്ടിട്ടില്ല. എങ്ങനെ അവർ ഡിസപ്പിയർ ചെയ്തു എന്നുള്ള എനിക്ക് അറിയാം. അത് എങ്ങനെ ഡിസപ്പിയർ ആയി എന്നുള്ളത് ഇന്നും ഒരു ആൻസർ കിട്ടാത്തൊരു ചോദ്യമാണ് എന്ന്. അവിടെ ഈ പറഞ്ഞതുപോലെ പല തിയറികൾ പറയുന്നുണ്ട്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് മൈഗ്രേഷൻ തിയറി. ഓക്കെ, ഒറിജിന്റെ കാര്യത്തിൽ ഇവിടെയുള്ള ആൾക്കാർ അങ്ങോട്ട് പോകാനായിട്ടല്ല, അവിടെ പുറത്തുള്ള ആൾക്കാർ ഇങ്ങോട്ട് വന്നിരിക്കുക എന്നാണ് അവർ പറഞ്ഞത്. കാരണം ഇവിടെ ഒരു പുതിയ സാധനം ഉണ്ടാവുകയാണല്ലോ ചെയ്യുന്നത്. ആ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഉണ്ടായത് പുറത്തുള്ളത് കൊണ്ടാണോ, ഇവിടെയുള്ള ആൾക്കാർ തന്നെ വേറൊരു എൻറ്റിറ്റി ഉണ്ടാക്കിയതാണോ, അതല്ല അടുത്തുള്ള ആൾക്കാർ കൂടിയിട്ട് പുതിയൊരു സാധനം ഉണ്ടാക്കിയതാണോ? അവിടെയാണ് ചർച്ച നടക്കുന്നത്. ബ്രേക്കിന് ശേഷം നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സോ നമുക്ക് രണ്ട് ടോപ്പിക് എടുക്കാനുള്ള ടൈമില്ല. അപ്പൊ അതിൽ ചെറിയ ടോപ്പിക് എടുക്കാൻ നമുക്ക് ഹരപ്പൻ പൊളിറ്റിയുമായി ബന്ധപ്പെട്ടും ഇതുപോലെ ഒരു ഡിബേറ്റ് നടത്തുന്നു. നമ്മുടെ GS ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്താണ് അല്ലെ. ഹരപ്പൻ പൊളിറ്റി എന്താണ് എന്നുള്ളത് നമുക്ക് ഇപ്പോഴും എന്തായിട്ടില്ല, കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല. അതൊരു സ്റ്റേറ്റ് അഥവാ ഒരു സെൻട്രൽ ഗവൺമെന്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഒരു കിങ്ഷിപ്പ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, അതല്ല അവിടെ ഒരു പിന്നെ ഒളിഗാർക്കൽ ഫോം ഓഫ് ഗവർണൻസ് ആണോ, എന്താണ് ഹരപ്പൻ, ദ നേച്ചർ ഓഫ് ദ പൊളിറ്റി? അതാണ് അടുത്തൊരു ഡിബേറ്റ് നടക്കുന്നത്. ചില ആൾക്കാർ പറയുന്നു അവിടെ ഒരു പ്രീസ്റ്റിനെ പോലുള്ള ഒരാളുടെ കൺട്രോളിലായിരുന്നു ഹരപ്പൻ സൊസൈറ്റി എന്ന് പറയുന്നു. ചില ഹിസ്റ്റോറിയൻസ് പറയുന്നുണ്ട് അങ്ങനെയല്ല, അത് അവിടെ ഒരു വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അങ്ങനെ തുടങ്ങിയിട്ട് ഡിഫറെന്റ് ആയിട്ടുള്ള വ്യൂ പോയിന്റ് ആണ് ഹരപ്പൻ പൊളിറ്റിയുമായി ബന്ധപ്പെട്ടുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചർച്ചയാണ് നമുക്ക് ഇവിടെ ഇന്ന് ലാസ്റ്റ് ഡിസ്കഷൻ ആയിട്ട് നമ്മൾ നടത്തുന്നത്. ഓക്കെ, അപ്പൊ അതിൽ ആ ഡിബേറ്റുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ പ്രധാനമായിട്ടും രണ്ട് കാര്യത്തിലാണ് ഡിബേറ്റുകൾ നടക്കുന്നത് മനസ്സിലാക്കുക. ഒന്നാമത്തെ കാര്യം എന്താണ്?
ഒന്ന്, അവിടെ ഒരു സ്റ്റേറ്റ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ. ഒരു സൊസൈറ്റി ആണല്ലോ, ഒരു സിറ്റി ലൈഫ് ആണല്ലോ അവിടെ ഉള്ളത്. അപ്പൊ അവിടെ ഒരു സ്റ്റേറ്റ് ഉണ്ടോ ഇല്ലേ എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു ഡിബേറ്റ്. നമ്മൾ പിന്നീട് പിൽക്കാലത്ത് ഇന്ത്യൻ സൊസൈറ്റിയിൽ കണ്ടതുപോലെയുള്ള ഒരു സ്റ്റേറ്റ് അവിടെ ഉണ്ടായിരുന്നോ ഇല്ലേ എന്നുള്ളതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്ത് സ്റ്റേറ്റ് ആണ്? സ്റ്റേറ്റ് ഉണ്ടോ എന്നുള്ളതാണ് ആദ്യം നോക്കുന്നത്. ഉണ്ടെങ്കിൽ എന്ത് തരത്തിലുള്ള സ്റ്റേറ്റ് ആണ് അവിടെ വന്നിട്ടുള്ളത്? അത് ഒരു വ്യക്തി ഭരിച്ച സ്റ്റേറ്റ് ആണോ, അതല്ല ഒരു കൂട്ടം ആൾക്കാർ ഭരിച്ച സ്റ്റേറ്റ് ആണോ തുടങ്ങിയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ഡിബേറ്റ് വിഷയങ്ങൾ നടക്കുന്നത് അതൊരു സെൻട്രലൈസ്ഡ് എംപയർ ആണോ, അതല്ല ഒരു മെർക്കന്റൈൽ ഒളിഗാർക്കി ആണോ, അതല്ല നെറ്റ്വർക്ക് ഓഫ് സിറ്റി സ്റ്റേറ്റ് ആണോ? ഇവിടെയാണ് ഡിബേറ്റ് നടക്കുന്നത്. ഇതാണ് ഡിബേറ്റിന്റെ കോർ ഏരിയ എന്ന് പറയുന്നത്. സംഗതി ക്ലിയർ ആണോ? ഡിബേറ്റ് എന്താ നടക്കുന്നത്? ഒന്ന്, സ്റ്റേറ്റ് ഉണ്ടോ ഇല്ലേ എന്നാണ് ആദ്യം നോക്കുന്നത്. അങ്ങനെ അതിൽ വലിയ അഭിപ്രായ വ്യത്യാസം ആർക്കും ഇല്ല. സ്റ്റേറ്റ് ഉണ്ട് എന്ന് എല്ലാവരും പറയുന്നുണ്ട്. ഒരു സ്റ്റേറ്റ് പോലെ എന്തോ ഒരു ഗവേണൻസ് അവിടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ സ്റ്റേറ്റ് ഏത് തരത്തിലുള്ള സ്റ്റേറ്റ് ആണ്? ഇപ്പൊ ഇന്ന് നമുക്ക് ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ നമുക്ക് ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് നമുക്ക് 2-3 രൂപത്തിലേക്ക് ഇതിന് മാറ്റാറ്. ഒന്ന് പാർലമെന്ററി ഫോം ഓഫ് ഉണ്ട്, പ്രസിഡൻഷ്യൽ ഫോം ഉണ്ട്, പിന്നെ അത്ര രണ്ടെണ്ണല്ലോ. ഡിക്റ്റേറ്റർഷിപ്പിനെ നമുക്ക് ഡെമോക്രസിയിൽ കൊണ്ടുവരാൻ പറ്റില്ല. മോഡേൺ ഡേയ്സിലെ ഫോം ഓഫ് ഗവൺമെന്റ് നിങ്ങൾക്ക് അറിയാം. എന്ന് പറഞ്ഞതുപോലെ ആൻഷ്യന്റ് വേൾഡിലെ അല്ലെങ്കിൽ ആൻഷ്യന്റ് ഇന്ത്യയിലെ ഡെമോക്രസിയെ കുറിച്ച് പറയുമ്പോൾ ഹരപ്പൻ കേസിൽ എന്താണ് എന്നാണ്? സെൻട്രലൈസ്ഡ് എംപയർ ആണോ, അതല്ല മെർക്കന്റൈൽ ഒളിഗാർക്കി ആണോ? മെർക്കന്റൈൽ ഒളിഗാർക്കി എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയാ, ട്രേഡേഴ്സിന്റെ ഹെഡ് ആയിട്ടുള്ള ഒരു വ്യക്തി കൺട്രോൾ ചെയ്യുന്നു ബാക്കി എല്ലാ ആൾക്കാരെയും എന്നുള്ളതാണ് മെർക്കന്റൈൽ ഒളിഗാർക്കികൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് എമംഗ് ദി ഈക്വൽ എന്നുള്ള കോൺസെപ്റ്റ് പൊളിറ്റിക്സ് നിങ്ങൾ പഠിച്ചതാണല്ലോ ഇല്ലേ? ഫസ്റ്റ് എമംഗ് ദി ഈക്വൽ അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കും. ഓക്കെ, അതല്ലെങ്കിൽ നെറ്റ്വർക്ക് ഓഫ് സിറ്റി സ്റ്റേറ്റ്, അഥവാ ഒരു സ്റ്റേറ്റ് എന്താ പറയാ, നമ്മുടെ യൂണിയനും സ്റ്റേറ്റ് തമ്മിലുള്ള റിലേഷൻ പോലെ നോക്കിയാൽ മതി. ഒരു സ്റ്റേറ്റ് മൊത്തത്തിലുള്ള സ്റ്റേറ്റുകളുടെ മൊത്തം കൺട്രോൾ ഏറ്റെടുക്കുന്ന ഒരു കാണിച്ചു, അതാണ് നെറ്റ്വർക്ക് ഓഫ് സിറ്റി സ്റ്റേറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇതിലാണ് ഡിബേറ്റ് നടക്കുന്നത്. ഈ ഒരു കോൺസെപ്റ്റിലാണ് ഡിബേറ്റുകൾ നടക്കുന്നത് എന്നുള്ളതാണ്. ഡിബേറ്റ് ഏത് വിഷയത്തിലാണ് നടക്കാൻ പോകുന്നത് മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? അപ്പൊ ഇനി ഡിഫറെന്റ് ആയിട്ടുള്ള ആർഗ്യുമെന്റുകളാണ് പലരും മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അത് എന്താണ് നമുക്ക് നോക്കാം. എന്താണ് ഡിഫറെന്റ് ആർഗ്യുമെന്റ്സ്? ആർഗ്യുമെന്റിന്റെ കോർ ഏരിയ മനസ്സിലായല്ലോ, എവിടെയാണ് ആ ഡിബേറ്റ് നടക്കാൻ പോകുന്നത് എന്നുള്ളത്. അതിൽ ഒന്നാമത്തെ കാര്യമാണ് a centralized empire ruled by autocratic priest kings എന്നുള്ളതാണ് ഒന്നാമത്തെ ആർഗ്യുമെന്റ് എന്നുള്ളത്. എന്താണ് ഹരപ്പന്റെ പൊളിറ്റി എന്ന് പറഞ്ഞാൽ സെൻട്രലൈസ്ഡ് എംപയർ ആണ്, റൂൾഡ് ബൈ ഓട്ടോക്രാറ്റിക് പ്രീസ്റ്റ് കിങ്സ്. ഹരപ്പൻ പൊളിറ്റിക്കൽ നേച്ചർ എന്ന് പറഞ്ഞാൽ അതൊരു സെൻട്രലൈസ്ഡ് എംപയർ ആണ്, അത് തന്നെ ഓട്ടോക്രാറ്റിക് ആയിട്ട് പ്രീസ്റ്റ് കിങ്സ് ആയിരുന്നു അവിടെ ഭരിച്ചത് എന്നാണ്. ആരാണ് ഈ ഒരു വാദം മുന്നോട്ട് വെക്കുന്നത്? പ്രധാനമായിട്ടും പിക്കോട്ടും വീലറുമാണ് ഈ ഒരു വാദഗതി മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതാണ്. അതിൽ തന്നെ പിക്കോട്ടിന്റെ ഒരു ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ ഹരപ്പൻ സ്റ്റേറ്റ് വാസ് എ ഹൈലി സെൻട്രലൈസ്ഡ് എംപയർ റൂൾഡ് ബൈ ഓട്ടോക്രാറ്റിക് പ്രീസ്റ്റ് കിങ് ഫ്രം ദി പിങ്ക് ക്യാപിറ്റൽ ഓഫ് മോഹൻജദാരോ ആൻഡ് ഹരപ്പ. അദ്ദേഹത്തിന്റെ ഭയങ്കര അനാലിസിസ് ആണ്. 2 ക്യാപിറ്റൽ സിറ്റി ഉള്ള, അഥവാ ഹരപ്പയും മോഹൻജദാരയും രണ്ടിങ്ങനെ ക്യാപിറ്റൽ സിറ്റി ഉള്ള ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള ഒരു പ്രീസ്റ്റ് കിങ് ആണ് അവിടെ ഭരിച്ചത്, ഹരപ്പൻ സൊസൈറ്റിയെ ഭരിച്ചത് എന്നാണ് ആര് പറഞ്ഞു വെക്കുന്നത്? പിക്കോട്ട് പറഞ്ഞു വെക്കുന്നത്. ഇനി എന്തൊരു കോണ്ടെക്സ്റ്റിലാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ് നടത്തുന്നത് നമുക്ക് നോക്കാം. അതിൽ പ്രധാനമായിട്ടും അദ്ദേഹം പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അദ്ദേഹം ഇങ്ങനെ ഹരപ്പൻസിന്റെ ഫീച്ചേഴ്സ് മുഴുവൻ ഇങ്ങനെ അസസ് ചെയ്തിട്ട് അദ്ദേഹം പറയാണ് അവിടെ ഒരു ലെവൽ ഓഫ് യൂണിഫോമിറ്റി കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? നമ്മൾ ഡിസ്കസ് ചെയ്താൽ കുറെ യൂണിഫോമിറ്റി ഉണ്ട് എന്നുള്ളത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മെറ്റീരിയൽസിന്റെ കാര്യം എടുത്ത് നോക്കൂ, അതുപോലെ തന്നെ സ്ക്രിപ്റ്റിന്റെ കാര്യം എടുത്ത് നോക്കൂ, അതുപോലെ തന്നെ സ്റ്റാൻഡർഡൈസ്ഡ് വെയിറ്റിന്റെ കാര്യം എടുത്ത് നോക്കിയാൽ, അതുപോലെ തന്നെ അർബൻ പ്ലാനിങ്ങിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ, മോണുമെന്റൽ ആയിട്ടുള്ള പബ്ലിക് വർക്സിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, ഇത് മോഹൻജദാരയിലും ഹരപ്പയിലും ഏകദേശം എന്താണ് സിമിലർ ആയിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനൊരു സിമിലാരിറ്റി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ എന്താണ് പറയാൻ പറ്റുന്നത്? ഇങ്ങനെ ഇതിനൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള റൂളർ ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇങ്ങനെയൊക്കെ സംഭവിക്കൂ എന്നാണ് ആര് പറഞ്ഞത്? പിക്കോട്ട് പറഞ്ഞു വെക്കുന്നത്.
അദ്ദേഹത്തിന്റെ വ്യൂ എന്താ മനസ്സിലായോ? അദ്ദേഹം ചെയ്തെന്താണ്, ഹാരപ്പൻസിന്റെ ഫീച്ചേഴ്സ് ഒക്കെ എടുത്തു നോക്കി. ഫീച്ചേഴ്സ് ഒക്കെ എടുത്തു നോക്കുന്ന സമയത്ത് ഒരുപാട് സിമിലാരിറ്റി ഇങ്ങനെ കാണുന്നുണ്ട്. ഏതൊക്കെ സിമിലാരിറ്റി? മെറ്റീരിയൽസ്, ഇപ്പം ബ്രിക്സിന്റെ കാര്യത്തിൽ നമ്മൾ പറഞ്ഞല്ലോ, ഒന്നെങ്കിൽ ഒരു നിലയുള്ള വീട്, രണ്ട് നിലയുള്ള വീട്, ആ ബ്രിക്സ് തന്നെ യൂണിഫോം ആയിരുന്നു എല്ലാ സ്ഥലത്തും എന്നുള്ളത്. അതുപോലെ തന്നെ സ്ക്രിപ്റ്റ്, ഏത് സിറ്റി എടുത്ത് നോക്കുകയാണെങ്കിലും ഒരേ സ്ക്രിപ്റ്റാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റാൻഡേർഡ്സിൽ വെയിറ്റും മെഷേഴ്സും ആണ് എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ അർബൻ പ്ലാനിങ്, അതിൽ ചില വേരിയേഷൻസ് ഉണ്ട്, പക്ഷേ പ്ലാനിങ് എല്ലാ സ്ഥലത്തും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നെ പബ്ലിക് വർക്സിന്റെ ഭാഗമായിട്ടുള്ള മോണുമെന്റ്സ് എടുത്തു നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് മോഹൻജദാരയിലെ ഹാരപ്പയിലുള്ള മോണുമെന്റ്സ് എടുത്തു നോക്കുകയാണെങ്കിലൊക്കെ ഇതിലൊക്കെ ഒരു സിമിലാരിറ്റി കാണുന്നുണ്ട് എന്നുള്ളതാണ്. അതിൽ തന്നെ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, മോഹൻജദാരയിലും ഹാരപ്പയിലും ഗ്രാനറിയുടെ കേസാണ് അദ്ദേഹം വീണ്ടും പറയുന്നത്. കാരണം വലിയ ഗ്രാനർ, ഓർമ്മല്ലേ, ഹാരപ്പയിലും മോഹൻജദാരയിലും വലിയ ഗ്രാനറികൾ ഉണ്ടായിരുന്നു. ഗ്രാനറീസിന്റെ ഒരു കോംപ്ലക്സ് തന്നെ ഉണ്ടായിരുന്നു, ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അത്തരത്തിലുള്ള ഗ്രാനറീസ് ഒക്കെ ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഒരു ഹൈ ലെവൽ കൺട്രോൾ വേണമല്ലോ. ഇത്രയും സാധനങ്ങൾ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹൈ ലെവലായിട്ട് കൺട്രോൾ അവിടെ വേണം എന്നുള്ളത്. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്, ഇത്തരത്തിലുള്ള ഒരു കൺട്രോളിങ് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള പ്രീ സ്റ്റിക്കിങ്സ് അവിടെ വേണം എന്നുള്ള ഒരു ആർഗ്യുമെന്റ് അദ്ദേഹം മുന്നോട്ട് വെക്കുന്നത് എന്നതാണ്. ക്ലിയർ ആണല്ലോ? പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഒരു മോണുമെന്റലായിട്ടുള്ള പബ്ലിക് വർക്ക്സ്, ഉദാഹരണമായിട്ട് ഗ്രേറ്റ് ബാത്തിന്റെ കാര്യം എടുക്കുക. ഗ്രേറ്റ് ബാത്ത് എന്നുള്ള അവിടെ വലിയൊരു സ്ട്രക്ചർ അല്ലേ, ആ സ്ട്രക്ചർ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അത്രയും വരുന്ന ലേബേഴ്സിന് ആവശ്യമുണ്ട്. ഈ ലേബേഴ്സിനൊക്കെ കൊണ്ടുവരാന്നുണ്ടെങ്കിൽ അവരോട് കമാൻഡ് ചെയ്യാൻ പറ്റുന്ന, നിങ്ങൾ നാളെ മുതൽ വന്ന് അവിടെ ജോലി ചെയ്യണം എന്ന് പറയാൻ പറ്റുന്ന, ഒരു കമാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ അവിടെ വേണം. അല്ലെങ്കിൽ ഓർഡർ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ പണി എടുത്തോളൂ, ഞങ്ങളുടെ പണി എടുക്കാന്ന് ആൾക്കാർ പറയുള്ളൂ. അപ്പൊ അവിടെ കമാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിലെ വലിയ ബിൽഡിങ്സും കാനറീസും ഒക്കെ അവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ടാണ് പറയുന്നത് ഒരു സിംഗിൾ റൂളറുടെ കീഴിൽ ഇവർ യുണൈറ്റ് ചെയ്തിരുന്നു എന്നുള്ളത്. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇവിടെ എന്തുകൊണ്ട് സിംഗിൾ റൂളർ ഉണ്ടാകും. ഇപ്പം ഹരപ്പയിലെ റൂളർ, മോഹൻജദാരയിലെ റൂളർ, ലോക്കലിലെ റൂളർ എന്ന് വിചാരിക്കുക. സപ്പോസ് അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു ക്ലാഷിനുള്ള ഒരു സാധ്യത ഉണ്ടല്ലോ, ഇല്ലേ? ഇവിടെയുള്ള ആൾക്ക് എന്തായാലും അവിടെ ഒരു കണ്ണുണ്ടാവുമല്ലോ. അവിടെ എങ്ങനെയെങ്കിലും, അതാണ് പൊതുവെ മനുഷ്യന്റെ ഒരു ടെൻഡൻസി എന്നുള്ളത്, ഉള്ളത് കൂടുതലും വികസിപ്പിക്കാനേ നോക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു ക്ലാഷ് എവിടെ നമ്മൾ കണ്ടിട്ടില്ല, ഹാരപ്പൻസിന്റെ കേസിൽ കാണുന്നില്ല. അപ്പൊ അത് വെച്ചിട്ടാണ് പിങ്കോട്ട് പറഞ്ഞു, ഇതൊക്കെ വെച്ചിട്ടാണ് പിങ്കോട്ട് പറഞ്ഞു വെക്കുന്നത് അവിടെ ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള റൂളർ ആയിരിക്കാനേ സാധ്യതയുള്ളൂ. അതിന് ആർഗ്യുമെന്റ് പോകുന്ന രൂപം മനസ്സിലാവും നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത്. 3 കാര്യങ്ങൾ ഓർക്കുക. ഒന്ന്, അദ്ദേഹം സെൻട്രലൈസ്ഡ് എംപയർ വിത്ത് പ്രീ സ്റ്റിക്കിംഗ് എന്നൊരു കോൺസെപ്റ്റ് ആണ് വെക്കുന്നത്. അത് എങ്ങനെയാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? അദ്ദേഹം ആദ്യം പറയുന്നു, ഹാരപ്പൻസിലും മോഹൻജദാരയിലും ഉള്ള ഒരു സിമിലാരിറ്റി ഒരു കേസ് സ്റ്റഡി ആയിട്ട് എടുക്കുകയാണ്. ഈ സിമിലാരിറ്റി സാധ്യമാവണമെന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് ഈ പറയുന്ന ഫീച്ചേഴ്സിൽ സിമിലാരിറ്റി പറയുന്നത്. രണ്ടാമത്തെ കാര്യം, ഈ പബ്ലിക് വർക്ക്സ് ഒക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഹ്യൂജ് ലേബേഴ്സ് വേണം. ആ ലേബേഴ്സിനെ മൊബിലൈസ് ചെയ്ത് ഓർഡർ ഇടണം എന്നുണ്ടെങ്കിൽ ഒരാൾ അവിടെ കൃത്യമായിട്ട് വേണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ഗ്രാനറിയുടെ കേസ് എടുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഈ ഗ്രാനറിയിലേക്ക് ഇത്രയും സാധനങ്ങൾ പ്രൊക്യൂർ ചെയ്യുകയും അതിനെ കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരു ഹൈ ലെവൽ കൺട്രോൾ അവിടെ വേണം. മൂന്നാമത്തെ കാര്യം അദ്ദേഹം പറയുന്നത്, ഈ പറയുന്ന സ്ഥലങ്ങളിൽ ഒന്നും തന്നെ ക്ലാഷുകൾ നടന്നതായിട്ട്, പ്രശ്നങ്ങൾ നടന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് ഇവിടെ ആയിരിക്കാം ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ള റൂളർ ആയിരിക്കാം എന്ന് അദ്ദേഹം പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് എന്താണെന്ന് ക്ലിയർ ആണല്ലോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ, ക്ലിയർ അല്ലെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി, റെഡി ടു എക്സ്പ്ലെയിൻ. അപ്പൊ ഇതിന്റെ പ്രശ്നം എന്താണ്? ഇതിന്റെ പ്രശ്നം എന്തെന്ന് വെച്ചാൽ, പ്രധാനമായിട്ടും ഈ ആർഗ്യുമെന്റിന് കൗണ്ടർ ആർഗ്യുമെന്റ് ആയിട്ട് വന്നത് ഫെയർ സർവീസ് ആണ്. അദ്ദേഹം പറയുന്നത് ഹാരപ്പൻസിന്റെ എംപയർ പോലും ഒരു എംപയർ പോലെയാണല്ലോ പിങ്കോട്ട് പറഞ്ഞു വെക്കുന്നത്. ഇയാൾ പറയുകയാണ്, ഫെയർ സർവീസ് പറയാണ്, എംപയർ പോയിട്ട് അതിന് സ്റ്റേറ്റ് എന്ന് പോലും വിളിക്കാൻ പറ്റൂല, എന്നിട്ടല്ലേ അതിന് റൂളർ ഉണ്ടാവുക എന്ന്. അപ്പൊ അതെന്താണ് അദ്ദേഹം പറയുന്നത്? അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവിടെ ഒരു പ്രീ സ്റ്റിക്കിങ്, സ്ലേവ്സ്, സ്റ്റാൻഡിങ് ആർമി, കോർട്ട് ഒഫീഷ്യൽസ് തുടങ്ങിയിട്ടുള്ള ഒരു സാധനം നമുക്ക് എന്തില്ല, എവിഡൻസ് കിട്ടിയിട്ടില്ല. നിങ്ങൾ പ്രീ സ്റ്റിക്കിങ് ഉണ്ട് വെറുതെ പറഞ്ഞാൽ പോരാ, എവിഡൻസ് എവിടെ? പ്രീ സ്റ്റിക്കിങ് ഉണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത്. ഒരു കിങ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും കിങ്ങിന് എന്ത് വേണം? ഒരു പാലസ് വേണം. കിങ്ങിന്റെ കീഴിൽ ഒരുപാട് എംപ്ലോയീസ് വേണം. എംപ്ലോയീസ് സെർവൻസ് വേണം. ഇതൊന്നും നമുക്ക് ഇവിടെ കിട്ടിയിട്ടില്ല, ഹാരപ്പൻസ് നമുക്ക് കിട്ടിയിട്ടില്ല എന്നല്ല.
അപ്പോ അതുകൊണ്ട് ഫയർ സർവീസ് പറയുകയാണ് മോഹൻജദാരോ എന്ന് പറഞ്ഞത് എന്തല്ല, ഒരു സെറിമോണിയൽ സെന്റർ മാത്രമായിരുന്നു, നോട്ട് ആൻ അഡ്മിനിസ്ട്രേറ്റീവ് വൺ. അതായത് ഒരു നെയിം സേക്കിന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു നമ്മൾ പറയാറുണ്ടല്ലോ ആദരിച്ച് ഓണറായിട്ട് കൊടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അങ്ങനെ ഒരു ചടങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സെന്റർ മാത്രമായിരുന്നു ഏത് മോഹൻജദാരോ എന്നുള്ളത്. അല്ലാതെ ഒരു ക്യാപിറ്റൽ സിറ്റി പോലെ ഒന്നും ആക്ട് ചെയ്തിട്ടുള്ള ഒരു സ്ഥലം അല്ല എന്നാണ് കൗണ്ടർ ആർഗ്യുമെന്റ് ആയിട്ട് ഫയർ സർവീസ് പറയുന്നത് എന്നുള്ളതാണ്. അതിൽ അദ്ദേഹം കോട്ട് ചെയ്യുന്നത്, കാരണം ഈ പിഗോട്ടിന്റെ ഈ ഐഡിയ ഒക്കെ വരുന്നത് എവിടെന്നാന്ന് ചോദിക്കുകയാണെങ്കിൽ, അദ്ദേഹം മെസപ്പൊട്ടോമിയ അല്ലെങ്കിൽ കണ്ടംപററി ആയിട്ടുള്ള സിവിലൈസേഷൻ ഒക്കെ നോക്കിയിട്ടാണ് അദ്ദേഹം ഈ ഒരു ആർഗ്യുമെന്റ് വരുന്നത്. അപ്പോ അതിനുള്ള കൗണ്ടർ ആർഗ്യുമെന്റ് ആയിട്ട് പറയുമ്പോൾ മെസപ്പൊട്ടോമിയ ആവട്ടെ, ഈജിപ്ത് ആവട്ടെ, റൂളേഴ്സ് എല്ലാം തന്നെ അവരുടെ സ്കൾപ്ചേഴ്സിലും അവരുടെ സയൻസിലും സിമ്പിൾസിലും ഒക്കെ കൃത്യമായിട്ട് പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഹരപ്പൻസിന്റെ കേസിൽ നമുക്ക് അങ്ങനത്തെ ഒരു ഇമേജ് പോലും നമുക്ക് കിട്ടിയിട്ടില്ല. ഈജിപ്തിലും മെസപ്പൊട്ടോമിയയിലും ഒക്കെ ഇഷ്ടം പോലെ നമുക്ക് എന്തായിട്ടുണ്ട്, റൂളേഴ്സ് ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഇഷ്ടം പോലെ ഇമേജുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഹാരപ്പൻസ് നന്നായിട്ട് സ്റ്റാച്ചു ഉണ്ടാക്കുന്ന ആൾക്കാരായിരുന്നു, ഒരുപാട് പിന്നെ സീൽസും സിമ്പിൾസും ഒക്കെ ഉള്ള ആൾക്കാരാണ്. അതിൽ എവിടെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, ഇങ്ങനെയുള്ള കിങ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അതോറിറ്റിയൻ റൂളർ ഉണ്ടെങ്കിൽ എവിടെയെങ്കിലും അയാളെ കുറിച്ചുള്ള സൂചനകൾ വേണമല്ലോ. അത്തരത്തിലുള്ള സൂചനകളൊന്നും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല എന്ന്. ക്ലിയറാണല്ലോ. അപ്പൊ അതാണ് പ്രധാനമായിട്ടും ഇവർ തമ്മിലുള്ള ആർഗ്യുമെന്റിലെ വ്യത്യാസം എന്നുള്ളത്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതാണ് കോർ ആർഗ്യുമെന്റിന്റെ കോർ ആയിട്ടുള്ള ഒരു കാര്യം ഇതാണ് എന്നുള്ളതാണ്. അപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീസ്റ്റ് കിങ് എന്ന് വിളിക്കാം, അതിന് മറ്റു പേരും കൊടുക്കാമല്ലോ. നിങ്ങൾ അതിനെ പ്രീസ്റ്റ് കിങ് എന്ന് വിളിക്കുന്നത് കൊണ്ടാണ് അതിനെ ആ പേരിൽ അദ്ദേഹം അറിയപ്പെടുന്നത്. പ്രീസ്റ്റ് കിങ്ങിന് പകരം ഞാൻ മറ്റൊരു പേര് കൊടുക്കുകയാണെങ്കിൽ എനിക്ക് ആ രൂപത്തിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ നിങ്ങളുടെ ഒരു വ്യൂ പോയിന്റ് വെച്ചുകൊണ്ടാണ് നിങ്ങൾ അതിനെ പ്രീസ്റ്റ് കിങ് എന്ന് വിളിക്കുന്നത്. പക്ഷെ ആ പ്രീസ്റ്റ് കിങ് ആണെന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന, കൊളാബറേറ്റ് ചെയ്യാൻ പറ്റുന്ന എവിഡൻസുകൾ നമുക്ക് വേണം. ആ എവിഡൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. നോക്കൂ, നിങ്ങൾ തൊട്ടടുത്തുള്ള മെസപ്പൊട്ടോമിയ, ഈജിപ്തിലേക്ക് നോക്കൂ. അവിടെയുള്ള റൂളേഴ്സിനെ കുറിച്ച് കൃത്യമായിട്ട് ആ സൊസൈറ്റിയിൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്, അവിടെ റൂളർ ഉള്ളതിനെ കുറിച്ച്. ഇവിടെ അത്തരത്തിലുള്ള ഒരു സംഗതിയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇതാണ് അതിന്റെ കൗണ്ടർ ആർഗ്യുമെന്റ് എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്? നീ എന്തെങ്കിലും വരികയാണെങ്കിൽ നിങ്ങളുടെ ലാംഗ്വേജിലേക്ക് അതിനെ മാറ്റാനും പറ്റില്ലോ. ദാറ്റ്സ് ഇറ്റ്. എത്ര ആവശ്യമുണ്ട് നമുക്ക്. അതാണ് ഇതിന്റെ ഒരു പ്രശ്നം എന്നുള്ളത്. ഈ ഒരു ആർഗ്യുമെന്റിന് എതിരായിട്ടുള്ള ഒരു കൗണ്ടർ ആർഗ്യുമെന്റ് ആണ്. രണ്ടാമത്തെ ആർഗ്യുമെന്റ്, അപ്പൊ ഒന്ന് പ്രീസ്റ്റിക്കിംഗ് വിത്ത് എ അതോറിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്നുള്ളതാണ് ഒന്നാമത്തെ വ്യൂ പോയിന്റ് എന്നുള്ളത്. രണ്ടാമത്തെ വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് വരുന്നതാണ് എലാബറേറ്റ് വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ. ഒരു എലാബറേറ്റ് ആയിട്ടുള്ള വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ ആണ്. കാരണം നേരത്തെ പിഗട്ടാണ് ഈ ചർച്ച തുടങ്ങി വെച്ചത്. പിഗറ്റിന്റെ കൗണ്ടർ ആർഗ്യുമെന്റ് ആയിട്ടാണ് ആര് വന്നത്? ഫയർ സർവീസ് വന്നത്. പിന്നെ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തോട് ചോദിക്കല്ലോ, ഇതല്ലെങ്കിൽ പിന്നെ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത്. ഞാൻ അനസ് പറഞ്ഞൊരു കാര്യത്തെ ഞാൻ എന്ത് ചെയ്യുന്നു, കൗണ്ടർ ചെയ്യുന്നു. അപ്പൊ സ്വാഭാവികം നിങ്ങൾ ചോദിക്കും, അതല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടാവുമല്ലോ, ഇല്ല ചോദിക്കൂലേ? അപ്പൊ എന്താണ് എന്റെ അഭിപ്രായം എന്നുള്ളത്. അപ്പൊ അവിടെയാണ് ഫയർ സർവീസ് പറയുന്നത്. അദ്ദേഹം പറയാണ്, അവിടെ ഉള്ളൊരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ലൈക്ക് എലാബറേറ്റ് വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ. അതായത് അവിടെ കൺട്രോൾ ഉണ്ട്. ആ കൺട്രോൾ ആരാണ് ചെയ്തത്? അതൊരു വില്ലേജ് ഒന്നിച്ചുകൊണ്ട് ചെയ്തൊരു കൺട്രോൾ ആണ്. കൺട്രോളിന്റെ കാര്യത്തിൽ അവർ തർക്കമില്ല ഒരു തമ്മിൽ. നിങ്ങൾ പറഞ്ഞ ഹൈ ലെവൽ കൺട്രോൾ അവിടെ ഉണ്ട്, പിന്നെ ഓർഡർ ചെയ്യുന്ന ഒരാളുണ്ട്. പക്ഷെ അത് ഒരാളല്ല, പകരം എന്താണ്, വില്ലേജ് മുഴുവനായിട്ട്, വില്ലേജിൽ നിന്നും സെലക്ടഡ് ആയിട്ടുള്ള ആൾക്കാരാണ് കൊണ്ടുവന്നത് എന്നുള്ളതാണ്. അപ്പോ ഇതാണ് അദ്ദേഹത്തിന്റെ ഒരു ആർഗ്യുമെന്റ് എന്നുള്ളത്. അതിന് അദ്ദേഹം കൊണ്ടുവരുന്ന യൂറോപ്യൻ ഐഡിയ ആണ്, ആ ക്ലാസ് സ്ട്രക്ചർ എന്നുള്ളൊരു ഐഡിയ ആണ് അദ്ദേഹം കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. അഥവാ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ, വില്ലേജിൽ നിന്നും സെലക്ട് ചെയ്യപ്പെട്ട ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കാം എന്ത് ചെയ്തിട്ടുണ്ടാവുക, ഈ കാര്യങ്ങളൊക്കെ ടേക്ക് കെയർ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ് എന്താ, മനസ്സിലായോ? ആർഗ്യുമെന്റ് മനസ്സിലാവില്ലേ? ഫയർ സർവീസ് പറയുന്നത് അവിടെ ഹൈ ലെവൽ കൺട്രോൾ ഉണ്ട്, അതിൽ എനിക്ക് തർക്കമില്ല. എനിക്ക് തർക്കമുള്ളത് നിങ്ങൾ അവിടെ ഒരു അതോറിറ്റേറ്റീവ് ആയിട്ടുള്ള സിംഗിൾ റൂളർ പ്രീസ്റ്റ് കിങ് ആണ് എന്ന് പറയുന്നിടത്താണ് എന്റെ പ്രശ്നം കിടക്കുന്നത്. അവിടെ പ്രീസ്റ്റ് കിങ് ഒന്നുമില്ല, നമുക്ക് അതിലെ തെളിവുകളും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല. പിന്നെ എന്തായിരിക്കും അവിടെ പോസിബിലിറ്റി ഉണ്ടാവുക? അവിടെ ഒരു വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഒരു പോസിബിലിറ്റി ഉണ്ടാവുക. ആ വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ, അവിടെയുള്ള
പിന്നെ സിറ്റികളെല്ലാം തന്നെ കണക്റ്റഡ് വിത്ത് ദ വില്ലേജസ്, നിയർ ബൈ ആയിട്ടുള്ള വില്ലേജുമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഈ സിറ്റികളിലുള്ള ഒരു ക്ലാസ് ഓഫ് പീപ്പിൾ, അവിടെയുള്ള ഒരു പീപ്പിൾസിന്റെ ഒരു ഗ്രൂപ്പാണ് എന്താക്കിയത്, ഇവിടെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നടത്തിയിരുന്നത് എന്നുള്ളതാണ്. അതാണ് അദ്ദേഹത്തിന്റെ ഒരു ആർഗ്യുമെന്റ് എന്നത്. പക്ഷെ അവിടെയുള്ള പ്രശ്നം എന്താ വെച്ചാല്, ഫെയർ സർവീസിന്റെ ആർഗ്യുമെന്റിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാല്, ഇങ്ങനെ വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാകുന്ന സമയത്ത് ആരാണ് അവിടെ റെഗുലേറ്റ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. കാരണം ഒരു വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കണം A to Z കാര്യങ്ങൾ എന്താക്കുക, നടപ്പിൽ വരുത്തേണ്ടത്. പക്ഷെ അദ്ദേഹം തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്, അത് കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഹാരപ്പന്റെ കേസിൽ പറയാൻ പറ്റില്ല. കാരണം അവിടുത്തെ പിന്നെ ലോ ആൻഡ് ഓർഡർ ഒരു പക്ഷേ ചെയ്തിട്ടുണ്ടാവുക റിലീജിയന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ട്രഡീഷന്റെ ഭാഗമായിട്ട് ഒക്കെ ആയിരിക്കാം അവിടെ ഉള്ള റെഗുലേഷൻസ് ഒക്കെ വന്നിട്ടുണ്ടാവുക എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് തന്നെ കൃത്യമായിട്ട് ഒരു പൊസിഷനിങ് അവിടെ എടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം എന്നുള്ളത്. ശരിക്കും പിഗോട്ടിന്റെ ഒരു കൗണ്ടർ ആർഗ്യുമെന്റുമായിട്ടാണ് അദ്ദേഹം വന്നത്. പക്ഷെ കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നിടത്ത് ഫെയർ സർവീസിനും ഒരു കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. അത് ഒരു വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ ഉണ്ടെന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്, പക്ഷെ അത് ഏത് തരത്തിലുള്ള വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ ആണ് എന്ന് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഒരു വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ ആണെങ്കിൽ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി, മോഡേൺ ടൈംസിലെ നമ്മുടെ ഈ ഖാപ് പഞ്ചായത്തുകളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക, അല്ലെങ്കിൽ നാട്ടുകൂട്ടം, തമിഴ്നാടുകളിലൊക്കെ കാണുന്ന നാട്ടുകൂട്ടങ്ങളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പൊ ആ ഒരു ഗ്രാമത്തിലെ A to Z കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആരായിരിക്കും, ഈ പറയുന്ന യൂണിറ്റ് ആയിരിക്കും. നാട്ടുകൂട്ടം എന്നത് യൂണിറ്റ് ആയിരിക്കും. അപ്പൊ അതാണല്ലോ ശരിക്കും വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ പറഞ്ഞാൽ എന്താണ്, അത്തരത്തിലൊരു പവർ അവർക്ക് ഉണ്ടാവണം. പക്ഷെ അത് എവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല, ഹാരപ്പൻസിന്റെ കേസിൽ നമുക്ക് കാണാനും സാധിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ അവിടെയാണ് പ്രശ്നം കിടക്കുന്നത് ഫെയർ സർവീസിന്റെ ആർഗ്യുമെന്റിൽ. ഇനിവേ ഇങ്ങനെ ഒരു ആർഗ്യുമെന്റ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. എലാബറേറ്റ് വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ എന്നുള്ളതാണ് സെക്കൻഡ് ആയിട്ട് ഹാരപ്പൻ പൊളിറ്റിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ നമുക്ക്. ഈ മൂന്നാമത്തെ ഒരു ആർഗ്യുമെന്റ് ആണ് ചീഫ്ഡം സ്റ്റേറ്റ് എന്നുള്ള കോൺസെപ്റ്റ്. ചീഫ്ഡം സ്റ്റേറ്റ്, ചീഫ്ഡം സ്റ്റേറ്റ് S.C. മാലിക് ആണ് ഈ ഒരു തിയറി ആയിട്ട് മുന്നോട്ട് വരുന്നത്. ചീഫ്ഡം സ്റ്റേറ്റ് എന്നുള്ളത്, അഥവാ സ്റ്റേറ്റുകളുടെ ഒരു ചീഫ്. നമ്മള് സംഘം കാലഘട്ടത്തിൽ ഇനി പഠിക്കാൻ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ പഠിച്ചവർക്ക് സംഘ കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. സംഘകാലഘട്ടത്തില് നമ്മുടെ ആൻഷ്യന്റ് തമിഴകത്തെ പ്രത്യേകത എന്തായിരുന്നു, ചേര, ചോള, പാണ്ഡ്യാസ് എന്നുള്ളത് അവിടെയുള്ള ഒരുപാട് ചീഫ്സിന്റെ അവിടെയുള്ള ഒരുപാട് ട്രൈബൽ കമ്മ്യൂണിറ്റീസിന്റെ ചീഫ് ആയിരുന്നു എന്നുള്ളതാണ്. നമ്മുടെ വേദിക് ഏജിലേക്ക് വന്നാലും മതി. വേദിക് ഏജിലെ പൊളിറ്റി എടുത്ത് നോക്കുക. ഏർലി വേദിക്കിലെ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എങ്ങനെയായിരുന്നു, ഗോത്രങ്ങളിൽ നിന്നും സെലക്ട് ചെയ്യപ്പെടുന്ന ഒരു വ്യക്തിയാണല്ലോ ഗോപാലയായിട്ട് വരുന്നത്, ആണോ അല്ലേ? എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെയും ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് S.C. മാലിക് പറയാൻ പോകുന്നത്. അവിടെ ഹാരപ്പൻ പൊളിറ്റി പറയാൻ പറ്റുന്ന ഒരു കാര്യം അദ്ദേഹം ആദ്യം പറഞ്ഞു വെക്കുന്നത് എക്സാമ്പിൾ ഓഫ് ദി ചീഫ്ഡം സ്റ്റേറ്റ്സ് എന്ന് പറയാൻ പറ്റും. അതായത് കിങ്ഷിപ്പ് സൊസൈറ്റിയിൽ നിന്നും സിവിൽ സൊസൈറ്റിയിലേക്കുള്ള ആ ഒരു ട്രാൻസിഷനിൽ വരുന്ന ആ ഒരു കാര്യമാണല്ലോ. അതാണല്ലോ നമ്മൾ വേദിക് ഏജിൽ കണ്ടത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു പ്രോട്ടോ ടൈപ്പ് ചീഫ് സ്റ്റേറ്റ് ആയിട്ടാണ് നമുക്ക് പറയാൻ പറ്റുന്നത് എന്നുള്ളതാണ്. അത് എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത് ചോദിക്കുകയാണെങ്കിൽ, ഈ lack of imposing monuments and supreme gods against the idea of strong and centralized state. കാരണം അവിടെ ഒരു സുപ്രീം ഗോഡ് എന്നുള്ള കൺസെപ്റ്റ്, അതുപോലെ തന്നെ ഈ മോണുമെന്റ്സിനെ ഇമ്പോസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അതോറിറ്റി ഒന്നും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നില്ല, ഹാരപ്പയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഹാരപ്പന്റെ ബിലീഫ് സിസ്റ്റം എടുത്തു നോക്കുക. ഹാരപ്പന്റെ ബിലീഫ് സിസ്റ്റത്തിൽ പറയാൻ പറ്റുന്ന കാര്യം എന്താണ്, ഒന്നെങ്കിൽ മദർ ഗോഡസ് പോലെയുള്ള ഒരു ഇമേജിനെ അവരെന്ത് ചെയ്തിരിക്കാം, വെൻട്രേറ്റ് ചെയ്തിരിക്കാം. വർഷിപ്പ് എന്ന് പറയാൻ പറ്റും, വെൻട്രേറ്റ് ചെയ്തിരിക്കുക എന്ന് പറയാൻ പറ്റും. അതല്ലെങ്കിൽ ഒരു നമ്മുടെ പശുപതി സീലിൽ കാണുന്നുണ്ടല്ലോ, പശുപതി സീലിൽ കാണുന്ന ആ ഒരു ഇമേജ് എന്നുള്ളത് ഒരു പക്ഷേ അവരുടെ സൊസൈറ്റിയിൽ എന്തൊരു വെൻട്രേറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ആയിരിക്കാം. ഈ രണ്ട് സാധനങ്ങൾ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോ ഈ രണ്ട് സാധനങ്ങളും ഒരു പോസിബിലിറ്റി ഉണ്ടല്ലോ, അതാണ് അദ്ദേഹം പറയുന്നത്. ആ സൊസൈറ്റിയിൽ ഒരു പക്ഷെ ഹൈലി റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഏതോ ഒരാളായിരിക്കാം. നമ്മളതിനെ ബിലീഫായിട്ട് നമ്മൾ പറഞ്ഞു വെക്കുന്നു. അപ്പൊ അത്തരത്തിൽ ഹൈലി റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ആളായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ ഒരു സ്റ്റേറ്റ് എന്നുള്ള രൂപത്തിൽ അതിനെന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് പറയാൻ. സ്റ്റേറ്റ് ഇൻ ദ സെൻസ് ഒരു അതോറിറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള ഹെഡ് എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല.
പകരം പറയാൻ പറ്റുന്ന ഒരു കാര്യമാണെന്ത്, ഒരു ചീഫ്ഡമായിട്ടുള്ള ഒരു സ്റ്റേജിലേക്ക് പോവുകയാണ്. അതാ ഒരുപാട് പിന്നെ ഫാമിലികൾ അവിടെ ഉണ്ടായിരിക്കാം. ഫാമിലികളിൽ നിന്നുള്ള ഒരു ഹെഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒന്നിലധികം ഹെഡുകൾ ആയിരിക്കാം ഹരപ്പൻസിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനെ കൺട്രോൾ ചെയ്തിരിക്കുക എന്ന്. കൺസെപ്റ്റ് ആണ് മനസ്സിലാക്കേണ്ടത്. ഇവിടെ വേർഡ്സ് അല്ലെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് കൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കുക. വേർഡ്സ് ഫോർഗെറ്റ് അബൌട്ട് ദ വേർഡ്സ്. ഈ വേർഡ്സ് എന്തെങ്കിലും ഉപയോഗിക്കുന്ന ഒരു നിർബന്ധമില്ല, നിങ്ങൾ ആ കൺസെപ്റ്റ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ചീഫ്ഡം സ്റ്റേറ്റ് എന്നുള്ള കോൺസെപ്റ്റിൽ നസീമാലിക്ക് പറഞ്ഞത്രേ ഉള്ളൂ. ഹരപ്പൻ പൊളിറ്റിക്കൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കാം, ഒരു കിൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള, ഫാമിലി ബേസ്ഡ് ആയിട്ടുള്ള, ഒന്നിലധികം ഫാമിലിയിൽ കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു കൺട്രോളിംഗ് അതോറിറ്റിയിലേക്ക്, അതാണല്ലോ പിൽക്കാലത്ത് നമ്മൾ വേദിക്കേജിൽ കണ്ടത്. അപ്പൊ അതിലേക്കുള്ള ഒരു തുടക്കമാണ് എവിടെ നാം കാണുന്നത്, ഹരപ്പനിൽ കാണുന്നത് എന്നാണ് ഇദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റിന്റെ ഒരു ക്രക്സ്. ക്ലിയർ ആണോ? എന്താണ് ചീഫ്ഡം സ്റ്റേറ്റ് കൊണ്ട് നസീമാലിക്ക് ഉദ്ദേശിച്ചത്, എന്താണ് കോൺസെപ്റ്റ്? ഓക്കെ. ഇനി റീസെന്റ് ആയിട്ടുള്ള പഠനങ്ങൾ, അടുത്ത് നടക്കുന്ന പഠനങ്ങൾ എന്താണ് സജസ്റ്റ് ചെയ്ത് ചോദിക്കുകയാണെങ്കിൽ അതിൽ പ്രത്യേകിച്ച് നമ്മുടെ ഷിറീൻ ഭട്നാഗറാണ് പുതിയൊരു ആർഗ്യുമെന്റുമായിട്ട് വന്നത്. അവര് പറയുന്നത് ആർക്കിയോളജിക്കൽ എവിഡൻസുകളും അതുപോലെ തന്നെ ക്രോസ് കൾച്ചറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവർ പറയുകയാണ് ഹരപ്പൻ വാസ് എ എംപയർ എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പൊ ആർക്കിയോളജിക്കൽ എവിഡൻസിന്റെയും ക്രോസ് കൾച്ചറൽ വാല്യൂസ് ഒക്കെ വെച്ചുകൊണ്ട് അവർ പറയുകയാണ് ഹരപ്പൻ ക്യാൻ ബി സേ ഒരു എംപയറിന്റെ ഒരു ട്രൂ സെൻസിലുള്ള എംപയർ അല്ല, പക്ഷെ ഒരു പ്രോട്ടോ എംപയർ ആയിട്ട്, എംപയർ ഇൻ ദ സെൻസ് പ്രോട്ടോ എംപയർ എന്ന് മനസ്സിലാക്കണം. പ്രോട്ടോ എംപയർ ആണ് ഹരപ്പൻസ് എന്നുള്ളതാണ് ഷിറീൻ ഭട്നാഗറിന്റെ ആർഗ്യുമെന്റ്. അതിലെ ജിം ഷാഫർ അദ്ദേഹത്തിന്റെ മറ്റൊരു ആർഗ്യുമെന്റ് ഉണ്ട്, സെൻട്രലൈസ്ഡ് എംപയർ എന്നുള്ളതിന്. അദ്ദേഹം പറഞ്ഞത് chiefdom which rested of a well-established trade network of internal trade. അതൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ലാസ്റ്റ് ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത് ആൻഷ്യന്റ് ഈജിപ്തിലും മെസപ്പൊട്ടോമിയയിലൊക്കെ ഉള്ളതുപോലെയുള്ള ഒരു ഈക്വാലിറ്റി ഓഫ് വെൽത്തും വില്ലേജും സിറ്റി വില്ലേജും തമ്മിലുള്ള ആ ഒരു റെസിപ്രോസിറ്റി, തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് ഒരു ചീഫ്ഡം തന്നെയാണ് അവിടെ ഉള്ളത് എന്നുള്ളത്. അപ്പോൾ റീസെന്റ് സ്റ്റഡീസിലും നടക്കുന്ന രണ്ട് കാര്യം തന്നെയാണ്, എന്താണ്, എംപയർ ആണോ ചീഫ്ഡം ആണോ എന്നുള്ളത്. അതിൽ ഷിറീൻ ഭട്നാഗറിന്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ അതൊരു പ്രോട്ടോ ടൈപ്പ് ആയിട്ടുള്ള എംപയർ ആണ് എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പിഗോട്ട് പറഞ്ഞു വെച്ചില്ലായിരുന്നു, ആ പിഗോട്ട് പറഞ്ഞതിൽ ചെറിയൊരു മാറ്റം മാത്രമാണ് ഷിറീൻ ഭട്നാഗർ കൊണ്ടുവരുന്നുള്ളൂ. കാരണം അവിടെയുള്ള ചില സിറ്റികൾക്ക് മറ്റു സിറ്റികളുടെ മുകളിൽ എന്തോ ഒരു കൺട്രോൾ ഉണ്ടായിരുന്നു. അതാണല്ലോ എംപയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റിന്റെ മുകളിൽ ഉണ്ടാകുന്ന കൺട്രോളിനെയാണ് നമ്മൾ എംപയർ മേക്കിംഗ് എന്ന് പറയുന്നത്. ഒന്നിലധികം രാജ്യങ്ങൾ കൂടി ചേർന്നിട്ടാണല്ലോ എംപയർ ഉണ്ടാകുന്നത്. അപ്പൊ അവിടെ ഹരപ്പക്കും മോഹൻജദാരോയ്ക്കും അല്ലെങ്കിൽ അവിടുത്തെ ചില സിറ്റികൾക്ക് മറ്റുള്ള സിറ്റികളെക്കാൾ എന്തോ ഒരു എഡിജ് ഉണ്ട്. അപ്പൊ ആ ഒരു എഡിജ് വെച്ചിട്ടാണ് ആര് പറയുന്നത് ഒരു പ്രോട്ടോ ടൈപ്പ് ആയിട്ടുള്ള എംപയർ ആയിരിക്കാം ഹരപ്പനിൽ നടന്നിട്ടുണ്ടാവുക എന്നുള്ളത്. എഗെയിൻ അത് സിംഗിൾ റൂളർ ആണോ പിന്നെ ഒന്നിലധികം റൂളർ ആണോ എന്നുള്ളത് അവർ പറയുന്നില്ല, പക്ഷെ എംപയർ ആയിരിക്കാം എന്നുള്ള കാര്യത്തിലാണ് ഷിറീൻ ഭട്നാഗർ പറയുന്നത് എന്നതാണ്. പക്ഷെ ജിം ഷാഫറിന് നേരെ തിരിച്ചാണ്, നേരത്തെ നസീമാലിക്ക് പറഞ്ഞതുപോലെ അത് കുറച്ചും കൂടെ അതിനെ ഡീറ്റെയിൽ ആയിട്ട് പറയാണ് ഒരു ചീഫ്ഡം ആയിരിക്കാം അവിടെ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. കാരണം അവിടെ ഒരു ട്രേഡ് നെറ്റ്വർക്കും ഇന്റേണലും എക്സ്റ്റേണലും ആയിട്ടുള്ള ട്രേഡ് ഒക്കെ അവിടെ നടന്നിട്ടുണ്ട്. അപ്പൊ ആ ട്രേഡ് ആൻഡ് കൊമേഴ്സിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അവിടെ എന്തായാലും ഉണ്ടായിരിക്കാം. ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിള് അദ്ദേഹം മെസപ്പൊട്ടോമിയായിട്ട് കമ്പയർ ചെയ്യുകയാണ്. ഇതേ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ മെസപ്പൊട്ടോമിയയിലും കാണുന്നുണ്ട്. അവരവിടുത്തെ സൊസൈറ്റിയിൽ കൃത്യമായിട്ട് ഒരു ഡോമിനൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അത്തരത്തിലൊരു ഡോമിനൻസ് ഇവിടെയും സാധ്യമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്ന്. സംഗതി കത്തുന്നുണ്ടോ? എന്താണ് എന്നുള്ളത് ആർഗ്യുമെന്റ് എന്താണ് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ആർഗ്യുമെന്റ് ആണ് നോട്ട് ചെയ്യേണ്ടത്. ഈ സാധനം ഞാൻ നിങ്ങൾക്ക് തന്നെ തരും. പക്ഷെ ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കേണ്ടതാണ് ഞാൻ പറയുന്ന ആർഗ്യുമെന്റ് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളത് നിങ്ങളുടെ ലാംഗ്വേജിൽ. ഇത് നിങ്ങൾക്ക് വീണ്ടും വായിച്ചു നോക്കാം. പക്ഷെ ഇവിടെ ഞാൻ പറയുന്നത് ഇതിന്റെ എക്സ്പ്ലനേഷൻ ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം ആ കോൺസെപ്റ്റുകൾ കൃത്യമായി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്താ ചോദിച്ചേ? അതെ, ഇവരാണ് ചർച്ച തുടങ്ങി വെച്ചത്. കാരണം ഒരു ചർച്ച തുടങ്ങി വെക്കുന്ന ആളെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണല്ലോ പോകും. അപ്പൊ നിങ്ങളൊരു ഡിസ്കഷൻ ഇരിക്കുകയാണ്, ഇതിലൊരു സ്റ്റാർട്ടർ ഉണ്ടാവുമല്ലോ. അപ്പൊ അദ്ദേഹത്തിന്റെ പോയിന്റ് പിടിച്ചിട്ടാണ് ബാക്കി ചർച്ചകളൊക്കെ പോവുക. പിന്നെ ഇങ്ങനെ അഡീഷൻസ് ഇങ്ങനെ വരികയുള്ളൂ. അതാണ് സംഭവം.
ക്ലിയർ അല്ലേ? സംഗതി ക്ലിയർ ആണല്ലോ? പറഞ്ഞ കാര്യം എന്താണ് എന്നുള്ളത്. ഓക്കെ, ഓപ്ഷനിൽ എന്താണല്ലോ ഇങ്ങനെ അഭിപ്രായങ്ങളുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ദെൻ ഇതിൽ മറ്റൊരു അഭിപ്രായമായിട്ട് വരുന്ന ഒരാളാണ് GL മോഷണൽ എന്നുള്ളത്. അദ്ദേഹം പറയുന്ന ഒരു കോർപ്പറേറ്റ് ക്യാരക്ടറാണ് ഹാരപ്പനിൽ കാണുന്നത്. ഒരു കോർപ്പറേറ്റ് ക്യാരക്ടറാണ് എവിടെ കാണുന്നത്? ഹാരപ്പൻസിൽ കാണുന്നത് എന്നുള്ളതാണ്. കോർപ്പറേറ്റ് ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു കമ്പനിയുടെ എടുത്തു നോക്കുക. ഒരു കമ്പനികൾ, നമ്മുടെ മൾട്ടിനാഷണൽ കമ്പനികൾ എടുത്തു നോക്കുക. ഈ മൾട്ടിനാഷണൽ കമ്പനിയുടെ പ്രത്യേകത എന്താണ്? അവിടെ ഒരു CEO ഉണ്ടാവും, ഇല്ലേ? CEO ഉണ്ടാവും, അദ്ദേഹത്തിന് താഴെയായിട്ട് കുറെ ആൾക്കാരുണ്ടാവും, എംപ്ലോയീസ് ഉണ്ടാവും, പല സെക്ഷനുകളായിട്ട് ഉണ്ടാകും, അതിന് താഴെ ഒരുപാട് ലേബേഴ്സ് ഉണ്ടാവും. ഇങ്ങനെയാണ് എന്താകുന്നത്? ഒരു കമ്പനി വർക്ക് ചെയ്യുന്നത്. ഏകദേശം ഇതേ ഒരു രൂപമാണ് ഇവിടെ കാണുന്നത് ഹാരപ്പൻസിന്റെ കേസിലും കാണുന്നത് എന്നാണ് ആര് പറയുന്നത്? കോഴ്സിൽ പറഞ്ഞു വെക്കുന്നത് എന്നുള്ളതാണ്. അതിന് അദ്ദേഹം പറയാനുള്ള കാരണം എന്ന് വെച്ചാൽ ഒരു കോർപ്പറേറ്റ് കൾച്ചറിൽ കാണുന്ന കുറെ എലമെന്റ്സ് അവിടെ കാണുന്നുണ്ട്, ഹാരപ്പൻ സൊസൈറ്റിയിൽ കാണുന്നുണ്ട്. അതിനൊരു എക്സാമ്പിൾ ആണ് ഹൈലി ഡിസിപ്ലിൻഡ് ആയിരുന്നു ഹാരപ്പൻ സൊസൈറ്റി എന്നുള്ളത്. കാരണം ഒരു കോർപ്പറേറ്റ് കൾച്ചറിന്റെ ഒരു കാര്യമാണ് 10 മണി എന്നുള്ള 10 മണി കൃത്യത്തിന് അവർ വരും, 4 മണിയാണെങ്കിൽ കൃത്യം 4 മണി വരെ അവർ വർക്ക് ചെയ്യണം എന്നുള്ളതാണ്, ഇല്ലേ? അതുപോലെ തന്നെ കൃത്യമായിട്ട് 1-ാം തീയതി സാലറി കൊടുക്കുന്നു. അതുപോലെ തന്നെ കൃത്യമായിട്ട് അതിനൊരു SOP ഉണ്ടാകുന്നു, സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ ഉണ്ടാകും. അത് കൃത്യമായിട്ട് പാലിച്ചുകൊണ്ടാണ് ഓരോ കോർപ്പറേറ്റ് വർക്ക് ഫീൽഡും വർക്ക് ചെയ്യുന്നത്. എന്ന് പറഞ്ഞതുപോലെയാണ് ഇവിടെ സൊസൈറ്റി വളരെ ഡിസിപ്ലിൻഡ് ആയിരുന്നു. ഡിസിപ്ലിൻഡ് എന്ന് പറയാൻ അദ്ദേഹം പറയുന്ന കാര്യങ്ങളാണ് ആ ഒരു യൂണിഫോമിറ്റി ഒക്കെ അദ്ദേഹം ഇതിലേക്ക് കൊണ്ടുവരികയാണ്, ഡിസിപ്ലിനിലേക്കാണ് കൊണ്ടുവരുന്നത്. ഒരു യൂണിഫോമിറ്റി ഉണ്ടാവും. ഏത് സൊസൈറ്റിയിൽ മാത്രമേ യൂണിഫോമിറ്റി ഉണ്ടാവുള്ളൂ? ഇപ്പൊ നമ്മൾ സ്കൂളുകളിൽ യൂണിഫോം പറയുന്നത് തന്നെ പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടില്ലേ? സ്കൂളിലും കോളേജിലും എന്തിനാണ് ഞങ്ങൾ യൂണിഫോം കൊണ്ടുവരുന്നത്? ഒരു ആർഗ്യുമെന്റ് ഒരു ഡിസിപ്ലിൻ ആവാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നത്, ആണോ അല്ലേ? എന്ന് പറഞ്ഞതുപോലെയാണ്. അപ്പൊ ഹാരപ്പനിൽ നമ്മൾ പറയുന്ന ഈ ഫീച്ചേഴ്സിൽ പറയുന്ന എല്ലാ യൂണിഫോമിറ്റിയും ഒരു ഡിസിപ്ലിന്റെ ഭാഗമാണ്. ആ ഡിസിപ്ലിന് സാധാരണ കാണുന്നത് ഒരു കോർപ്പറേറ്റ് കൾച്ചറിലാണ് കാണുന്നത്. അത് വെച്ചുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് കോർപ്പറേറ്റ് ക്യാരക്ടറാണ് ഹാരപ്പൻ പൊളിറ്റിയിൽ കാണുന്നത് എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്, ഒരു പക്ഷേ അത് ഒരു കൗൺസിലായിരിക്കാം റൂൾ ചെയ്തിട്ടുണ്ടാവുക. കാരണം ഒരു കിങ്ങിന് ഉപരിയായിക്കൊണ്ട് അവിടെ ഒരു കൗൺസിലിനാണ് ഒരു സ്കോപ്പ് ഉള്ളത്. കാരണം കോർപ്പറേറ്റ് സ്ട്രക്ചറിൽ ഒരു ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവും, ഇല്ലേ? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഉണ്ടാവും, അതിലൊരു MD ഉണ്ടാകും. കാരണം ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് കൂടി തീരുമാനിച്ചിട്ടാണ് MD ഏൽപ്പിക്കുന്നത്, നിങ്ങൾ ഇത് ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത്തരത്തിലൊരു കൗൺസിൽ അവിടെ ഉണ്ടാകും. ആ കൗൺസിലിന്റെ ഡിസിഷൻസ് ആണ് ആക്ച്വലി എവിടെ നടന്നത്? ഹാരപ്പൻ സൊസൈറ്റിയിൽ നടന്നത്. ക്ലിയർ ആണോ? ഒരു കോർപ്പറേറ്റ് വേൾഡിനെ വെച്ചുകൊണ്ട് എന്താക്കുകയാണ്? ഹാരപ്പൻ പൊളിറ്റിയെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് അദ്ദേഹം ശ്രമിച്ചത് എന്നുള്ളത്. സംഗതി ക്ലിയർ ആണോ? ഹാരപ്പൻസ് ഒരു കോർപ്പറേറ്റ് ക്യാരക്ടറാണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ കോർ ആർഗ്യുമെന്റ്. അതായത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് കോർപ്പറേറ്റ് എലിമെന്റുകൾ വെച്ചുകൊണ്ട് അവിടെയുള്ള ഡിസിപ്ലിനിറ്റിയെയും യൂണിഫോമിറ്റിയും ഒക്കെ കൊണ്ടുവന്നുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് അവിടെ ഒരു കൗൺസിൽ ആയിരിക്കാം, ഒരു തരം ആൾക്കാർ കൂടി ചേർന്നുകൊണ്ടുള്ള ഒരു കൗൺസിൽ ആയിരിക്കാം അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ക്ലിയർ അല്ലേ? കോർപ്പറേറ്റ് ക്യാരക്ടർ എന്താണെന്ന് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി കിനോയുടെ നിങ്ങളെല്ലാം ഓർക്കേണ്ട ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് 2-3 എങ്കിലും ഫോർമുല ഉണ്ടാവുക. പൊളിറ്റിയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡിസ്കഷൻസ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷെ പറയുമ്പോൾ എല്ലാ ഡിബേറ്റിലും പറയുന്നത് മാത്രം. അപ്പൊ കിനോയുടെ ഒരു ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് ഹാരപ്പൻ സൊസൈറ്റിയെ വെച്ചുകൊണ്ടാണ് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. അവിടെ സൊസൈറ്റിയിൽ ഒരുപാട് ക്ലാസ്സുകളുണ്ട് ഹാരപ്പൻ സൊസൈറ്റി. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ അർബൻ എലൈറ്റ്സുകളുണ്ട്, അതിൽ തന്നെ മെർച്ചൻസ് ആയിട്ടുള്ള ആൾക്കാർ, റിച്വൽ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ, അതുപോലെ തന്നെ റിസോഴ്സ് കൺട്രോൾ ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ ഇങ്ങനത്തുള്ള ഒരു ഡിസ്പാരിറ്റി, ഒരു ക്ലാസ് സ്ട്രക്ചർ അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അത് തന്നെ അദ്ദേഹം പറയുന്നത് ഇപ്പം ആനിമൽസ്, അതുപോലെ തന്നെ സീരിയൽ കാണുന്ന ആനിമൽസിന്റെ കാര്യങ്ങൾ, ഇതൊക്കെ മുന്നോട്ട് വെക്കുന്നത് സ്പെസിഫിക് ആയിട്ടുള്ള ക്ലാൻ ആയിരിക്കാം അവിടെ ഒരു എഡ്ജ് ഉണ്ടാവുക എന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്താന്ന് വെച്ചാല് ഹാരപ്പൻ സൊസൈറ്റിയില് ആ സ്ട്രക്ചർ എടുത്തു നോക്കിയത്. ആ സ്ട്രക്ചർ നോക്കുമ്പോൾ ചില ആൾക്കാർക്ക് മറ്റുള്ള ആൾക്കാരെക്കാൾ എന്തോ ഒരു പ്രാധാന്യം സൊസൈറ്റിയിൽ കാണുന്നുണ്ട്. വെറുതെ ഈ ഒരു പ്രാധാന്യം ഉണ്ടാവില്ലല്ലോ. അപ്പൊ ആ പ്രാധാന്യമുള്ള ആൾക്കാരായിരിക്കാം അവിടെ ഭരിച്ചിട്ടുണ്ടാവുക എന്നുള്ളത്. അപ്പൊ അതിന് സപ്പോർട്ടീവായിട്ട് അദ്ദേഹം പറയുകയാണ് ചില ആനിമൽസ് മാത്രം കാണുന്നുണ്ട്, ചില ആനിമൽസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഉദാഹരണം ബുൾ, അതുപോലെ തന്നെ റിനോ, ബഫലോ, ഇതൊക്കെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പൊ ആ റിപ്പീറ്റ് ചെയ്ത് വരുന്ന സിമ്പിൾസും സൈൻസും ഈ ക്ലാൻസിന്റെ എന്തോ ബിലീഫ് സിസ്റ്റവുമായി ബന്ധപ്പെട്ടതായിരിക്കാം. ആർഗ്യുമെന്റുകളാണ്.
അപ്പൊ അതൊക്കെ വെച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത്. മാത്രമല്ല സൊസൈറ്റിയിൽ ചില ആൾക്കാർക്ക് എലൈറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു അപ്പർ എഡ്ജ് ഉള്ളത് നമുക്ക് കാണുകയും ചെയ്യുന്നുണ്ട്. കാരണം പിന്നെ സിറ്റാഡിലുള്ള ആൾക്കാരല്ല ലോവർ ട്രാനിലുള്ളത്. അതുപോലെ തന്നെ ബറിയൽ പ്രാക്ടീസിൽ നമ്മൾ ഇത്തരത്തിലുള്ള വ്യത്യാസങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ് സിറ്റിയിൽ ഒരു എലൈറ്റ് ആയിട്ടുള്ള ടീമുണ്ട്. ആ എലൈറ്റ് ആയിട്ടുള്ള ടീം ആയിരിക്കാം എന്തായിട്ടുണ്ടാവുക, ഇവിടെ റൂൾ ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ക്ലിയർ ആണോ അദ്ദേഹം പറയാൻ പോകുന്ന സംഗതി എന്താണെന്നുള്ളത്? അപ്പോ ഇതെങ്ങനെ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം? ഇങ്ങനെ കുറെ ആർഗ്യുമെന്റുകൾ പറഞ്ഞു അല്ലെ, പല ആർഗ്യുമെന്റുകൾ നമ്മൾ മുന്നോട്ട് വെച്ചു. അവസാനം നമുക്കത് കൺക്ലൂഡ് ചെയ്യണമല്ലോ. എന്തൊക്കെ ആർഗ്യുമെന്റുകളാണ് വെച്ചത്? പിഗോട്ടിന്റെ പ്രീസ്റ്റ് വിത്ത് സെൻട്രൽ അതോറിറ്റി എന്നുള്ളത്. പിന്നീട് രണ്ടാമത് നമ്മൾ എന്താ പറഞ്ഞത്? ആ വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ. മൂന്നാമത് ചീഫ്ഡം സ്റ്റേറ്റ് എന്നുള്ള കോൺസെപ്റ്റ്. അവരുടെ എംപയർ എന്നുള്ള, അദ്ദേഹം അവരെ എന്താന്ന് പറഞ്ഞിട്ടില്ല, എംപയർ ആയിരിക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ കോർപ്പറേറ്റ് എലമെന്റ്. അതിനിടയിൽ ഒരാൾ വരുന്നുണ്ടല്ലോ. ഒന്നുകൂടെ ഡീറ്റെയിൽ എക്സ്പ്ലെയിൻ ചെയ്തു മാത്രം, മെസ്സോപ്പൊട്ടേമിയ കമ്പയർ ചെയ്തുകൊണ്ട്. പിന്നെ വരുന്ന അടുത്തൊരു ആർഗ്യുമെന്റ് വരുന്നത് കോർപ്പറേറ്റ് എലമെന്റ് എന്നുള്ളതാണ്. ദെൻ ഫൈനലി ക്ലാസ് എന്നുള്ളത് എലൈറ്റ് ഗ്രൂപ്പ് ആയിരിക്കാം എന്നുള്ളത്. ഇതാണ് അവിടെയുള്ള കോർ ആയിട്ടുള്ള ആർഗ്യുമെന്റുകൾ എന്നുള്ളത്. അപ്പൊ അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു പോസിബിൾ കൺക്ലൂഷൻ എന്ന് വെച്ചാൽ, ഒന്ന് നമ്മൾ പറയേണ്ട കാര്യം എന്താണ്, അവിടെ ഒരു ഫോം ഓഫ് സ്റ്റേറ്റ് സ്ട്രക്ചർ ഹാരപ്പൻ സിവിലൈസേഷൻ എക്സിസ്റ്റ് ചെയ്തു എന്നതിൽ ഒരു തർക്കവുമില്ല. ഈ പറയുന്ന ആർക്കും അതിൽ ഒരു തർക്കവുമില്ല. അവിടെ എന്തോ ഒരു തരത്തിലുള്ള ഒരു സ്റ്റേറ്റ് ഫോർമേഷൻ അവിടെ നടന്നിട്ടുണ്ട്. അത് എന്താണ് എന്നുള്ളിടത്താണ് എല്ലാ പ്രശ്നങ്ങളും കിടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം രണ്ട് എല്ലാ ആൾക്കാരും ഒരുമിച്ച് നമ്മൾ സമ്മപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. എല്ലാവരും പറഞ്ഞ ആർഗ്യുമെന്റിനൊക്കെ വെച്ചിട്ട് നമ്മൾ സമ്മപ്പ് ചെയ്യാണ്. ഇപ്പം ആബ്സെൻസ് ഓഫ് മാർക്ക്ഡ് സോഷ്യൽ ഓർ എക്കണോമിക് ഡിഫറൻസസ്, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ടോംസിന്റെ വിഷയത്തിൽ, പാലസിന്റെ വിഷയത്തിൽ, ഇപ്പൊ ഈജിപ്തിലും മെസ്സപ്പൊട്ടേമിയയിലും കണ്ടതുപോലെയുള്ള സംഗതികൾ ഇവിടെ ഇല്ല എന്ന് പറയുന്നത് എന്തല്ല, സ്റ്റേറ്റ് അവിടെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ മെസ്സപ്പൊട്ടേമിയയിൽ പാലസ് ഉണ്ടായിരുന്നു, ഇവിടെ പാലസ് ഇല്ല. മെസ്സപ്പൊട്ടേമിയയിൽ പിന്നെ റോയൽ സർവൻസ് ഉണ്ടായിരുന്നു, ഇവിടെ ഇല്ല എന്ന് പറയുന്ന അത് ഡസന്റ് മീൻ ഇവിടെ സ്റ്റേറ്റ് ഇല്ല എന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് അവിടെ ഉണ്ട്. പക്ഷെ മെസ്സപ്പൊട്ടേമിയയിലും ഈജിപ്തിലും കണ്ടതുപോലെയുള്ള ഒരു സ്റ്റേറ്റ് ആയിരിക്കില്ല ഇവിടെ ഉണ്ടാവുക, ഹാരപ്പൻസിന്റെ ഇടയിൽ ഉണ്ടാവുക. പലരും കമ്പയർ ചെയ്യുകയാണല്ലോ, അവിടെ ഉള്ളതുപോലെ ഇവിടെ ഉണ്ടോ എന്നാണ് എല്ലാവരും നോക്കിയിരുന്നത്. അപ്പൊ അവിടെ ഉള്ളതുപോലുള്ള സ്റ്റേറ്റ് അല്ല ഇവിടെ യുണീക്ക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഫോർമേഷൻ ആണ് ഇവിടെ നടന്നത് എന്നുള്ളത്. അപ്പൊ അതിന് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? ഒന്ന്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആവട്ടെ, സ്റ്റാൻഡർഡൈസേഷൻ ആവട്ടെ, സൈറ്റിലെ സ്പെഷ്യലൈസേഷൻ ആവട്ടെ, ലേബേഴ്സിന്റെ മൊബിലൈസേഷൻ ആവട്ടെ, അതുപോലെ തന്നെ ട്രേഡിങ്ങിന്റെ കാര്യമാവട്ടെ, ഇതെല്ലാം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അവിടെ ഒരു ലെവൽ ഓഫ് എക്കണോമിക് കോംപ്ലക്സിറ്റി, അതുപോലെ തന്നെ എക്സിസ്റ്റൻസ് ഓഫ് ദ സ്റ്റേറ്റ് എന്നുള്ളൊരു കാര്യം അവിടെ ഉണ്ട് എന്നുള്ളതാണ്. വെറുതെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോരാ, ആ ഉണ്ട് എന്നുള്ളത് നമുക്ക് തെളിവുകൾ എങ്ങനെ പറയാൻ പറ്റുന്നത്? ആദ്യം നമ്മൾ പറയുന്നതാണ്, മെസ്സപ്പൊട്ടേമിയയിൽ ഉള്ളതുപോലെയുള്ള ഒരു സ്റ്റേറ്റ് ഫോർമേഷൻ അല്ല ഇവിടെ ഹാരപ്പൻസ് ഇടയിൽ നടന്നിട്ടുള്ളത്. കാരണം അവിടെയുള്ള സാധനങ്ങൾ നിങ്ങൾ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. കാരണം അവിടെ നടന്നത് വേറെ രീതിയിലുള്ള സ്റ്റേറ്റ് ഫോർമേഷൻ ആണ്, ഇവിടെ നടന്നത് മറ്റൊരു രൂപത്തിലുള്ള സ്റ്റേറ്റ് ഫോർമേഷൻ ആണ്. ഒരിക്കലും നിങ്ങൾ അങ്ങനെ അവിടെ ഇവിടെ കമ്പയർ ചെയ്യേണ്ട ആവശ്യം നമുക്കില്ല. അവിടെ ഇല്ലാത്തത് കൊണ്ട് ഇവിടെ ഇല്ല എന്ന് പറയാൻ പറ്റില്ല എന്നതാണ്. അപ്പൊ ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് ഫീച്ചേഴ്സ് ഒക്കെ എടുത്തു നോക്കുക. ഹാരപ്പൻസിന്റെ ഫീച്ചേഴ്സ് എടുത്തു നോക്കിയിട്ട് അവിടെ ഒരു ഹൈ ലെവൽ ആയിട്ടുള്ള ഒരു എക്കണോമിക് ആയിട്ടുള്ള ആക്ടിവിറ്റി അവിടെ നടന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു സ്റ്റേറ്റ് എന്തായിരിക്കാം അവിടെ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്, ഈ സോഷ്യൽ ഡിഫറൻസിയേഷൻ എന്നുള്ള കോൺസെപ്റ്റ് എടുക്കുക. കാരണം പല ആൾക്കാർ പറഞ്ഞൊരു കാര്യമാണ് സൊസൈറ്റിയിൽ ഇങ്ങനെ ക്ലാസ്സുകളായിട്ട് വന്നു എന്ന്. അപ്പോ അത്തരത്തിലൊരു സോഷ്യൽ ഡിഫറൻസിയേഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, അവിടെ ഒരു പക്ഷേ എന്തായിരിക്കാം, ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഫംഗ്ഷൻ അവിടെ നടന്നിരിക്കാം എന്നുള്ളത്. പ്രത്യേകിച്ച് സൊസൈറ്റിയിൽ ഒരു എലൈറ്റ് ആയിട്ടുള്ള ആൾക്കാർ ഉണ്ടാകുന്നു, എലൈറ്റ് അല്ലാത്ത ആൾക്കാരുണ്ടാകുന്നു. ചില ആൾക്കാർക്ക് ചില സ്ഥലത്തേക്ക് ആക്സസ് കിട്ടുന്നു, അത് എല്ലാവർക്കും കിട്ടുകയും ചെയ്യുന്നില്ല. അപ്പൊ ആ ഒരു ഡിഫറൻസുകൾ നമ്മൾ ഉണ്ടല്ലോ, വിച്ച് മീൻസ് അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ആകുന്ന, അല്ലെങ്കിൽ അവിടെ ഒരു ഗവേൺ ചെയ്യപ്പെടുന്ന ആളും ഇൻസ്ട്രക്ട് ചെയ്യപ്പെടുന്ന ആൾ എന്ന് പറഞ്ഞ രണ്ട് തട്ട് എന്തായിരിക്കാം അവിടെ ഉണ്ടായിരിക്കാം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്.
അല്ലെങ്കിൽ പിന്നെ ഈ ഒരു എല്ലാവരും ഈക്വൽ ആണെങ്കിൽ പിന്നെ ഈ ഡിഫറൻസസിന്റെ ആവശ്യമില്ലല്ലോ. അവിടെ 2 നില വീടിന്റെ ആവശ്യമില്ല, എല്ലാവർക്കും 1 നില വീട് മതി, അല്ലെങ്കിൽ എല്ലാവർക്കും 2 നില വീട് മതി. അവിടെ സിറ്റാണ് ഒരു സ്ഥലത്തും ലോവർ ടൗൺ ഒരു സ്ഥലത്തും ഉണ്ടാക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതിനർത്ഥം എന്താണ്? അവിടെ ഒരു എലൈറ്റ് ആയിട്ട് ഗവേൺ ചെയ്യുന്ന ഒരാളും ഗവേൺ ചെയ്യപ്പെടുന്ന ഒരാളും എന്നുണ്ട് അവിടെ ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്നുള്ളത്. പക്ഷെ അവിടെയുള്ള പ്രശ്നം എന്തെന്ന് വെച്ചാൽ ഈ ഗവേണൻസ് എന്നുള്ളത് സെൻട്രലൈസ്ഡ് ആയണോ അല്ലേ എന്നുള്ളത് നമുക്ക് കൺക്ലൂസീവ് ആയിട്ട് പറയാനും പറ്റില്ല എന്നുള്ളതാണ്. അവിടെയാണ് പ്രശ്നം കിടക്കുന്നത് എന്നുള്ളതാണ്. സോ ദ ഡിഗ്രി ഓഫ് സെൻട്രലൈസേഷൻ, എത്രത്തോളം സെൻട്രലൈസ്ഡ് ആയിരുന്നു ഹരപ്പൻസ് എന്നുള്ളത് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സേ. മേ ബി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യം എന്താണ്? അതൊരു എംപയർ ആയിരിക്കാം, അതല്ലെങ്കിൽ നമ്പർ ഓഫ് സെപ്പറേറ്റ് ഇന്റർ റിലേറ്റഡ് സ്റ്റേറ്റുകളായിരിക്കാം, അതല്ലെങ്കിൽ സെവറൽ സ്റ്റേറ്റ് വിത്ത് ഡിഫറെന്റ് കൈൻഡ് ഓഫ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ആയിരിക്കാം എന്നുള്ളതാണ് നമുക്ക് പറഞ്ഞു വെക്കാൻ പറ്റുന്ന ഒരു കൺക്ലൂഷൻ എന്നുള്ളത്. കൺക്ലൂഷന്റെ ഒരു പോക്ക് നിങ്ങൾക്ക് മനസ്സിലായോ എങ്ങനെയാണെന്നുള്ളത്? ലാസ്റ്റ് പറഞ്ഞ കാര്യം കൂടെ റിപ്പീറ്റ് ചെയ്യാം. അപ്പൊ ഇങ്ങനെയൊക്കെ ഒരു ഡിഫറൻസുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് ഉണ്ടാകാം. പക്ഷെ അഡ്മിനിസ്ട്രേറ്റീവ് സെറ്റപ്പ് എത്രത്തോളം സെൻട്രലൈസ്ഡ് ആണ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പലരും പറഞ്ഞത് എന്താണ്? ഹൈലി സെൻട്രലൈസ്ഡ് ആണ് പറഞ്ഞവരുണ്ട്, അതല്ല കോർപ്പറേറ്റ് ആയിട്ടുള്ള സെൻട്രലൈസേഷൻ പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ അത് സ്റ്റേറ്റ് ടു സ്റ്റേറ്റ് അല്ലെങ്കിൽ സിറ്റി ടു സ്റ്റേറ്റ് സിറ്റി എന്തായിരിക്കാം? അത് വ്യത്യാസമായിരിക്കാം. ചില സ്ഥലത്ത് നമുക്ക് ഒരു എംപയർ പോലെ നമുക്ക് പറയാൻ പറ്റില്ല. മേ ബി അടുത്തടുത്തുള്ള സിറ്റികൾ കൂടി ചേർന്ന് ഒരു എംപയർ പോലെ അവരെന്ത് ചെയ്തിട്ടുണ്ടായിരിക്കാം? അതിനെ ഗവൺ ചെയ്തിരിക്കാം. അതല്ലെങ്കിൽ സെപ്പറേറ്റ് ഇന്റർ റിലേറ്റഡ് സ്റ്റേറ്റുകളായിട്ട് വന്നിരിക്കാം. ലോക്കലിന്റെ കേസ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. കാരണം ലോക്കലും മോഹൻചാൻ തമ്മിൽ അങ്ങനെ ഒരു പ്രത്യക്ഷത്തിൽ ഒരു കണക്ഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതല്ലെങ്കിൽ സെവറൽ സ്റ്റേറ്റ് ഡിഫറെന്റ് കൈൻഡ് ഓഫ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് പിന്നെ ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ എടുക്കുകയാണെങ്കിൽ ഇപ്പം ഗുജറാത്ത് ഏരിയയിൽ കണ്ട ആ ഒരു സിറ്റി അല്ല നമുക്ക് ഇവിടെ വരുന്ന സമയത്ത് ഈ ഒരു പാകിസ്ഥാൻ റീജിയൻ നമ്മൾ കാണുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് ആയിരിക്കാം അവിടെ നടത്തിയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. കാരണം നമുക്ക് ഇതിനെ സപ്പോർട്ട് ചെയ്യാൻ കൺക്ലൂസീവ് ആയിട്ടുള്ള ഒരു ആൻസർ പറയാൻ പറ്റാത്തത് ഇതിനെ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസുകൾ നമുക്ക് കിട്ടാത്തോടത്തോളം കാലം നമുക്ക് ഇങ്ങനെയൊക്കെ അവിടെ നടന്നിരിക്കാം എന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, പറയാൻ പറ്റുള്ളൂ എന്ന്. അല്ലാതെ ഏതോ ഒരു വ്യൂ പോയിന്റ് മാത്രമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടുത്തെ പൊളിറ്റിക്കൽ സ്ട്രക്ചറിന്റെ കാര്യത്തിൽ നമുക്ക് പറയാൻ പറ്റില്ല എന്ന്. ക്ലിയർ ആണോ? ഇതാണ് ഹരപ്പൻ പൊളിറ്റിയുമായി ബന്ധപ്പെട്ട് പറയുമ്പോഴുള്ള ഒരു കൺക്ലൂഷൻ എന്ന്. അപ്പൊ എന്താണ് ഡിഫറെന്റ് ആയിട്ടുള്ള തിയറി എന്ന് മനസ്സിലാക്കുക, ആ തിയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുക, കൺക്ലൂഷൻ. സോ ദിസ് ഇസ് ദ ക്രൂഷ്യൽ പാർട്ട്. നിങ്ങൾക്ക് പിന്നെ ഡിസ്കസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നാലും കമന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരുന്നാലും അവർ കൂടുതലായിട്ട് നോക്കുക നിങ്ങളുടെ കൺക്ലൂഷൻ നിങ്ങൾ എന്താണ് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ സമ്മപ്പ് ചെയ്യുന്നത് എന്നുള്ളത്. ഓപ്ഷൻസിലേക്ക് വരുമ്പോഴുള്ള പ്രധാനപ്പെട്ട ഒരു വ്യത്യാസമാണ്. ബോഡി നോക്കും, ബോഡിയിൽ ഉപരി ആയിക്കൊണ്ട്, കാരണം ബോഡിയിൽ കണ്ടന്റ് നമുക്ക് കൊണ്ടിടാം. കാരണം കൺക്ലൂഷനിലാണ് നിങ്ങളുടെ ഒരു ഇംപ്രിന്റ് കിടക്കുന്നത്. നിങ്ങളുടെ ഒരു സാധനം കിടക്കുന്നത് എവിടെയാണ്? ഇൻട്രൊഡക്ഷനിലും കൺക്ലൂഷനിലുമാണ്. ബോഡി എല്ലാവരും പറയുന്നത് സെയിം സാധനം തന്നെ ആയിരിക്കും. അപ്പൊ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ആൻസർ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽ ആയി ഡിസ്കസ് ചെയ്യാം. ആൻസർ ഫ്രെയിം ചെയ്യുന്ന സമയത്ത് ഓപ്ഷൻസിൽ ഒരു വ്യത്യാസം കിടക്കുന്നത് എവിടെയേ ഉള്ളൂ. സാധാരണ നമ്മൾ GS ചെയ്യുന്ന സമയത്ത് കൺക്ലൂഷനിൽ അത്ര ഡീറ്റെയിലിംഗ് പോകേണ്ട ആവശ്യമില്ല. പക്ഷെ ഇവിടെ ബോഡിയും കൺക്ലൂഷനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവണം എന്നുള്ളതാണ്. കൃത്യമായിട്ട് നിങ്ങളുടെ ഒരു സാധനം കൺക്ലൂഷന്റെ അവിടെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറയാൻ പറ്റണം എന്നുള്ളത്. ക്ലിയർ ആണല്ലോ? അപ്പൊ തൽക്കാലം നമുക്ക് ഇന്നത്തെ ചർച്ച നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം എന്നുള്ളതാണ്. നമ്മുടെ ഫസ്റ്റ് സെഷൻ ആണല്ലോ. ഇതുപോലെ നമുക്ക് നാളെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നത് സർവൈവൽ അല്ലെങ്കിൽ ഡിക്ലൈനുമായി ബന്ധപ്പെട്ടും ഇതുപോലെ ചില ആർഗ്യുമെന്റുകൾ ഉണ്ട്. ആ ആർഗ്യുമെന്റുകളുടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവിടെയുള്ള ഡിബേറ്റുകൾ എന്തായി നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, ഓൺലൈൻ ഉള്ള ആൾക്കാർക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ചോദിക്കട്ടോ. ഇതുവരെ ഡിസ്കസ് ചെയ്ത ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇരിക്കാനാവും. നാളെ മുതൽ നമുക്ക് പിന്നെ ടൈം മാറ്റണം. ഓക്കെ, ടൈമിന്റെ ഒരു ഈവനിങ് നമ്മൾ അന്ന് പ്ലാൻ ചെയ്ത പോലെ തന്നെ ചെയ്യല്ലേ. 7:15 7:30 എന്നുള്ള ഒരു റേഞ്ച് നമ്മൾ കാണുക. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു റഫ്ലി ഒരു 2 hour അടുത്ത് നമുക്ക് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ ഒരു 3 to 4 months കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, സിലബസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതിൽ ചെയ്യേണ്ട കാര്യത്തിലേ ഉള്ളൂ. ഒന്ന് നിങ്ങൾ പിന്നെ ഇതിന്റെ ക്ലാസ്സിന്റെ നോട്ട്സ് എന്തായാലും ഞാൻ ഷെയർ ചെയ്യും. ജിസ്റ്റും കൂടെ ഞാൻ നമുക്ക് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ഉപീന്ദർ സിംഗിന്റെ ആ ഒരു സമ്മറി കൂടെ ഞാൻ ഷെയർ ചെയ്യാം.
അപ്പൊ അത് രണ്ടും ജസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. അതല്ലെങ്കിൽ നമ്മുടെ GS-ന്റെ നോട്ട്സ് അറ്റ്ലീസ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കുക ഡിസ്കഷന് വരുന്നതിന് മുമ്പായിട്ട്. അപ്പോൾ അതാകുന്ന സമയത്ത് കുറച്ചും കൂടെ സുഖമാണ്. അപ്പൊ ഈ ഒരു ഏരിയ ആണ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലാത്തൊരു ഏരിയ, ഈ ഡിബേറ്റുകളുടെ ഒരു ഏരിയ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ഐഡിയ ഇല്ലാത്ത ഏരിയ കൂടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വിചാരിച്ചത്. കാരണം ഈ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യം നമ്മൾ കഴിഞ്ഞാൽ പിന്നെ വളരെ സിമ്പിൾ ആണ്. ഇത്തരം ഈ ഇൻഡസ്ട്രിയിൽ ആകെയുള്ള ഒരു കോർ ഏരിയയിൽപ്പെട്ട ഒരു സാധനമാണ്. ഈ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് പോയാൽ മതി എന്ന്. ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. If you have any suggestions or comments, please. എങ്ങനെ കേട്ടില്ല? ടൈമിംഗ് പറഞ്ഞില്ല നമ്മള്, ഈവനിങ് എന്നുള്ളത് 7:15. മൺഡേ മുതൽ. യെസ്, ആഴ്ചയിൽ നമുക്ക് 5 ദിവസം. ഓക്കെ, 6ാമത്തെ ദിവസം നമുക്ക് റിവിഷൻ കം വേണമെങ്കിൽ നമുക്ക് ചെറിയ 1-2 ടെസ്റ്റ് പോലെ, ടെസ്റ്റ് ഇൻ ദ സെൻസ് 1-2 നിങ്ങൾക്ക് ആൻസർ എഴുതാനുള്ള പ്രാക്ടീസിന് വേണമെങ്കിൽ ക്വസ്റ്റ്യൻസ് തരാം. ആ ക്വസ്റ്റ്യൻസ് നിങ്ങൾ എഴുതുക, എന്നിട്ട് എന്ത് ചെയ്യാം, ഞാൻ റിവ്യൂ ചെയ്തിട്ട് നിങ്ങൾക്ക് തരാം. അപ്പൊ ആ രൂപത്തിൽ 5 ദിവസം പഠിക്കുന്നു, 6ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ റിവിഷൻ കം ചെയ്ത് നോക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ ആ രൂപത്തിലാണ് പ്ലാൻ ചെയ്തത്. 5 ദിവസം എന്തായാലും വീക്ക്ലി ഉണ്ടാവും. 5 ദിവസം നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വേണോ ബ്രേക്ക് വേണോ എന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം എങ്ങനെയാണെന്ന് വെച്ചാൽ. നിങ്ങൾക്ക് സ്ട്രെച്ചിൽ ഇങ്ങനെ 5 ദിവസം പോകാം, അതല്ലെങ്കിൽ ഇടയ്ക്കൊരു ബ്രേക്ക് വെച്ചിട്ട് ഇങ്ങനെ പോകാം. ഞാനിപ്പോൾ കാണുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ എന്നുള്ള 3 ദിവസം ചെയ്യുന്നു, വ്യാഴം നിങ്ങൾക്ക് ഒരു ബ്രേക്ക് തരുന്നു, അതുവരെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. വെള്ളി ശനി വീണ്ടും നമ്മൾ ക്ലാസ് എടുക്കും. ആ രൂപമാണ് ഇപ്പം എൻ്റെ മനസ്സിലുള്ളത്. മാറ്റങ്ങൾ ഞായറാഴ്ചകളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാരണം ബാക്കിയുള്ള അക്കാഡമിക്സിനെ ബാധിക്കാത്ത രൂപത്തിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ബ്രേക്ക്, വെള്ളി ശനി ഞായർ ഓൾറെഡി എനിക്ക് ബ്രേക്ക് ഉണ്ടാവും. ആ രൂപത്തിലാണ് പ്ലാൻ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ടൈമിംഗ് ക്ലിയർ ആണല്ലോ? ഇപ്പൊ തൽക്കാലം നമ്മള് ഇന്നത്തെ വൈൻഡപ്പ് ചെയ്യല്ലേ? എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കാം.